മരണമേ അങ്ങയുടെ തിരുമനസ്സുലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടകളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണം. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ, ഞങ്ങളെ രക്ഷിക്കണം. എന്തുവേണമെന്നാൽ ശക്തിയും മഹത്വവും പിതാവിനും പുത്രനും പരിശുദ്ധനും സ്തുതി. ഈശോയിൽ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ഇന്ന് നമുക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നത് ചങ്ങനാശ്ശേരി അതിരൂപതാംഗവും ഇപ്പോൾ മലബാറിലെ കുന്നത്തുള്ള വൃക്ഷപ്പയുടെ മേജർ സെമിനാരിയിലെ പ്രൊഫസറുമായിരിക്കുന്ന ഡോക്ടർ ജോസഫ് ചാലാശ്ശേരിച്ചനാണ്. അച്ഛൻ കോട്ടയം അടുത്ത് അതിരമ്പുഴ കൊറോണ ഇടവകാംഗമാണ്. ചങ്ങനാശ്ശേരി അതിരൂപതയിലെ പല തസ്തികകളില് ശുശ്രൂഷ ചെയ്തതിനു ശേഷം വയസ്സിലാണ് ഡയറക്ടറായിരുന്നു, രൂപതയിലെ ചാൻസലറായിരുന്നു, പിന്നെ പല ഇടവകളിലെ വികാരിയായിട്ട് ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് കുന്നത്ത് ബിഷപ്പ് മേജർ സെമിനാരിയിലെ അധ്യാപകനായിട്ട് ശുശ്രൂഷ ചെയ്യുന്നത്. പരിശുദ്ധ കുർബാനയെ കുറിച്ച് ചില പുസ്തകം നിങ്ങളുടെ കണ്ടിട്ടുണ്ടാകും. പരിശുദ്ധ കുർബാനയുടെ ആഴങ്ങളിലേക്ക് പ്രാരംഭ ഉദാശകളെ കുറിച്ച് മലയാള പുസ്തകം എഴുതിയിട്ടുണ്ട്, വളരെ മനോഹരമായ പുസ്തകം. ഇങ്ങനെ പല പുസ്തകങ്ങളുണ്ട്. വളരെ നല്ലൊരു ബന്ധം ഞങ്ങൾ തമ്മിലുണ്ട്. പഠിക്കുന്ന കാലം മുതൽ തീരുമാനമായിട്ട് അച്ഛനുണ്ടായിരുന്നു. ആ സമയത്തും ചിന്താകാലം മുതലുണ്ടായിരുന്നു. സന്തോഷമുണ്ട് ഞാൻ ഭക്ഷണം സ്വീകരിച്ച് ഈ കൂട്ടായ്മയിലേക്ക് വന്നിരിക്കുന്നതിൽ. നമ്മുടെ ലോകത്തെമ്പാടുമുള്ള സർവ്വമലബാറുകാര് നമ്മുടെ കുർബാനയിൽ പങ്കെടുക്കുന്നുണ്ട്, ക്ലാസ്സിൽ പങ്കെടുക്കുന്നുണ്ട്. എല്ലാവരെയും സ്നേഹവും സ്വാഗതം ചെയ്യുന്നു. ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, നിങ്ങളെ ആയിരിക്കുന്നവരെയും അതുപോലെ ഓൺലൈനിൽ പങ്കെടുക്കുന്നവരെയും ഇന്ന് രാവിലെ കുർബാനയിലും പ്രാവശ്യം ഓർത്ത് പ്രാർത്ഥിച്ചു. ഈ നിമിഷവും നിങ്ങളെ പ്രത്യേകമായിട്ട് ദൈവത്തിന്റെ സന്നിധിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ പ്രത്യേകമായ കൃപ, പ്രത്യേക രൂപി നമ്മളിലേക്ക് ഒഴുകി വരട്ടെ. ആ രൂപിയുടെ പ്രവർത്തനം കൊണ്ട് മാത്രമേ നമുക്ക് വിശുദ്ധ കുർബാനയില് ആഴത്തിൽ അനുഭവിക്കാനായിട്ട്, കാണാത്തിരിക്കും, പക്ഷെ അനുഭവിക്കാനായിട്ട് രൂപിയുടെ സഹായമില്ലാതെ സാധിക്കില്ല. നമുക്ക് ഇന്ന് ചിന്തിക്കാനായിട്ടുള്ള വിഷയങ്ങൾ നാം തന്നിരിക്കുന്നത് കുർബാനയിൽ എങ്ങനെയാണ് സജീവ പങ്കാളിത്തം എന്താണ് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. എല്ലാവർക്കും നേരത്തെ തന്നെ നോട്ട് തന്നിട്ടുണ്ട്. പലരും അത് വായിച്ച് ഒരുങ്ങി പ്രിന്റ് എടുത്ത് വന്നവരും ഒക്കെയാണ്. നമുക്ക് എളുപ്പമുണ്ട് കാര്യങ്ങൾ പറഞ്ഞു പോകുവാനായി. പലപ്പോഴും എന്താണ് ഈ സജീവ പങ്കാളിത്തം എന്ന് ചോദിച്ചാൽ, നമ്മുടെ ഈ സൺഡേ സ്കൂളിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് കാണും, ഈ പ്രൊമോട്ടേഴ്സ് സന്ദർശിക്കാൻ വരും. എന്നിട്ട് കുർബാനയിൽ എങ്ങനെയാണ് പിള്ളേർ പങ്കെടുക്കുന്നത് എന്നവര് നോട്ട് ചെയ്യും. ഒരു നോട്ട് ചെയ്യുന്നത് എന്തൊക്കെയാണെന്നറിയാമോ? പലപ്പോഴും പുസ്തകം കൊണ്ടുവന്നിട്ടുണ്ടോ, ഉറക്ക ചെല്ലുന്നുണ്ടോ, ലൈനായിട്ട് നിൽക്കുന്നതാണോ, അപ്പം നേരത്തെ വരുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വാസ്തവത്തില്. അതനുസരിച്ചാണ് ഇവിടെ സജീവ പങ്കാളിത്തമുണ്ട് എന്ന് വിലയിരുത്തും. നമ്മളും പലപ്പോഴും വിചാരിക്കുന്നത് കുർബാനയിലെ സജീവ പങ്കാളിത്തം പുറമേയുള്ള ബാഹ്യമായിട്ടുള്ള ചില കാര്യങ്ങളാണെന്നുള്ളത്. നമുക്ക് ബെനഡിക്ട് ലിറ്റർജിയുടെ ചൈതന്യം പുസ്തകം നിങ്ങൾ പലരും കണ്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. അതിന്റെ അകത്ത് അദ്ദേഹം ഈ സജീവ പങ്കാളിത്തത്തെ കുറിച്ച് വിശേഷിപ്പിച്ചിരിക്കുന്നതാണ് ഞാൻ നോട്ടിലെ ആദ്യം പാരഗ്രാഫിൽ കൊടുത്തിരിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അദ്ദേഹം പറയുന്ന ഇതാണ്: ദൈവ ആരാധനയിൽ സംഭവിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തിയിൽ ഓരോരുത്തർക്കുമുള്ള സജീവ പങ്കാളിത്തമാണിത് എന്നാണ്. കാര്യം ലിറ്റർജി എന്ന് പറയുന്നത് ദൈവത്തിന്റെ പ്രവർത്തനമാണ്. അപ്പൊ ആ പ്രവർത്തനത്തിൽ നമ്മൾ പങ്കുചേരുന്നു. അദ്ദേഹത്തിന്റെ ഒരു നിരീക്ഷണം കൊടുത്തിരിക്കുന്നതും ഞാൻ അവിടെ കോട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പറയുന്ന ഇതാണ്: ദൗർഭാഗ്യവശാൽ ബാഹ്യമായ എന്തിനെയോ അർത്ഥമാക്കുന്ന ഒന്നായി
ഈ പദം വളരെ വേഗം തെറ്റിദ്ധരിക്കപ്പെട്ടു എന്നാണ്. അതുകൊണ്ടാണ് നമ്മുടെയൊക്കെ സൺഡേ സ്കൂളിൽ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ അങ്ങനെ ബാഹ്യമായിട്ടുള്ള ഇത് നോക്കി സജീവ പങ്കാളിത്തം അളക്കുക. വസ്തുത സജീവ പങ്കാളിത്തമായിട്ട് ഇന്ന് പലരും അർത്ഥമാക്കുന്നത് ബലിയിൽ കർമ്മവിധികളെല്ലാം കൃത്യമായി അനുഷ്ഠിക്കുന്നതും പുസ്തക രീതിയിൽ പ്രാർത്ഥനകൾ കൊടുത്തിട്ടുള്ളതും ഒക്കെയാണ്. അതിനെ നമുക്ക് കുർബാനയില് നമ്മുടെ പങ്കാളിത്തം എന്ന് വേറെ വിശേഷിപ്പിക്കാം. പാർട്ടിസിപ്പേഷൻ സെലിബ്രേഷൻ. പക്ഷെ അത് ദിവ്യ രഹസ്യങ്ങളിലെ പങ്കാളിത്തം അല്ലെങ്കിൽ ലിറ്റർജിക്കൽ പാർട്ടിസിപ്പേഷൻ ഇതൊന്നും വ്യത്യാസമാണ്. ലിറ്റർജിക്കൽ പാർട്ടിസിപ്പേഷൻ എന്ന് പറയാൻ സാധിക്കില്ല. ലിറ്റർജിക്കൽ പാർട്ടിസിപ്പേഷൻ എന്ന് പറഞ്ഞാൽ ആ മിശിഹാ സംഭവത്തിൽ നമ്മൾ ഉൾച്ചേരുന്നത് വഴിയായി 1 Corinthians 6:17 പറയുന്നത് പോലെ മിശിഹായുമായിട്ട് നമ്മൾ അങ്ങോട്ട് ഒന്നായിട്ട് തീരും. ബീയിങ് യുണൈറ്റഡ് ടു ദി ലോർഡ്. അപ്പം ആ ഒരു അനുഭവത്തിലേക്ക്. ലിറ്റർജിയെ കുറിച്ച് പലരുടെയും ഒരു തെറ്റിദ്ധാരണ, ലിറ്റർജി ആരുടെ പ്രവൃത്തിയാണെന്നാണ് പലരും വിചാരിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്താ തോന്നുന്നത്? ലിറ്റർജി ആരുടെ പ്രവൃത്തിയാണ്? വാസ്തവത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. പക്ഷെ നമ്മൾ പലപ്പോഴും സമീപനം കണ്ടു കഴിഞ്ഞാൽ അത് മനുഷ്യന്റെ പ്രവൃത്തിയാണ്. മനുഷ്യൻ എന്തോ ദൈവത്തിന് കൊടുക്കുന്നു എന്നാണ്. പക്ഷെ അത് തെറ്റായിട്ടുള്ള ഒരു ബോധ്യം. അതിൽ നിന്നാണ് പല പ്രതിസന്ധികളും കടന്നു വരുന്നത്. അതുകൊണ്ട് നമുക്ക് ലിറ്റർജി ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. ദൈവത്തിന്റെ പ്രവൃത്തിയാണെങ്കിൽ ആരുടെയൊക്കെയാണ്? പിതാവായ ദൈവത്തിന്റെ, പുത്രനുണ്ട്, പരിശുദ്ധാത്മാവ്. ഇതിന്റെ 3 പേരുടെയും കൂടെ പ്രവൃത്തിയാണ്. അതിലെ പിതാവിന്റെ പ്രവൃത്തി എന്താണ്? ലിറ്റർജിയിലെ പിതാവിന്റെ പ്രവൃത്തി എന്താ? നമുക്ക് 2 വാക്കിൽ ഈ പിതാവിന്റെ പ്രവൃത്തിയെ വിശേഷിപ്പിക്കാം. പിതാവ് വാസ്തവത്തിൽ പിതാവാണ് എല്ലാത്തിന്റെയും ഉറവിടം. അതുപോലെ തന്നെ എല്ലാത്തിന്റെയും ലക്ഷ്യവും, സോഴ്സ് ആൻഡ് ഗോൾ പിതാവ്. അശ്വതി നമ്മുടെ കുർബാന തുടങ്ങുന്നത് തന്നെ ഈ പിതാവിന്റെ ഒരു പ്രവൃത്തിയോട് കൂടിയാണ്. നമ്മുടെ കുർബാന എന്തോടുകൂടിയാ തുടങ്ങുന്നത്? നിങ്ങളൊന്ന് പറയാമോ? ഒന്നാം പെസഹ വെച്ചാണോ തുടങ്ങുന്നത്? അല്ല, വാസ്തവത്തിലെ ഒരു കർമ്മത്തോടു കൂടിയാണ് തുടങ്ങുന്നത്. മധുബഹായിൽ നിന്ന് പേർണയിലേക്ക് കാർമികൻ വരുന്ന ഒരു പ്രദർശനത്തോടു കൂടിയാണ് കുർബാന തുടങ്ങുന്നത്. അങ്ങനെയല്ലേ? നോക്കിയേ, വിരിയൊക്കെ തുറന്ന് അല്ലെ കാർമികൻ ഇറങ്ങി വരിക. അത് വാസ്തവത്തിലെ ഒരു വലിയ അനുഭവത്തിന്റെ നിമിഷങ്ങളാണ്. ഏതാ അനുഭവം എന്നറിയാമോ? യോഹന്നാൻ 3:16. ഇതാ യോഹന്നാൻ 3:16. തന്റെ ഏകജാതനെ നൽകാൻ തക്കവണ്ണം പിതാവ് അത്രമാത്രം സ്നേഹിച്ചു. ഓരോ കുർബാനയും ആരംഭിക്കുന്നത് അതോടുകൂടിയാണ്. പിതാവ് പുത്രനെ ലോകത്തിലേക്ക് അയക്കുകയാണ്. സ്വർഗത്തിന്റെ പ്രതീകമായ മദ്ബഹായിൽ നിന്ന് ഈശോ ഇങ്ങോട്ടാ വരുന്ന പേർമയിലേക്ക്. നമുക്കറിയാം ഭൗമിക ജെറുസലേമിലേക്ക് വരുന്ന ഒരു പ്രദക്ഷിണത്തോടു കൂടിയാണ് കുർബാന ആരംഭിക്കുന്നത്. ഇങ്ങനെയാകുമ്പോ അത് കാണുമ്പോ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത് എന്താ? നമ്മുടെ മനസ്സിൽ അത് കാണുമ്പോ ഇപ്പൊ എന്താ? കർട്ടൻ മാറി നാടകം തുടങ്ങും ആണോ? അങ്ങനെ 3:16 ആസ്വദിക്കണം. പിതാവിന്റെ സ്നേഹമാണ് ഈ ബലിയിലൂടെ ഒഴുകി വരുന്നത്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതുകൊണ്ട് പിതാവ് ആണ് എല്ലാത്തിന്റെയും ഉറവിടം. ഇനി ഈശോ വന്നിട്ട് ഇതെല്ലാം ചെയ്ത് നമ്മളെ എങ്ങോട്ട് കൊണ്ടുപോകാനാ? ഇതായിരുന്നു ഈശോയുടെ രക്ഷാകര പ്രവൃത്തിയുടെ എല്ലാം ലക്ഷ്യം. എന്താണ്? പിതാവിലേക്ക് കൊണ്ടുപോകാനാ. എല്ലാവരെയും പിതാവിലേക്ക് കൊണ്ടുപോകാൻ. അതാണ് പിതാവാണ് ഉറവിടം നമ്മളെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പൊ പിതാവിന്റെ പ്രവർത്തനം വാസ്തവത്തിലെ ഈ 2 പദത്തിലെല്ലാം ഒതുക്കാൻ പറ്റും. പിതാവാണ് ഉറവിടം, പിതാവാണ് ലക്ഷ്യം. എല്ലാവരെയും രക്ഷിക്കണമെന്നുള്ളത്. പിന്നെ വാസ്തവത്തിലെ എല്ലാത്തിന്റെയും ഇനിഷ്യേറ്റീവ് എടുക്കുന്നത് ആരാണ്? ഈ പുത്രനെ തന്നെ ഇങ്ങോട്ട് വിടാൻ ഇനിഷ്യേറ്റീവ് എടുത്ത ആരാണ്? പിതാവാണ്. അപ്പൊ എല്ലാത്തിന്റെയും ഇനിഷ്യേറ്റീവ്. അതുകൊണ്ടാണ് ഞാൻ അവിടെ പ്രത്യേകിച്ച് പിതാവിന്റെ പ്രവൃത്തിയിലേക്ക് വരുമ്പോ പിതാവാണ് എല്ലാത്തിന്റെയും ഉറവിടവും ലക്ഷ്യവും എന്ന് നമുക്ക് വ്യക്തമാക്കി തരുന്നു. നമ്മുടെ രക്ഷയ്ക്കായിട്ട് പുത്രനെ അയക്കുന്നത് പിതാവാണ്. അതുപോലെ പുത്രൻ നമ്മെ നയിക്കുന്നത് പിതാവിന്റെ മക്കളിലേക്കുമാണ്. അപ്പൊ ഇത് ലിറ്റർജി ആരുടെ പ്രവർത്തനമാണ്? ദൈവത്തിന്റെ പ്രവർത്തനം. സംശയമില്ലല്ലോ. അങ്ങനെയാണ് പിന്നെ അടുത്ത ചോദ്യം, എങ്ങനെയാണ് ഈ ദൈവത്തിന്റെ പ്രവൃത്തിയിൽ
നമുക്ക് പങ്കുചേരാനായിട്ട് കഴിയുക. ദൈവത്തിന്റെ പ്രവൃത്തിയിൽ നമുക്ക് എങ്ങനെ പങ്കുചേരാൻ സാധിക്കും? അതിന് വെള്ളിക്കാർപ്പാപ്പ ഈ ലിറ്റർജിയുടെ ചൈതന്യം പേജ് 180 അദ്ദേഹം തന്നെ അത് പറയുന്ന ഒരു മനുഷ്യനെ ദൈവം തന്നോട് സഹകരിപ്പിക്കുന്നതിനുള്ള മാർഗമായി മനുഷ്യ അവതാരവും കുരിശും ഉയർപ്പും പ്രത്യാഗമനവും അടങ്ങുന്ന വിശികാ സംഭവം മുഴുവൻ സംഗീതമാക്കിയിരിക്കുന്നു ലിറ്റർജി എന്ന് പറഞ്ഞു. പിതാവ് എല്ലാത്തിന്റെയും ഉറവിടമായിട്ട് എല്ലാം മുൻകൂട്ടി ഒരുക്കി വെച്ച് എഫേസ്യൻസ് 3 എടുത്ത് നോക്കിയാൽ കാണാൻ സാധിക്കും. എല്ലാം പിതാവ് മുൻകൂട്ടി ഒരുക്കി. വിശിഹായി എല്ലാം ഒരുക്കൂട്ടിയ കുറിച്ച് അവിടെ എഫേസ്യൻസ് 1 അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ നമുക്കത് കാണാനായിട്ട് സാധിക്കും. ഏതായാലും ലിറ്ററലിയിൽ പ്രത്യേകിച്ച് വിശുദ്ധ കുർബാനയിൽ സംജാതമാക്കപ്പെടുന്ന വിശിക രഹസ്യങ്ങളിലേക്ക് നാം മനസ്സുകൊണ്ടും ഹൃദയം കൊണ്ടും ശരീരം കൊണ്ടും ഉൾച്ചേരുന്നതാണ് സജീവ പങ്കാളിത്വം അഥവാ പാർട്ടിസിപ്പാത്വം ആക്ടുവസ എന്ന് പറയുന്നത്. ഉദാഹരണം പറയാം. ഇപ്പൊ നമ്മൾ ഈശോയുടെ മനുഷ്യാവതാരം അനുസ്മരിക്കുന്നത് ഏത് സമയത്താണ്? കുർബാനയിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി എന്ന് പറയുമ്പോഴാണ്, ഇല്ലേ? അത്യുന്നതങ്ങളിൽ ആ സമയത്ത് മനുഷ്യാവതാരാണ് നമ്മൾ അനുസ്മരിക്കുന്നത്. പറയാൻ കാരണമല്ല, ചുമ്മാ നമ്മളന്ന് പറഞ്ഞാൽ മതിയോ? ദൈവം തന്നെ അതിന്റെ സംവിധാനം ഒരുക്കിയായിരുന്നു. ഈശോ ചരിത്രത്തില് പിറന്നപ്പോഴത്തേക്ക് സ്വർഗീയ വൃന്ദം മാലാഖമാര് പ്രത്യക്ഷപ്പെട്ട് പാടിയ കീർത്തനാണ് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം. അപ്പൊ ഇപ്പൊ അത് സംജാതമാക്കുമ്പോ നമുക്കായിട്ട് അത് ഒരുക്കുമ്പോ മനുഷ്യൻ എങ്ങനെ അതിന് പങ്കുചേരണം? അവന്റെ മനസ്സിലും ഹൃദയത്തിലും അവൻ ഏത് സംഭവത്തിലേക്ക് ഇറങ്ങിച്ചെല്ലണം? ഈശോയുടെ ജനനത്തിലേക്ക് ഇറങ്ങിച്ചെല്ലണം. മനസ്സിലായില്ലേ? ഈശോയുടെ എന്ന് പറഞ്ഞാൽ ദിവസത്തിന്റെ ആദ്യത്തെ മനുഷ്യാവതാരം നടന്നപ്പോൾ അതിന്റെ അകത്ത് പങ്കെടുത്ത് നേരിട്ട് അനുഭവിച്ച കുറെ പേരുടെ പേര് പറഞ്ഞു. ആട്ടിടയന്മാർ, പിന്നെ മാതാവ് ഔസേപ്പ്, പിന്നെ പൂജരാജാക്കന്മാർ, അല്ലെ? ഈ പൂജരാജാക്കന്മാര് ചെന്നിട്ട് എന്താ ചെയ്തതെന്ന് നിങ്ങൾ വായിക്കുന്നത് എന്താ? ഒരു കാഴ്ച വെച്ചു. ആരുടെ മുമ്പിലാണ് ഈ കാഴ്ച വെച്ചേ? അവരുടെ ബാഹ്യമായ കണ്ണുകൾ കണ്ടത് എന്താ? ഒരു ശിശു. അത് എവിടെ കിടക്കുന്ന? രാജകൊട്ടാരത്തിൽ കിടക്കുന്ന ശിശുവിനെയാണോ കണ്ടേ? ഉൾത്തൊട്ടിയില് ആർക്കും വേണ്ട നടക്കുന്ന ഒരു ശിശുവിന്റെ മുമ്പിൽ ഈ രാജാക്കന്മാര് മുട്ടുകുത്തി അല്ലേ പൊന്നും കുന്തിരിക്കും കാഴ്ച വെച്ച് സാഷ്ടാംഗം പ്രണമിച്ചു എന്നവർ. അപ്പൊ അവരുടെ മനസ്സിലുണ്ടായ ചിന്ത എന്തായി? അവരാരെയാണ് ആ ശിശുവിൽ കണ്ടത്? തങ്ങളുടെ രക്ഷകനെ കണ്ടു. രക്ഷകനെ. അപ്പൊ നമ്മളെങ്ങനെയാണ് ഈ അത്യുന്നത ദൈവത്തിന്റെ സ്തുതി എന്ന് പറയുമ്പോൾ നമ്മൾ ചുമ്മാ ആമേൻ പറഞ്ഞ് നിന്നാ മതിയോ? നമ്മൾ ആരെ കാണണം? നമ്മുടെ രക്ഷകനെ കാണണം കേട്ടോ. രക്ഷകനെ കണ്ട്, രക്ഷകനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യേണ്ടത്? മുഴുവനായി സമർപ്പിക്കാൻ നമുക്ക് കഴിയും. മനസ്സിലായില്ലേ? അപ്പൊ അതാണ് അതിൽ ഓരോ ഭാഗവും നമ്മളിങ്ങനെ കാണും, എന്ത് ഇങ്ങനെ സമർപ്പിക്കണമെന്നുള്ളത്. അപ്പൊ നമ്മൾ വാസ്തവത്തിൽ എത്ര ശുഷ്കമാണ് നമ്മുടെ പങ്കെടുക്കൽ, അല്ലെ? അത്യുന്നതങ്ങൾ ദൈവത്തിന് സ്തുതി എന്ന് പറയുമ്പോൾ ആമേൻ പറഞ്ഞു ഓടുക. അതൊന്ന് പറയുവോ അതോ 3 പറയുവോ? പുസ്തകത്തിൽ എത്രയാ കൊടുത്തിരിക്കുന്നത് നിങ്ങൾ നോക്കിയ, ടെസ്റ്റിൽ എത്രയാ? 3. എന്തിനാ ഇത്? ആവർത്തനാണോ വാസ്തവത്തിൽ? എന്താണെന്ന് നിങ്ങൾക്ക് പിടി കിട്ടിയിട്ടുണ്ടോ? വാസ്തവത്തിൽ ആഴത്തിലേക്ക് അവിടെ പിന്നെ ഇറങ്ങാൻ തുടങ്ങുക. ആദ്യം അത്യുന്നതങ്ങൾ ദൈവത്തിന് സ്തുതി പറയുമ്പോൾ ആരെ കാണണം? പിതാവിനെ കാണണം. പിതാവിനെ കാണണം. പിതാവിനെ കണ്ടിട്ട് എന്താ ചെയ്യട്ടെ? ആരെയാ നമ്മൾ കണ്ടിരിക്കുന്നത്? ആരുടെ മുന്നിലാ നിൽക്കുന്നത്? രക്ഷകന്റെ. ഈ രക്ഷകനെ തന്നതാരാ? പിതാവിനെ കേട്ടോ. അപ്പൊ പിതാവിനോട് എന്താ പറയണ്ടേ? അത്യുന്നതങ്ങളിൽ അതിഥി പറയണ്ടേ എന്താ? പപ്പ നന്ദി. രക്ഷകനെ കണ്ടതിലേ പറയാൻ പറ്റുള്ളേ. അപ്പൊ ആദ്യമേ പിതാവിനെ കണ്ടു, രക്ഷകനെ തന്നതിന് നന്ദി. രണ്ടാമത് അത്യുന്നതങ്ങളിൽ സ്തുതി എന്ന് പറയുമ്പോ ആരെയാ കാണുന്നത്? ഈശോയെ കാണണം. ഈശോയെ കാണണം. ഈശോയെ കണ്ടിട്ട് എന്താ ചെയ്യേണ്ടത്? ഈശോയല്ലേ നമുക്ക് വേണ്ടി ഈ രക്ഷാകര പ്രവർത്തനം ഇപ്പൊ സംജാതമാക്കി തരുന്നേ, ഇല്ലേ? നമുക്ക് വേണ്ടി പാടുപീടുകൾ സഹിച്ചതും ഈശോ മനുഷ്യനായിട്ട് വന്നത് എന്തിനാ? രക്ഷിക്കാൻ, ഇല്ലേ?
അതും ഈശോ പറഞ്ഞത് എവിടെ? പുൽക്കൂട്ടില്. ആ പുൽക്കൂട് ഇതിനു വേണ്ടിയിട്ടുള്ളതായിരുന്നു. പുൽക്കൂട് സാധാരണ എന്തിനാ നമ്മളൊക്കെ ഉപയോഗിക്കുന്നത്? പശുക്കൾക്ക് അജഗണത്തിന്റെ ഭക്ഷണമാകാൻ വന്നവനെയാണ് അവിടെ നമ്മൾ കാണുന്നത്. ഈശോ എത്രമാത്രം ആഴത്തിൽ ഇതെല്ലാം ഗ്രഹിച്ചിട്ട് ഈശോ ഹൃദയവും മനസ്സും കൊണ്ട് ഈ ഈശോയുടെ മുമ്പിൽ ആമേൻ പറയണം. അല്ല ചുമ്മാ ആമേൻ പറഞ്ഞു പോകരുത്. എനിക്ക് മൂന്നാമത് ദൈവത്തിന് സ്തുതി പറയുമ്പോൾ ആരെയാ കാണേണ്ടത്? പരിശുദ്ധാത്മാവിനെ കാണണം. പരിശുദ്ധാത്മാവിനെ കണ്ടിട്ട് എന്താ ചെയ്യണ്ടേ? പരിശുദ്ധാത്മാവാണ് നമ്മുടെ ഈ രഹസ്യത്തിലേക്ക് ഉൾച്ചേർക്കുന്നത്. ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? വാസ്തവത്തിൽ നമ്മൾ കൊണ്ടു നടക്കുന്ന ഈ ശരീരം ആരുടേതാണ്? പരിശുദ്ധാത്മാവിന്റെ ആരെയല്ലേ? നമ്മുടേതാണോ? നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല, പരിശുദ്ധാത്മാവിൻ്റെതാണ്. നമുക്കത് പോലും പലപ്പോഴും നമ്മൾ ചിന്തിക്കാതെ നമ്മുടേതാണെന്ന് പറഞ്ഞു കൊണ്ടുനടക്കുക. അപ്പോൾ ഈ മൂന്നാമത്തെ സ്തുതി പറയുമ്പോൾ പരിശുദ്ധാത്മാവിനെ കണ്ട് നന്ദി പറയാനുണ്ട്. അപ്പൊ കേട്ടോ, അത്യുന്നതങ്ങളും ദൈവത്തിന്റെ സ്തുതി എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് അതിന്റെ അകത്തേക്ക് ഉൾച്ചേരേണ്ടത് എന്ന് പിടികിട്ടിയോ? അതാണ് എന്ന് പറയുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ഈ രക്ഷകനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഭാരങ്ങളെല്ലാം ആ രക്ഷകന്റെ സമുദ്രത്തിൽ ഇറക്കി വെച്ച് ശരീരത്തിന്റെ സൗഖ്യം അനുഭവിക്കുകയും ചെയ്യുമ്പോഴാണ് അത് സജീവ പങ്കാളിത്തമായിട്ട് മാറും. ചിലർ വന്നിട്ട് രക്ഷകനെ കണ്ടുകൊണ്ട് ഈ ഭാരം ചുമന്നുകൊണ്ടിരിക്കും. ഇറങ്ങി പോകുമ്പോഴും ആ ഭാരവുമായിട്ട് തന്നെ പോവുകയും ചെയ്യും. അതല്ല, രക്ഷകന്റെ കഴിവ് എല്ലാം കൊണ്ട് അങ്ങോട്ട് ഇറക്കി വെക്കണം. ഇന്നത്തെ സുവിശേഷത്തിൽ എന്താ ഈശോ പറഞ്ഞേ? അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും എന്റെ അടുക്കൽ വരൂ, ഞാൻ നിങ്ങളെ ഇറക്കി വെക്കണം. കഥാപിടികൾ കൊടുക്കാനായിട്ട് നമുക്ക് കഴിയും. ഇനി അതിന് വീണ്ടും നമ്മൾ പറഞ്ഞു വെച്ചിരിക്കുന്ന സജീവ പങ്കാളിത്തത്തെ കുറിച്ച് രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ ആരാധനാക്രമത്തെ കുറിച്ചുള്ള ഡിഗ്രി നമ്പർ 11 സഭ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. 10ാമത്തെ നമ്പറിൽ പറയുന്നത് എന്താണ്? വിശുദ്ധ കുർബാനയിൽ നിന്നാണ്, ഒരു ഉറവയിൽ നിന്ന പോലെ പ്രസാദവരത്തിന്റെ ജീവൻ നമ്മളിലേക്ക് പ്രവഹിക്കുന്നത്. സക്രസന്ത മുൻസീനിയം എന്ന് പറഞ്ഞാൽ അറിയാമല്ലേ? വത്തിക്കാൻ കൗൺസിൽ ആരാധനാക്രമത്തെ കുറിച്ച് പഠിപ്പിക്കുന്ന അതിനകത്ത് 10ാമത്തെ നമ്പറിൽ പറഞ്ഞു വെക്കും, വിശുദ്ധ കുർബാനയാണ് നമ്മുടെ ജീവിതത്തിന്റെ ശക്തി കേന്ദ്രം. സഭയുടെ ശക്തി മുഴുവൻ നിർഗളിക്കുന്നത് കുർബാനയിൽ നിന്നാണ് എന്ന് അവിടെ പറഞ്ഞു. ഇതിന് 11ാമത്തെ നമ്പറിൽ പറയുന്നത് ഇതാണ്: ആരാധനാക്രമം പരിപൂർണ ഫലമുളവാക്കാൻ അത്യന്താപേക്ഷിതമായ കാര്യങ്ങളാണ്. വിശ്വാസികൾ അനുഗുണമായ മനോഭാവത്തോടെ അതിനെ സമീപിക്കും. രണ്ടാമത് പറഞ്ഞു മൂന്നാമത് പറഞ്ഞു വയ്ക്കും, കൃപാബലം വിഫലമായി സ്വീകരിക്കാൻ ഇടയാകാതിരിക്കാൻ അതിനോട് സഹകരിച്ച് പ്രവർത്തിക്കണം. 3 കാര്യങ്ങളാണ്. ഒന്ന്, അനുഗുണമായ മനോഭാവങ്ങൾ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ ഏതെങ്കിലും കാര്യം ചെയ്യുമ്പം അതിന് പ്രത്യേകമായിട്ടൊരു മനോഭാവം കാണും. നിങ്ങളിപ്പോ ഇവിടെ വന്നപ്പോ നിങ്ങളുടെ മനോഭാവം എന്തായാലും കുർബാനയെ കുറിച്ച് അറിയണം, പഠിക്കണം, അതല്ലേ നിങ്ങളുടെ താല്പര്യം, ഇല്ലേ? ഇപ്പൊ നമ്മള് സിനിമ കാണാൻ പോകുമ്പോഴത്തേക്ക് എന്താ മനോഭാവം? പെട്ടെന്ന് തീരണമെന്ന് കണ്ടു പോവോ? ഇല്ല. നിങ്ങൾ പള്ളിയിൽ പോകുമ്പോഴുള്ള നിങ്ങളുടെ മനോഭാവം എന്താ? വാസ്തവത്തിൽ മനോഭാവമാണ് വാസ്തവത്തിൽ നമ്മൾ ശരിയാക്കേണ്ടത് എന്നാണ് സ്വഭാവം. ഈ മനോഭാവം മാറിയാലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഞാൻ നോട്ടി കൊടുത്തിട്ടില്ല. ഇത് നിങ്ങൾക്ക് ഒന്ന് പെട്ടെന്നൊന്ന് പറയാൻ വേണ്ടി നിങ്ങളൊരു സെന്റൻസ് എഴുതിക്ക്. എന്റെ അമ്മ ജീവൻ തന്ന് എന്നെ രക്ഷിച്ചു. എന്റെ അമ്മ ജീവൻ തന്ന് എന്നെ രക്ഷിച്ചു. എന്റെ അമ്മ ജീവൻ തന്ന് എന്നെ രക്ഷിച്ചു. നിങ്ങളുടെ ബുദ്ധി കൊണ്ട് അതൊന്ന് വായിച്ചു നോക്കിയിട്ട് നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന അനുഭവങ്ങൾ എന്ന് പറഞ്ഞു. ബുദ്ധി കൊണ്ട് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലൊക്കെ അത് വായിച്ചു നോക്കിയിട്ട് എന്തൊക്കെ അനുഭവങ്ങളാണ് നിങ്ങൾക്ക് ഉണ്ടാകുന്നത്? എന്തെങ്കിലും വ്യത്യാസം എല്ലാം ഉണ്ടാവും. അമ്മയൊന്ന് ഓർക്കും. അമ്മയെ ഓർക്കും. അമ്മ ജീവൻ തന്നപ്പോ മൊത്തം മനസ്സിലായി. അമ്മയുടെ അന്നത്തെ 10 മാസക്കാലത്തെ ആ വേദനകളിലൊക്കെ ഓർക്കും. അത് ഓർക്കും. എങ്കിലും നിങ്ങളുടെ ശരീരത്തിൽ ഒരു കുളിര് പോലെ ഇടുന്ന അനുഭവത്തിലേക്കൊന്നും വന്നിട്ടില്ല. ഞാൻ അത്രയും വന്നില്ല. ഞാൻ ഈ പറയുന്ന മനോഭാവത്തോടെ ഒന്ന് വായിച്ചു നോക്കണം. അതിന് വ്യത്യാസം പിടികിട്ടും. അതായത് ഒരു കുഞ്ഞിന്റെ ജനന സമയത്ത് ഡോക്ടർമാർ എൻ്റെ അമ്മയോട് പറഞ്ഞു,
ഒന്നിൽ കുഞ്ഞിനെ രക്ഷിക്കാൻ അല്ലെ അമ്മയെ രക്ഷിക്കാൻ, രണ്ടുപേരെയും രക്ഷിക്കുക അസാധ്യമാണ്. അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് നമുക്കറിയാം അല്ലേ. അപ്പം ഈ അമ്മ പറഞ്ഞു, ഞാൻ ഇത്രയും നാളും ജീവിച്ചു, ഇനി ഞാൻ മരിച്ചാലും കുഴപ്പമില്ല, എന്റെ കുഞ്ഞ് ജീവിക്കാൻ. അങ്ങനെ ആ പ്രസവത്തോടുകൂടി അമ്മ മരിച്ചു, ഈ കുഞ്ഞ് ജീവിച്ചു. ആ കുഞ്ഞിനെ തിരിച്ചറിവ് വന്നു ഒരു 18 വയസ്സ് പ്രായമായപ്പോൾ ആ കുഞ്ഞിന്റെ മനോഭാവത്തോടെ നിങ്ങൾ ആ സെന്റൻസ് ഒന്നും വായിച്ചിട്ടുണ്ട്. എന്റെ അമ്മ ജീവൻ തന്ന എന്നെ രക്ഷിച്ചു. വ്യത്യാസമുണ്ടോ? ആദ്യത്തേതും ഇപ്പോഴത്തേതും തമ്മിലുള്ള വ്യത്യാസം ഭയങ്കര വ്യത്യാസം. ഇത് വെറും മലയാള വാക്കുകളല്ല എഴുതി വെച്ചിരിക്കുന്നതായിട്ട് ആ കൊച്ചിന് തോന്നുന്നു. ആ കൊച്ചിനെ സംബന്ധിച്ച് അത് ഈ അസ്തിത്വത്തിന്റെ കാരണമാണത് അല്ലെ. അസ്തിത്വത്തിൽ കുർബാന പ്രിയപ്പെട്ടവരെ ജീവന്റെ രഹസ്യമല്ലേ. നമ്മളിന്ന് ജീവിച്ചിരിക്കാൻ കാരണം എന്താ? ഈശോയുടെ മനസ്സിലായില്ലേ? അതാണ് ആ ആറ്റിറ്റ്യൂഡ് മാറ്റിയാൽ മാത്രമേ കുർബാന ആസ്വദിക്കാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. സജീവ പങ്കാളിത്തത്തിനെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് പറയാനായിട്ടുള്ളത് അനുഗുണമായ മനോഭാവത്തോടെ സമീപിക്കണം. അത് എന്തെങ്കിലും കണ്ടുപോരാനോ ചെയ്തു തീർത്തു പോരാനോ കടം തീർക്കാനോ വേണ്ടിയിട്ടല്ല വിശുദ്ധ ബലിയിൽ പങ്കെടുക്കാനായിട്ട് പോകേണ്ടത്. വിശുദ്ധ ബലി വാസ്തവത്തിൽ അർപ്പിക്കാനായിട്ടാണ് നമ്മൾ പോകേണ്ടത് എന്ന് ഓർക്കുക. രണ്ടാമത് അവിടെ പറഞ്ഞു വെച്ചിരിക്കുകയാണ് ഏകാഗ്രചിത്തരായിട്ട് അത് ഒരു കാര്യത്തിലേക്ക് മനസ്സ് കോൺസെൻട്രേറ്റ് ചെയ്യണം. ഇപ്പൊ മനുഷ്യ അത്യുന്നതങ്ങൾ ദൈവത്തിന് സ്തുതി എന്ന് പറയുമ്പോ എങ്ങോട്ടാ മനുഷ്യൻ മനസ്സ് കോൺസെൻട്രേറ്റ് ചെയ്യട്ടെ? ഈശോയുടെ ജനനസമയത്തേക്ക് ഉണ്ടോ? അപ്പൊ ആ രക്ഷകന്റെ സൗദത്തിലും അല്ലാതെ ബാക്കി ചിന്തകളൊക്കെ ഒന്നും അല്ല. ബാക്കി എന്ത് വന്നാലും രക്ഷകന്റെ സൗദത്തിൽ ഏകാഗ്രചിത്ത. പക്ഷെ നിർഭാഗ്യരെന്ന് പറയട്ടെ, ഇന്ന് മനുഷ്യന് ഏറ്റവും കൂടുതൽ യാത്ര മനസ്സുകൊണ്ട് യാത്ര ചെയ്യുന്ന സമയത കുർബാനയുടെ സമയമാണ്. കാരണം എന്നാ, ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല. അച്ഛൻ അവിടെ ചെല്ലി ഞങ്ങൾക്ക് ഇങ്ങനെ ഇവിടെ വേണേലും പോകാം ഇല്ലേ? മനസ്സുകൊണ്ട്. ശരീരം കൊണ്ട് അവിടെ കാണും, മനസ്സുകൊണ്ട്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ശ്രദ്ധിക്കണം, ഏകാഗ്രചിത്തരായിട്ട് ബലിയിൽ പങ്കെടുക്കാൻ. ആ സമയത്ത് നടക്കുന്ന കാര്യം എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കണം അല്ലേ? ദൈവം ആ സമയത്ത് എന്താണ് പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കിയിരിക്കണം. മൂന്നാമതൊന്നുകൂടെ പറയുന്നുണ്ട്, കൃപാവരം വിഫലമായി സ്വീകരിക്കാൻ ഇടയാകാതിരിക്കാൻ അതിനോട് സഹകരിച്ച് പ്രവർത്തിക്കണം എന്ന് പറഞ്ഞാൽ പിടി കിട്ടിയോ? കുർബാനയ്ക്ക് വന്നു, സഹകരിച്ച് പ്രവർത്തിക്കുന്നില്ല, എന്താ കുഴപ്പം? ഒരു കുഴപ്പവും ഇല്ലെന്നല്ല, കുഴപ്പമുണ്ട്. ആത്മാർത്ഥത ഇല്ലാത്തത് കൊണ്ട് എന്താണെന്നറിയോ? നിങ്ങൾ യോഹന്നാൻ 13:27 എടുത്ത് വായിച്ചു നോക്കി. യോഹന്നാൻ 13:27 അപ്പം എടുത്ത് ഈശോ ആദ്യം കൊടുക്കുന്നത് ആർക്കാണ്? യൂദാസിനാ കൊടുക്കുന്നത്. എന്നിട്ട് യോഹന്നാൻ അവിടെ പ്രത്യേകം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്, അപ്പം സ്വീകരിച്ചവരെ ആര് പ്രവേശിച്ചെന്നാണ്? സാത്താൻ പ്രവേശിച്ചെന്നാണ്. ഇന്ന് നമ്മളീ പലരും ഇത് സംഭവിക്കുന്നുണ്ടെന്ന് തിരിച്ചറിയുന്നില്ല പലരും. എന്തുകൊണ്ടാണ്? കുർബാന കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോ ഒന്നുകൂടെ വഴക്കുണ്ടാക്കാനായിട്ടുള്ള ശക്തി കിട്ടുന്നത്. ഇവിടുന്ന് ഈ ശക്തി കണ്ടിട്ടുണ്ടോ അങ്ങനെ ചിലരുടെ? അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ശ്രദ്ധിക്കണം, നമ്മള് ഇതിനോട് സഹകരിച്ച് പ്രവർത്തിക്കണം. ഈ സഹകരിച്ച് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ വന്നു ഭവിക്കുന്നതിനെ കുറിച്ച് 1 Corinthians 11 പൗലോസ്ലീഹ പറഞ്ഞു കേൾക്കുന്നുണ്ട് ഇല്ലേ? വായിച്ചിട്ടില്ലേ? നിങ്ങളിൽ പലരും രോഗികളും ദുർബലരുമായിരിക്കാൻ കാരണം വിവേചനം കൂടാതെ ഈ അപ്പം ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുക. അപ്പൊ സഹകരിച്ച് പ്രവർത്തിക്കണം എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, സഭ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്ക് അതിനോട് സഹകരിക്കണം. എങ്ങനെ സഹകരിക്കണം എന്ന് വത്തിക്കാൻ കൗൺസില് സാക്രസംഘം കൗൺസിലിൽ 48 പറയുന്നു. 48 പറയുന്നത് എന്താണ്? വിശ്വാസത്തിന്റെ ഈ രഹസ്യത്തിൽ വിശ്വാസികൾ ഭാഗവാക്കുകളാകുമ്പോൾ അപരിചിതരെ പോലെയോ നിശബ്ദരായ പ്രേക്ഷകരെ പോലെയോ ആവരുതെന്നാണ് തിരുസഭാ മാതാവിന്റെ അഭിലാഷം. നമ്മളിപ്പോൾ എങ്ങനെയാ പങ്കെടുക്കുന്ന കുർബാനയില്? നിങ്ങൾ ഇത്രയും നാളും പങ്കെടുക്കുമ്പോൾ അത്യുന്നതങ്ങൾ ദൈവത്തിനും സ്തുതി എന്ന് പറയുമ്പോ ഈ പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ടായിരുന്നു പങ്കെടുത്തോണ്ടിരുന്നത്? മുഴുവനല്ല. പലപ്പോഴും അപരിചിതരെ പോലെ വന്ന് നമ്മള് പ്രാർത്ഥന കേൾക്കും, ആമേൻ പറഞ്ഞ് പോവുകയാണ്. അതെ,
അതുകൊണ്ട് സഭ പറയുകയാണ് അപരിചിതരെ പോലെ ആകാൻ പാടില്ല. വേറൊരു ഗവണത്തെ പറയാം, നിശബ്ദരായ പ്രേക്ഷകരെ പോലെ ആകാൻ പാടില്ല. നമ്മളെങ്ങനെ പ്രത്യേകിച്ച് നമ്മളിലെ പുരുഷ വിഭാഗം പലപ്പോഴും എങ്ങനെ ചെയ്യും, നിശബ്ദ പാലിച്ചങ്ങനെ നമ്മൾ കേട്ട് ധ്യാനിച്ചോളാം അതുപോലെ. അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത് അവിടെ നിശബ്ദരായ പ്രേക്ഷകരെ പോലെ. പിന്നെ എങ്ങനെ എന്ത് ചെയ്യണം, മറിച്ച് തിരുക്കർമ്മങ്ങളുടെയും പ്രാർത്ഥനകളുടെയും അർത്ഥം ഗ്രഹിക്കണം. ഇപ്പൊ ഞാൻ പറഞ്ഞു കുർബാന തുടങ്ങുന്ന ഒരു പ്രൊസഷനോട് കൂടിയാണെന്ന് പറഞ്ഞു. ആ പ്രൊസഷന്റെ അർത്ഥം ഗ്രഹിക്കുന്നില്ലെങ്കിൽ നമ്മൾ എന്തായിരിക്കും, മറ്റേ അച്ഛനായിരുന്നെങ്കിൽ ഇത് നല്ലതായിരുന്നു, നീ അച്ഛനായിരുന്നു, ഇങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ട് നിൽക്കും. മനസ്സിലായോ? അപ്പം നേരെ മറിച്ച് ഈ പിതാവ് പുത്രനെ അയക്കുന്നതാണ്. ഏതച്ഛനാണെങ്കിലും ശരി, ആരയക്കുന്നതാ? പിതാവ് അയക്കുന്നത്. ആരാ വരുന്നത്? ഈശോയാ വരുന്നത്. മനസ്സിലായില്ലേ? അല്ലാതെ നമ്മളിങ്ങനെ ഇതറിയത്തില്ലെങ്കിൽ നമ്മൾ ബാധ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ച് നിൽക്കും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ശ്രദ്ധിക്കണം, പ്രാർത്ഥനകളുടെയും കർമ്മങ്ങളുടെയും അർത്ഥം ഗ്രഹിക്കണം. ഈ അർത്ഥം ഗ്രഹിച്ചാൽ പോലെ ചിലർക്ക് അർത്ഥം ഗ്രഹിക്കും. പിന്നെ പരിശുദ്ധാത്മാവ് 3 കാര്യങ്ങൾ കൂടെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചോ? നോട്ടിൽ അവസാനത്ത്, 1-ാമത്തെ പേജിൽ അവസാനത്തത്, തങ്ങൾ ചെയ്യുന്നത് എന്താണെന്നുള്ള ബോധം വേണം, ഭക്തി വേണം, സഹകരണം. മനസ്സിലായില്ലേ? ബോധം, ഇപ്പൊ ഈ സമയത്ത് എന്താണ് നടക്കുന്നത്, ഇവിടെ ദൈവം എന്താണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതൊക്കെ ബോധം. ചിലർക്ക് ഈ ബോധം ഉണ്ടാകും. ബോധം വന്നാൽ മാത്രം മതിയോ? രണ്ടാമത് പറയുന്നത് എന്നാ? ഭക്തി. എന്താ ഭക്തി? ബഹുമാനവും ആദരവും. അവിടെ ഭക്തി എന്താണെന്ന് അറിയാമായിരിക്കും അല്ലേ? ഇല്ലാത്തത് ഉണ്ടെന്നുള്ള രീതിയിൽ നമ്മൾ കാണിക്കുന്നു. ഈ ഭക്തി എന്ന് പറയുന്നത് വാസ്തവത്തില് ദൈവിക നന്മ, അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഒരു നന്മ ഹൃദയത്തിൽ അനുഭവിച്ചു കഴിയുമ്പോൾ ആ ഹൃദയത്തിൽ നിന്ന് ഉയർന്നു വരുന്ന ഒരു വികാരമുണ്ട് ഇല്ലേ? സ്നേഹത്തിന്റെ, ആദരവിന്റെ, സമർപ്പണത്തിന്റെ ഒക്കെ ഒരു വികാരം. അതാണ് യഥാർത്ഥ ഭക്തി എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പം ഈ ഭക്തി ദൈവം നമുക്ക് നൽകിയ കൃപകള് പുത്രനിലൂടെ നമുക്ക് നൽകുന്നത് മനസ്സിലേക്ക് കൊണ്ടുവന്ന് ദൈവത്തിന്റെ മുമ്പിൽ നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്ന ഒരു, അതാണ് ഭക്തി. ഈ ചിലർക്ക് ഭക്തി ഉണ്ടാവും, സഹകരിക്കരുത്. അപ്പോഴതാണ് നമ്മൾ ചിലർക്കൊക്കെ നമ്മൾ കാണുന്നത്. അപ്പം സഹകരിക്കുകൂടെ ആവശ്യമാണ്. നമ്മൾ പൂർണ്ണമായിട്ടും സഭയോട് സഹകരിക്കുന്നവരായി തീരാൻ നമുക്ക് കഴിയും. സഭ എന്താണ് പഠിപ്പിക്കുക, അതിനനുസരിച്ച് അതിനോട് സഹകരിക്കാൻ, അല്ലെങ്കിൽ ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത് അതിനോട് സഹകരിക്കാനായിട്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയേണ്ടതുണ്ട്. അതുകൊണ്ട് ലിറ്ററലിയിൽ നമ്മൾ പറഞ്ഞു, ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനം ആരുടെ പ്രവർത്തനമാണ്? ദൈവത്തിന്റെ പ്രവർത്തനമാണ് അല്ലെ? ദൈവത്തിന്. നിങ്ങള് കഴിഞ്ഞ മുമ്പിലത്തെ ആഴ്ചയിൽ മണിയാട്ടച്ചൻ ക്ലാസ് എടുത്തപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കാണാം. അച്ഛൻ 2 മൂവ്മെന്റ്സിനെ കുറിച്ച് പറഞ്ഞ് ഓർക്കുന്നുണ്ടോ? ഒന്നും ഓർക്കുന്നില്ലായിരിക്കും. 2 മൂവ്മെന്റ്സ്, കഥാപാറ്റിക്ക് ആൻഡ് അനാപാറ്റിക്ക് എന്നൊക്കെ പറഞ്ഞാണ്ട് അച്ഛനും പറഞ്ഞത്. ഇത് ഞാൻ സൂചിപ്പിച്ചിരിക്കുക. ലിറ്ററലി ദൈവത്തിന്റെ പ്രവൃത്തികളും മനുഷ്യന്റെ പ്രവൃത്തികളുമുണ്ട്. ദൈവത്തിന്റെ പ്രവൃത്തി മാത്രമല്ല, മനുഷ്യന്റെ പ്രവൃത്തിയും ലിറ്ററലിയിലുണ്ട്. ഈ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നതൊക്കെ അത് ഡിസെൻഡിങ് മൂവ്മെന്റ്സ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കും. അത് ദൈവത്തിന്റെ ചെയ്തികളാണ്. മനുഷ്യരിൽ നിന്ന് ഉയരുന്നത് എന്താ? കുർബാനയിൽ മനുഷ്യരിൽ നിന്ന് ഉയരുന്നത് ആരാധന, സ്തുതി, കൃതജ്ഞത, നമ്മുടെ അപേക്ഷകൾ, അതൊക്കെ നമ്മളിൽ നിന്ന് ഉയരുന്നതാണ്. അതാണ് അസെൻഡിങ് മൂവ്മെന്റ്സ്. ഡിസെൻഡിങ് മൂവ്മെന്റ്സ് എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്ന്, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന അനുഗ്രഹങ്ങളും ചെയ്തികളും ഒക്കെ ഡിസെൻഡിങ് മൂവ്മെന്റ്. നമ്മുടെ ഭാഗത്തു നിന്നുള്ള മനുഷ്യന്റെ പ്രവൃത്തികള് അതിന് മറുപടിയായിട്ട് നമ്മൾ കൊടുക്കുന്നു. അപ്പൊ ദൈവത്തിന്റെ പ്രവൃത്തികളെ ഹൃദയത്തിലും മനസ്സിലും ഏറ്റുവാങ്ങി അതിന് അനുയോജ്യമായ പ്രതികരണങ്ങളാണ് മനുഷ്യന്റെ ചെയ്തികളെ അർത്ഥപൂർണമാക്കുന്നത്. അപ്പൊ ലിറ്ററലിയിൽ മനുഷ്യന്റെ ചെയ്തികളെ അർത്ഥപൂർണമാക്കുന്നത് എന്താ വാസ്തവത്തിൽ? ദൈവത്തിന്റെ പ്രവൃത്തി മനസ്സിലാക്കി അതിനോട് നമ്മൾ പ്രതികരിക്കുമ്പോഴാണ് അത് അർത്ഥപൂർണമായിട്ട് തീരുന്നത്. വാസ്തവത്തിൽ ഇത് നമ്മൾ ചെയ്യുന്ന എന്താ? ഇതൊന്നും മനസ്സിലാക്കാതെ നമ്മൾ ദൈവത്തിന് കൊടുക്കുന്ന ഒരു പ്രാർത്ഥന അല്ലെങ്കിൽ കാഴ്ചയർപ്പണമാണ് ലിറ്റർജി എന്ന് പറയുമ്പോൾ ബെന്റിക് പാപ്പ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ ലിറ്റർജി ഒരു ഹാസ്യ അനുകരണമായി നടത്തി. അങ്ങനെയാണ് അദ്ദേഹം വിശേഷിക്കുന്നത്.
ഒന്നും മനസ്സിലാക്കാതെ നമ്മളെന്തോ ചെയ്ത് കൂട്ടുന്നതായിട്ട് വരുമ്പോൾ അതൊരു ഹാസ്യാനുകരണമായിട്ട് അത് പതിക്കുക. അതുകൊണ്ട് ആരാധനാ പരിശീലനത്തെ കുറിച്ച് ബെനഡിക്ട് പാപ്പ നൽകുന്ന നിരീക്ഷണം വളരെ പ്രധാനപ്പെട്ടതാണ്. അദ്ദേഹം പറയുകയാണ്, ബാഹ്യകർമ്മങ്ങളുടെ പഠനവും പരീക്ഷണവും അല്ല ശരിയായ ആരാധനാ പരിശീലനം, മറിച്ച് ലിറ്റർജിയെ അതാക്കുന്ന മുഖ്യ കർമ്മത്തിലേക്ക് ഒരുവൻ അനയിക്കപ്പെടും. ലിറ്റർജി അതാക്കുന്ന മുഖ്യ കർമ്മത്തിലേക്ക് അതാണ്. എന്ന് വെച്ചാൽ പിതാവ് സംവിധാനം ചെയ്ത പുത്രന്റെ മനുഷ്യാവതാരമുണ്ട്, തുടർന്ന് 30 വർഷത്തെ രഹസ്യ ജീവിതമുണ്ട്, 3 വർഷത്തെ പരസ്യ ജീവിതമുണ്ട്, അതിന്റെ സമാപനത്തില് പീഡാസഹനമുണ്ട്, മരണമുണ്ട്, കബറടക്കമുണ്ട്, ഉത്ഥാനമുണ്ട്, ഇല്ലേ? ഇതെല്ലാം ദൈവം സംവിധാനം ചെയ്തത്. അത് മനസ്സിലാക്കി അതിനോട് ആ മുഖ്യ കർമ്മത്തോട് നമ്മളെ സഹകരിക്കണം. അതായത് രൂപാന്തരപ്പെടുത്തുന്ന ദൈവത്തിന്റെ ശക്തിയിലേക്ക് ലിറ്റർജിയിലൂടെ നമ്മയും ലോകത്തെയും രൂപാന്തരപ്പെടുത്തുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു വെക്കുക, വൈദികരുടെയും ആത്മാരുടെയും ആരാധനക്രമപരമായ പരിശീലനം ദയനീയമാം വിധം അപര്യാപ്തമാണെന്ന് എന്ന് 181-182 പേജുകളിൽ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് കാണാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ലിറ്റർജിയിലെ പ്രധാന ഘടകം ദൈവത്തിന്റെ പ്രവൃത്തിയാകയാൽ അതിലെ സജീവ പങ്കാളിത്തത്തിന് മനുഷ്യനെ ഏറെ സഹായിക്കുന്നത് അവന്റെ ഹൃദയവും മനസ്സും. അപ്പൊ നിങ്ങൾ പള്ളി വരുമ്പോ ഏറ്റവും പ്രധാനമായിട്ട് ഒരുക്കിക്കൊണ്ട് വരുന്നതാണ് എന്താ? നല്ല ഡ്രസ്സൊക്കെ ധരിക്കുന്നതിലാണ് വേണം. പക്ഷെ അതിനേക്കാൾ ഏറെ നമ്മൾ ഒരുക്കിക്കൊണ്ട് വരേണ്ടത് എന്താ? നമ്മുടെ ഹൃദയവും മനസ്സും. നമ്മുടെ ഹൃദയവും മനസ്സുമാണ് ഒരുക്കിക്കൊണ്ട് വരേണ്ടത്. മനുഷ്യൻ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിക്ക് പിന്നിലും അത് ഫലദായകമാക്കുവാൻ സഹായിക്കുന്ന മനോഭാവങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആവശ്യമാണ്. സ്വന്തം കൊൻസിലിയിൽ 11 ആവശ്യപ്പെടുന്നത് പോലെ ലിറ്റർജിയിൽ പ്രത്യേകിച്ച് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാൻ വരുന്നവർക്ക് ഉണ്ടായിരിക്കേണ്ട മനോഭാവങ്ങൾ നമ്മുടെ കുർബാന പുസ്തകത്തില് കൊടുത്തിട്ടുണ്ട്. 6 എണ്ണം നമ്മുടെ കുർബാന പുസ്തകത്തിൽ നിന്ന് നമുക്ക് ആദ്യം ഓടിച്ചതാണ്. ഏതൊക്കെയാണ് ഈ മനോഭാവങ്ങൾ എന്ന്? 6 എണ്ണം. അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്നാമത്തെ ഏകന്ത പ്രാർത്ഥനയിൽ കൊടുത്തിരിക്കുന്നതാണ്. ഒന്നാമത്തെ ഏകന്ത പ്രാർത്ഥന എടുക്കാവോ? ഒന്നാമത്തെ ഏകന്ത പ്രാർത്ഥന കുർബാന പുസ്തകത്തിൽ ഞങ്ങളുടെ കർത്താവാദേവി എന്നൊക്കെ പറഞ്ഞ് അതിന്റെ അകത്ത് ആദ്യത്തെ 2 മനോഭാവങ്ങൾ, ഏതൊക്കെ മനോഭാവങ്ങളാണ് നമുക്ക് ഉണ്ടായിരിക്കേണ്ടത് എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നത് കാണാനായിട്ട് സാധിക്കും. കണ്ടോ? ഒന്ന് വായിക്കാമാണെങ്കിലും ഞങ്ങൾ അപേക്ഷിക്കും. അപ്പം കുർബാനയ്ക്ക് വരുമ്പോൾ ഉണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മനോഭാവം ഏതാണ്? തികഞ്ഞ സ്നേഹം. തികഞ്ഞ സ്നേഹം. രണ്ടാമത്തത് ഉറച്ച വിശ്വാസം. എന്താണ് നമുക്ക് പിന്നീട് നോക്കാം. ഇനി ഒരു 4 എണ്ണം വാസ്തവത്തിൽ നമ്മുടെ കുർബാന പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മുടെ പല പള്ളികളിലും അത് ചെല്ലാനായിട്ടുള്ള അവസരങ്ങളൊന്നും ഉണ്ടാകുന്നുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം അത് ചെറിയ അക്ഷരത്തിൽ കൊടുത്തിരിക്കുകയാണ്. ഉപേക്ഷിക്കപ്പെടേണ്ട സ്ഥലത്താണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരങ്ങളുടെ രഹസ്യങ്ങളെ എന്നുള്ള പ്രാർത്ഥന എടുത്ത് നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരങ്ങളുടെ രഹസ്യങ്ങളെ അനുരഞ്ജന ശുശ്രൂഷയില് ശുശ്രൂഷയുടെ പ്രാർത്ഥന കണ്ടോ? ഭക്തിയാദങ്ങളോടെ സമീപിക്കാം. അതിന്റെ അവസാനത്തെ 2 വാക്യങ്ങളൊന്ന് വായിക്കാം. പൂർണ്ണ ഹൃദയത്തോടും വിനീത മനസ്സോടും കൂടെ നമുക്ക് നിത്യജീവന്റെ ദാനം സ്വീകരിക്കാം. അടുത്ത സെന്റൻസ്, നിഷ്കളങ്കമായ പ്രാർത്ഥനയോടും അഗാധമായ മനസ്താപത്തോടും കൂടെ സഭയുടെ ദിവ്യ രഹസ്യങ്ങളിൽ പങ്കുപോകാം. നിങ്ങൾ വല്ല പള്ളികളിൽ ഇത് വായിക്കാറുണ്ടോ? ഇത് പിശാച് നമ്മുടെ മനസ്സിലേക്ക് മറച്ചു വെച്ചിരിക്കുകയാണ്. വാസ്തവത്തില് ഇവിടെ പുസ്തകത്തിലുണ്ട്. നിങ്ങളുടെ പുസ്തകത്തിലില്ലേ നോക്കി 93-ാമത്തെ പേജിൽ എടുത്താൽ അത് കാണാനായിട്ട് സാധിക്കും. 93 പേജ്. അപ്പൊ അവിടെ വാസ്തവത്തില് അത് ചെല്ലുന്നില്ലെങ്കിൽ പോലും നിങ്ങളുടെ സ്വന്തം പുസ്തകമാണെങ്കിൽ അവിടെ ഒന്ന് വരച്ചിട്ടാൽ ആ ഭാഗത്ത് വരുമ്പം ഇത് നമ്മുടെ മനസ്സിലേക്ക് പരിശുദ്ധാത്മാവ് തരാൻ സഹായിക്കും. നമ്മൾ ഉടനെ പരാതി പറയും ഞങ്ങൾ അവിടെ ചെല്ലുന്നില്ല. അങ്ങനെ നമ്മുടെ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ അത് മനസ്സിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്ന. അപ്പൊ 6 മനോഭാവങ്ങൾ എന്താണെന്ന് പെട്ടെന്ന് പറയാമോ? തികഞ്ഞ സ്നേഹം, ഉറച്ച വിശ്വാസം, പൂർണ്ണ ഹൃദയം, വിനീത മനസ്സ്, നിഷ്കളങ്കമായ പ്രാർത്ഥന,
അഗാധമായ മനസ്സാണ്. നമുക്കിത് എന്താണെന്നൊന്ന് ഓടിച്ച് നോക്കാം. ഇത് വാനയിലെ സജീവ ഭാഗഭാഗിത്വത്തിന് വരും നമ്മളെ സഹായിക്കുന്ന മനോഭാവങ്ങളാണ്. ഒന്നാമത്തെ മനോഭാവം എന്ന് പറയുന്നത് തികഞ്ഞ സ്നേഹമാണ്. എന്താ ഈ തികഞ്ഞ സ്നേഹം? തികഞ്ഞ സ്നേഹം എന്താ? പറയിപ്പിച്ചു പോകാൻ നമ്മൾ എപ്പോഴും തീരെയല്ല. ഞാൻ തന്നെ പെട്ടെന്ന് പറയുകയാണ്. തികഞ്ഞ സ്നേഹം എന്ന് പറയുന്നത് രക്ഷിക്കുന്ന സ്നേഹമാണ്. രക്ഷിക്കുന്ന സ്നേഹം. ചിലർ ചോദിക്കും, ജീവൻ കൊടുക്കുന്ന സ്നേഹമല്ലേ തികഞ്ഞ സ്നേഹം? ഒരു പെണ്ണും ചെറുക്കനും സ്നേഹിച്ചു, ഒരു ഡിമാൻഡും ഇല്ല, അവർ രണ്ടും കൂടെ അവസാനം പോയി രക്ഷപ്പെട്ടോ? അതുകൊണ്ട് ജീവൻ കൊടുക്കുന്നു എന്നതില് തികഞ്ഞ സ്നേഹത്തിന്റെ ലക്ഷണം ഇല്ല. തികഞ്ഞ സ്നേഹം എന്ന് പറയുന്നത് രക്ഷിക്കുന്ന സ്നേഹമാണ്. അപ്പൊ അടുത്തൊരു ചോദ്യമുണ്ട്, എന്താണ് രക്ഷ? എന്റെ കൂടെ കൂടിയ ഞാൻ നിന്നെ രക്ഷിക്കാന്ന് പറഞ്ഞാൽ പലരും കൊണ്ടുപോകുന്നത്, പക്ഷേ ചെന്ന് നാശത്തിലേക്കാണ്. അതുകൊണ്ട് എന്താണ് രക്ഷ എന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. എന്താണ് രക്ഷ? ഈശോയുടെ സ്നേഹം എന്തുകൊണ്ട് തികഞ്ഞതായി? ഈശോ നമ്മളെ എങ്ങോട്ട് കൊണ്ടുപോകാനാവുന്ന? പിതാവിലേക്ക് കൊണ്ടുപോകാൻ കേട്ടോ. അപ്പൊ രക്ഷ ആരാ? പിതാവിന്റെ സന്നിധി. പിതാവിന്റെ സന്നിധിയാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം രക്ഷയുടെ സ്ഥലം. അപ്പൊ എന്താണ് തികഞ്ഞ സ്നേഹം? ആത്മാക്കൾ തന്നിലേക്ക് വളർത്തുവാണോ അതോ പിതാവായ ദൈവത്തിലേക്ക് വളർത്തുവാണോ വേണ്ടത്? പിതാവായ ദൈവത്തെ. വേറെ ഭാര്യയോ ഭർത്താവിനെയോ മക്കളെയോ അപ്പനെയോ അമ്മയോ സ്നേഹിക്കുന്നതിന് എനിക്ക് യോഗ്യതയില്ല. അടുത്ത പൂർണ്ണ ഹൃദയം വരുമ്പോൾ അതിന്റെ വിഷയം കൂടുതലായിട്ട് കാണും. ഏതായാലും തികഞ്ഞ ഒരാളോടെങ്കിലും പിണക്കം ഉണ്ടെങ്കിൽ എന്റെ ബലിയർപ്പണം ശരിയാവും. നിങ്ങൾ എന്താ പറയുന്നത്? ഇപ്പൊ എനിക്ക് ആരോടും പിണക്കമില്ലെന്ന് വിചാരിച്ചു, എന്നോട് ഒരാൾക്ക് പിണക്കമുണ്ട്, എനിക്ക് ബലിയർപ്പിക്കാൻ പറ്റുമോ? നിങ്ങൾ എന്നാ പറയുന്നത്? എന്നെ കണ്ടിട്ട് ഒരു പുള്ളിക്ക് അങ്ങ് വെറുപ്പ്, ഒരു വെറുപ്പല്ല. ഈ പുള്ളി പറഞ്ഞോണ്ട് എനിക്ക് അറിയാൻ ചെയ്യാം ആ പുള്ളി എന്നെ വെറുക്കുന്നുണ്ടെന്ന്. എനിക്ക് ബലിയർപ്പിക്കാൻ പറ്റുമോ? മത്തായി 5:23 എന്താ പറയുക? നിങ്ങൾക്ക് ആരോടെങ്കിലും നാണോ പറഞ്ഞേ? ഇതിനെടുത്ത് ആ വാചകം വായിച്ചു നോക്കിയേ. മത്തായി 5:21 പറയുന്നത്, നീ ബലിയർപ്പിക്കാൻ വരുമ്പോൾ ആർക്കെങ്കിലും നിന്നോട് വിരോധം ഉണ്ടെന്ന് അറിയാമെങ്കിൽ ബലിവസ്തുക്കൾ അവിടെ വെച്ചതിന് ശേഷം പോയി രമ്യപ്പെട്ടിട്ട് ബലിയർപ്പിക്കുക. എന്താ അതിന്റെ അർത്ഥം? എന്തുകൊണ്ടായിരിക്കും അവിടെ കാരണം? ഇപ്പൊ നിങ്ങളിൽ ഒരാൾക്ക് എന്നോട് പിണക്കമുണ്ട്. ഇപ്പോൾ സാറിന് എന്നോട് പിണക്കാന്ന് വിചാരിക്കുക, എനിക്ക് ബലിയർപ്പിക്കാൻ പറ്റിയില്ല. കാരണം എന്നാ, ഞാൻ നാളെ ബലിയർപ്പിക്കാൻ ചെല്ലുമ്പോ എന്നോട് ആദ്യം പിതാവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം എന്താണെന്ന് നമുക്ക് പറയാമോ? അതാണ് നമ്മൾ ബൈബിളിൽ മനുഷ്യനോട് ദൈവം ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം, നിന്റെ സഹോദരൻ. അപ്പൊ ഞാൻ ഈ സാറിന് എന്നോട് പിണക്കം, എനിക്ക് അങ്ങോട്ട് പിണക്കില്ലേ, എന്നോട് പുള്ളിക്ക് പിണക്കമുണ്ട്. ഞാൻ കർത്താവിന്റെ അടുത്ത് ചെന്ന് നിൽക്കുമ്പോ ആദ്യം എന്നോട് ചോദിക്കും, പോൾ സാർ എവിടെ? പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ശ്രദ്ധിക്കണം. ആ ചോദ്യം വരാതിരിക്കാനായിട്ട് ഒരു മാർഗമുണ്ട്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം അവനെ പലരും സ്റ്റേജ് പുരോഗതിയോ അല്ലെ മക്കളമാരെയോ മാർപ്പാപ്പാരെയോ ഒത്തിരി പേര് വെറുക്കും. അത് സ്വാഭാവികം. പക്ഷെ ദൈവത്തിന്റെ ഈ ചോദ്യം ഒഴിവാക്കാനായിട്ട് ഒരു മാർഗമുണ്ട്. അതാണ് പ്രായോഗികമായിട്ട് നമ്മൾ പരിശീലിക്കേണ്ടത്. എന്താണ് ആ മാർഗം എന്ന് പറയാം? പ്രാർത്ഥിച്ചാൽ മാത്രം പോലെ. അപ്പൊ ഞാന് കർത്താവിന്റെ അടുക്ക ചെന്ന് നിൽക്കുമ്പോ ഈ പ്രോത്സാഹനം എന്റെ ഹൃദയത്തിൽ കണ്ട കർത്താവിനോട് ചോദിക്കൂ, എന്തിയെ അവനോട് ചോദിക്കൂ, പിടികിട്ടിയോ? എന്നോട് വിരോധമുള്ളവരെ എന്റെ ഹൃദയത്തിൽ വഹിച്ചുകൊണ്ട് ഞാൻ ബലിപീഠത്തിൽ നിൽക്കണം. അപ്പോഴാ എനിക്ക് തികഞ്ഞ സ്നേഹം ഉണ്ടാവുള്ളൂ. പിടികിട്ടിയോ? നീ തികഞ്ഞ സ്നേഹം ഇല്ലാനുള്ള കുഴപ്പമില്ല. അദ്ദേഹത്തിന് എന്നോട് പിണക്കോ, എനിക്ക് തികഞ്ഞ സ്നേഹമുണ്ടോ? തികഞ്ഞ സ്നേഹം എന്താണെന്ന് നമ്മൾ കണ്ടേ? പിതാവിലേക്ക് നയിക്കുന്ന സ്നേഹം. അദ്ദേഹത്തെ പിതാവിലേക്ക് കൊണ്ടുവരാതെ എനിക്ക് തികഞ്ഞ സ്നേഹം ഉണ്ടാവുമോ? ഇല്ല. അതുകൊണ്ട് നിങ്ങൾ ബലിയർപ്പിക്കാനായിട്ട് വരുമ്പോൾ നിങ്ങളോട് വിരോധമുള്ളവരെ എല്ലാം എന്ത് ചെയ്യണം? ഹൃദയത്തിൽ കൊണ്ടുവരണം.
അങ്ങനെ കൊണ്ടുവരുന്നുണ്ടോ? ക്രൈസ്തവന്റെ സവിശേഷത. പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കണം. ഇനി മുതല് ഇത് പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. വലിയ ചെലവൊന്നുമില്ല. കർത്താവിന്റെ അടുത്ത് കൊണ്ട് കൊടുത്താൽ മതിയെന്നേ. നമ്മൾ വെറുതെ ഈശോയെ എന്റെ ഒരു പിണക്കോടെ എല്ലാവരെയും ഞാനങ്ങ് സമർപ്പിക്കും. ആരെങ്കിലും അറിയാവുന്നവരെ പേര് പറഞ്ഞ് ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ അതുകൊണ്ട് തികഞ്ഞ സേവ. ഇതിനെ കുറിച്ച് ഒത്തിരി പറയാനുണ്ടെങ്കിൽ ഞാനത് വിടുക. രണ്ടാമതിലേക്ക് വരുന്ന ഉറച്ച വിശ്വാസം. എന്താ ഉറച്ച വിശ്വാസം? കുർബാനയിലുള്ള ഉറച്ച വിശ്വാസം എന്ന് പറഞ്ഞാൽ പറയേണ്ടതാണ്. ഉറച്ച വിശ്വാസം എന്താ നിങ്ങൾ ശരിക്കും ഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ എന്താ ഉറച്ച വിശ്വാസം? കുർബാനയിൽ നടക്കുന്ന അത്ഭുതം എന്താണ്? അപ്പവും ഈശോയുടെ ശരീരവും രക്തവുമായിട്ട് മാറി. അത് മാത്രമേ ഉള്ളൂ. എന്തിനാ ഈ അപ്പവും ഈശോയുടെ ശരീരവും രക്തവുമായിട്ട് മാറിയത്? നമ്മളെ മറ്റൊരു ഈശോയാക്കി മാറ്റാൻ, നമ്മളെ ഈശോയിലേക്ക് രൂപാന്തരപ്പെടുത്താൻ, നമ്മളെ ദൈവത്തിന്റെ മകനും മകളുമാക്കി തീർക്കാൻ വേണ്ടിയിട്ടാണ് കുർബാന മാസത്തിൽ. അപ്പൊ കുർബാനയിലെ ഉറച്ച വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താ? ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിതാവായ പുത്രൻ മനുഷ്യനായിട്ട് അവതരിച്ച് നമ്മുടെ ജീവന്റെ രക്ഷയ്ക്കായി നിത്യജീവൻ നമുക്ക് നേടിത്തരുവാൻ ജീവന്റെ അപ്പമായി മാറുകയും, മാത്രം പോരാ, പലർക്കും അതിൽ വിശ്വാസം. ഈശോയുടെ ശരീരം രക്തമായിട്ട് മാറി ഇരുവികാരുണ്യം എന്ന് പറഞ്ഞ് നമ്മൾ വയർക്ക് നേരെ ഇരുന്ന് പ്രാർത്ഥിക്കാനും ആരാധിക്കാനും ഒക്കെ നമുക്ക് പറ്റുന്നുണ്ട്. പക്ഷേ കർത്താവ് എന്തിനാണ് അപ്രകാരം മാറിയത് എന്നതിനെ കുറിച്ചുകൂടി ഒന്ന് ചിന്തിച്ച്. എന്തിനാ മാറിയത്? നമ്മളെ രൂപാന്തരപ്പെടുത്തുക, നമ്മളെ മറ്റൊരു ക്രിസ്തുവാക്കി ഈശോയാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് അവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്, ആ അപ്പം ഭക്ഷിക്കുന്നത് വഴി മനുഷ്യൻ ഈശോ മിശിഹായിലേക്ക് രൂപാന്തരം പ്രാപിച്ച് നിത്യജീവൻ അവകാശിയാവുകയും ചെയ്യുന്നു എന്ന ഉറച്ച ബോധ്യമാണ് കുർബാനയിലുള്ള ഉറച്ച വിശ്വാസം. പിടികിട്ടിയോ? അപ്പൊ കുർബാനയ്ക്ക് വരുമ്പോണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് മനോഭാവങ്ങൾ എന്തൊക്കെയാണ്? തികഞ്ഞ സ്നേഹവും ഉറച്ച വിശ്വാസം. ക്ലിയറായെന്ന് വിചാരിക്കുന്നു. മൂന്നാമത്തത് നമ്മൾ കണ്ടു, പൂർണ്ണ ഹൃദയം. എന്താ പൂർണ്ണ ഹൃദയം? ഈ പൂർണ്ണ ഹൃദയത്തെ കുറിച്ച് പഠിപ്പിക്കാൻ തന്നെ 1 മണിക്കൂർ വേണം വാസ്തവത്തില്. പൂർണ്ണ ഹൃദയം നമുക്ക് ഉണ്ടോന്നൊക്കെ നമുക്ക് വേണ്ട പരീക്ഷിച്ചറിയാനുള്ള മാർഗങ്ങളുണ്ടായിരുന്നു. പക്ഷെ നമ്മളിപ്പോ അതിനൊന്നും സമയം നമുക്കില്ലാത്തത് കൊണ്ട് ഞാൻ ചെയ്യുന്നില്ല. എന്താണ് പൂർണ്ണ ഹൃദയം? പൂർണ്ണ ഹൃദയം എന്ന് പറയുന്നത് ദൈവത്തെ കൊണ്ട് നിറച്ച ഹൃദയം. ദൈവത്തെ കൊണ്ട് നിറയ്ക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഈശോയെ കൊണ്ട് നിറയ്ക്കുക. ഈശോയാണല്ലോ നമുക്ക് കാണാനും കേൾക്കാനും തൊടാനും സ്പർശിക്കാനും ഒക്കെ ആയിട്ട് കിട്ടിയത്, അല്ലേ? ഇതിനല്ലേ ഈശോ മനുഷ്യനായിട്ട് വന്നേ. അപ്പൊ നമുക്ക് ഈശോയെ കൊണ്ട് എങ്ങനെയാ ഹൃദയം നിറയ്ക്കുക? ഒന്നാം സ്ഥാനം എപ്പോഴും ദൈവത്തിന് കൊടുക്കുക. ഒന്നാം സ്ഥാനം എപ്പോഴും ഈശോയ്ക്ക് കൊടുക്കുക എന്നുള്ളതാണ്. ഇനി ഈശോയ്ക്ക് ഒന്നാം സ്ഥാനം കൊടുക്കുക എന്ന് പറഞ്ഞാൽ, അല്ലെ ഈശോയെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? വളരെ വ്യക്തമായിട്ട് ബൈബിൾ പറയുന്നുണ്ട്. ഈശോയെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അവന്റെ കൽപ്പനകൾ പാലിക്കുക എന്നുള്ളതാണ്. ഈശോയെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അവന്റെ കൽപ്പനകൾ പാലിക്കുക. നമ്മൾ എങ്ങനെ പാലിക്കണം എന്ന് കർത്താവ് നമ്മളോട് പറയുന്നത്. അപ്പൊ വചനം അനുസരിച്ച് നാം പ്രവർത്തിക്കുമ്പോൾ, വചനമാകുന്ന ഈശോയെ ഹൃദയത്തിൽ സൂക്ഷിച്ച് ആ വചനം അനുസരിച്ച് നാം പ്രവർത്തിക്കുമ്പോഴാണ് നമ്മൾ പൂർണ്ണ ഹൃദയമുള്ളതായിട്ട്. ഇപ്പൊ ഒരാൾ നമ്മളെ ചീത്ത പറയുന്നു വിചാരിച്ചു, നിങ്ങളോട് ഇങ്ങോട്ട് തയ്യാറായിലേക്ക് പോകുന്ന വഴിക്ക് ഒരാൾ പോയാൽ തയ്യാറായി പോവുക, ഒത്തിരിയൊക്കെ വേറെ പണിയില്ലേ എന്ന് പറഞ്ഞാൽ 2 ചീത്ത വാക്കും ഒക്കെ പറഞ്ഞാൽ നിങ്ങളുടെ പ്രതികരണം എന്തായിരിക്കും? ഉടനെ പെട്ടെന്ന് എന്താ ഇതിനൊക്കെ എന്നെ വട്ടെന്ന് നമ്മൾ വിചാരിക്കും. ഒരുങ്ങിയാട്ടെ വാസ്തവത്തിൽ ഈശോ എന്താ അങ്ങനെ എന്ത് പറയണമെന്ന് ഈശോ പറയും. ഈശോയെ കൊണ്ട് നിറച്ച ഹൃദയമാണ് നമ്മുടേതെങ്കിൽ എന്നെ ദ്രോഹിക്കുന്നവർക്ക് വേണ്ടി നമ്മളെ അധിക്ഷേപിക്കുന്നവരെ അനുഗ്രഹിക്കുക. നമ്മളോട് അങ്ങനെ പറയുമ്പോൾ ഈശോയെ ഇവനെ അനുഗ്രഹിക്കണം, ഇവന്റെ മേൽ കൃപയാകണമേ എന്ന് പറയാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ പൂർണ്ണ ഹൃദയം ഉണ്ടോ? ഓക്കെ, അതുകൊണ്ട് പൂർണ്ണ ഹൃദയം എന്താണെന്ന് പിടികിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈശോയ്ക്ക് ഒന്നാം സ്ഥാനം കൊടുക്കണം. ഈശോയ്ക്ക് ഒന്നാം സ്ഥാനം കൊടുക്കുക എന്ന് പറഞ്ഞാൽ കൽപ്പനകൾ പാലിക്കുക. നമ്മൾ പെരുമാറണമെന്നും പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ച് പെരുമാറുന്ന ശൈലി. നമ്മളത് കൃപ അവസാനത്തിലേക്ക് വരുമ്പോൾ ആ ശൈലിയെ കുറിച്ച് നമ്മൾ കൂടുതൽ കാണും. അപ്പൊ മൂന്നാമത്തെ മനോഭാവം എന്താണ്?
പൂർണ്ണ ഹൃദയം. നാലാമത്തെ മനോഭാവം എന്ന് പറയുന്നതാണ് വിനീത മനസ്സ്. വിനീത മനസ്സ്. എന്താ വിനീത മനസ്സ്? വിനീത മനസ്സിന്റെ 2-3 ലക്ഷണങ്ങൾ അതിന്റെ അകത്ത് കുർബാന പുസ്തകത്തിലെ പ്രാർത്ഥനകളിലാണ് അത് കൊടുത്തിരിക്കുന്നത്. ഒന്ന് ഫിലിപ്പിയർ 2:3 പറഞ്ഞു വെക്കും, മറ്റുള്ളവരെ തങ്ങളെക്കാൾ മനസ്സ്. മറ്റുള്ളവരെ തങ്ങളെക്കാൾ. കുർബാന പുസ്തകത്തിൽ സുവിശേഷ വായനയ്ക്ക് മുമ്പ് ഒരു പ്രാർത്ഥന കൊടുത്തിട്ടുണ്ട്. കർത്താവിന്റെ ജ്ഞാനത്താൽ ജ്വലിച്ച മനസ്സ്. കർത്താവിന്റെ ജ്ഞാനത്താൽ ജ്വലിച്ച മനസ്സ്. അതുപോലെ തന്നെ 2ാമത്തെ ഭൂശാപ പ്രാർത്ഥനയില് പറഞ്ഞിരിക്കുക, എല്ലാ അശുദ്ധതയിലും ദുഷ്ടതയിലും അസൂയയിലും വഞ്ചനയിലും വിദ്വേഷത്തിൽ നിന്ന് വിമുക്തമാക്കിയ മനസ്സ് 2ാം ഭൂശാപ പ്രാർത്ഥനയിലുണ്ട്. അതുപോലെ തന്നെ അതിന്റെ ആ പ്രാർത്ഥനയുടെ അടുത്ത ഭാഗം പറയുന്നത് എല്ലാവരോടും സ്നേഹവും ഐക്യവുമാകുന്ന മനസ്സ്. എല്ലാവരോടും സ്നേഹവും ഐക്യവും. അതാണ് വിനീത മനസ്സ്. വേറെ രീതി പറഞ്ഞാൽ എവിടെയും നന്മ കാണുന്ന മനസ്സ്. എവിടെ ചത്ത പട്ടിയിലും നന്മ കാണുന്ന മനസ്സ്. അതാണ് വിനീത മനസ്സ്. മനസ്സെന്താണെന്ന് പിടികിട്ടെന്ന് വിചാരിക്കുന്നു. ഇതിലൊക്കെ പരീക്ഷയുണ്ടായിരുന്നു. നമുക്ക് സമയമില്ലാത്തതുകൊണ്ടല്ല, ഇതിന് ഓരോന്നിനും പരീക്ഷയുണ്ട്. വിനീത മനസ്സുണ്ടോ എന്നൊക്കെ അറിയാം. നമുക്ക് തന്നെ കൃത്യം അറിയാൻ പറ്റും നമ്മുടെ മനസ്സ് എങ്ങനെയാണ്, പ്രകൃതി എങ്ങനെയാണ് എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഈ 1 മണിക്കൂർ അല്ലെ 2 മണിക്കൂർ ഇതെല്ലാം തീർക്കേണ്ടതുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെയുള്ളതെല്ലാം വിടുക. ദൈവാത്മാവ് നിങ്ങളെ കൊണ്ട് കൂടുതൽ അതൊക്കെ ചിന്തിപ്പിക്കാൻ ഇടയാണ്. 4ാമത്തെ മനോഭാവം എന്നാൽ റോസ്മി ജോഷി ദയവായിട്ട് മൈക്ക് മ്യൂട്ട് ചെയ്യണം. കാരണം അവിടെ പറയുന്നത് മുഴുവൻ മറ്റുള്ളവർ വീട്ടുകാര്യങ്ങൾ. അതുകൊണ്ട് അത് മൈക്ക് മ്യൂട്ട് ചെയ്യണം റോസ്മി ജോഷി. ഓൺലൈനിൽ പങ്കെടുക്കുന്നവര് ഫോൺ ചെയ്തിരിക്കുന്ന മൈക്ക് മ്യൂട്ട് ചെയ്യണമെന്നാണ് ചിലർ പറയുന്നത്. ഒന്ന് ശ്രദ്ധിക്കുക. അടുത്തത് നിഷ്കളങ്കമായ പ്രാർത്ഥന മനോഭാവം. നിഷ്കളങ്കമായ പ്രാർത്ഥനാ മനോഭാവം. എന്താ നിഷ്കളങ്കമായ പ്രാർത്ഥനാ മനോഭാവം? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ പിതാവിന്റെ ഹിതമന്വേഷിക്കുന്ന പ്രാർത്ഥന. നമ്മളൊക്കെ പള്ളി ചെന്നിട്ട് എന്താ ചെയ്യുന്നത്? നമ്മുടെ ആവശ്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. അത് വാസ്തവത്തിൽ പ്രാർത്ഥന എന്ന് പറയാൻ പറ്റുമോ? ഈശോയുടെ ഗച്ഛാനത്തോട്ടത്തിലെ പ്രാർത്ഥന അതാണ് നിഷ്കളങ്കമായ. എന്താ? പിതാവെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം മാറ്റി തന്നെ. അവിടെ നിർത്തിയോ? എങ്കിലും എന്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ കേട്ടോ. ആ മനോഭാവമാണ് നിഷ്കളങ്കമായ. പിതാവിന്റെ ഹിതമന്വേഷിക്കുന്ന പുത്രന്റെ അല്ലെങ്കിൽ പുത്രിയുടെ മനോഭാവം. അതാണ് നിഷ്കളങ്കമായ പ്രാർത്ഥന. പള്ളി വരുമ്പം ആ മനോഭാവം പോലെ അപ്പ എന്താണ് ഇന്നെ കുറിച്ചുള്ള അങ്ങയുടെ ഹിതം എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. ആ മനോഭാവത്തോടെ പ്രാർത്ഥിക്കുമ്പോഴാണ് നിഷ്കളങ്കമായിട്ട് തീരുന്നത്. ഓക്കെ. അവസാനത്തത് അഗാധമായ മനസ്താവം. അഗാധമായ എന്താണ് അഗാധമായ മനസ്താവം? 2 പേര് പള്ളിയിൽ പോയ കാര്യം നമുക്കറിയാലോ. പ്രീശനും ചുങ്കക്കാരൻ അല്ലെ. ചുങ്കക്കാരൻ എന്താ പറഞ്ഞേ? ഞാൻ പാപിയാണ്. അത് മാത്രമേ അദ്ദേഹം പറഞ്ഞുള്ളൂ. ആർക്കാ കൂടുതൽ കിട്ടിയ? ചുങ്കക്കാരനാണോ കിട്ടിയ പ്രീശനാണോ? പ്രീശന് ഇതുമാത്രം നന്മ ചെയ്തെന്ന് നിങ്ങൾ അവിടെ ശ്രദ്ധിക്കുന്നു. വല്ല പാപം ചെയ്തതായിട്ട് പറയുന്നുണ്ടോ അവിടെ? ഇല്ല. അദ്ദേഹം ഒത്തിരി നന്മകൾ ചെയ്തു. ആഴ്ചയിൽ 2 പ്രാവശ്യം ഉപവസിച്ചു അല്ലെ. ശാംശം കൃത്യമായിട്ട് കൊടുത്തു. പക്ഷേ അദ്ദേഹത്തിന് ഇല്ലാതെ പോയത് എന്താന്ന് പറയാം? നമ്മൾ ഈ പറഞ്ഞ മനോഭാവത്തിൽ ഒന്ന് അദ്ദേഹത്തിന് ഇല്ലായിരുന്നു. ഏതായിരുന്നു? വിനീത മനസ്സ്. മറ്റുള്ളവരെ തന്നെ ശേഷം അദ്ദേഹം മറ്റവനുമായിട്ടാണ് തിരിച്ചു പറഞ്ഞു, ഇരിക്കുന്നവനെ പോലും ഒന്നുമല്ല. പള്ളി ചിലപ്പോൾ അങ്ങനെ ഉണ്ടാകും. പള്ളി ചെന്നിരിക്കുമ്പോഴാണ് ആണ്ടൊക്കെ നിൽക്കുന്നത്. അവരൊക്കെ പള്ളി വന്നിരിക്കുക എന്നും പറഞ്ഞ് തിരിച്ചുകൊണ്ടിരിക്കും. അവനെ കഴിഞ്ഞും മോശം നമ്മളായിട്ട് പ്രാക്ടിക്കലായിട്ട് നടക്കുന്നത് അങ്ങനെയൊക്കെയാണ്. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം. അഗാധമായ മനസ്താവം. ഞാൻ പാപിയാണെന്നുള്ള അവബോധം. 1 തിമോത്തി 1:15 പൗലോസ് പറഞ്ഞു വെക്കുന്നതാണ്. ഞാൻ പാപികളിൽ ഒന്നാണ്. അതാണ് കാര്യം. അപ്പോൾ ചുങ്കക്കാരൻ പുലർത്തിയ മനോഭാവം. പ്രിയപ്പെട്ടവരെ, അതാണ് 6 മനോഭാവങ്ങൾ. നമുക്ക് വേറെ ഇഷ്ടം പോലെ ഉണ്ട്. എങ്കിലും ഞാൻ ബലിയർപ്പിക്കാൻ വരുമ്പം നമുക്കുണ്ടായിരിക്കേണ്ട അനുഗുണമായ മനോഭാവം കുർബാന പുസ്തകത്തിലൂടെ തന്നെ പരിശുദ്ധാത്മാവ് എടുത്ത് കാണിക്കുന്നത് ഞാനൊന്ന് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ക്ലിയർ ആയല്ലോ? നമുക്ക് അടുത്തേക്ക് കിടക്കാം. ലിറ്റർജിയിലൂടെ നമ്മുടെ ഒഴുകി വരുത്തുന്ന 4 സ്നേഹപ്രവാഹങ്ങൾ. നമ്മൾ പറഞ്ഞല്ലോ, ലിറ്റർജി എന്ന് പറയുന്ന ആരുടെ പ്രവൃത്തിയാണ്? ദൈവത്തിന്റെ പ്രവൃത്തി. ദൈവത്തെ കുറിച്ചുള്ള ഏറ്റവും മനോഹരമായ ഡെഫിനിഷൻ എന്താണ്? ദൈവം സ്നേഹമാണ്. ദൈവം സ്നേഹമാണ്. അതാണ് ഏറ്റവും. ദൈവം സ്നേഹമാണ്. ഈ സ്നേഹം ഒഴുക്കി തരലാണ് ദൈവത്തിന്റെ പ്രവൃത്തി. ലിറ്റർജിയിലെ ദൈവത്തിന്റെ പ്രവൃത്തി ഈ സ്നേഹം നമ്മളിലേക്ക് ഒഴുക്കുന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞല്ലോ, സാക്രസാന്തങ്ങൾ 10 പറഞ്ഞു വെച്ചിരിക്കുന്നത്
ആരാധനാക്രമത്തിൽ നിന്ന് ഒരു ഉറവയിൽ നിന്ന് പോലെ പ്രസാദപരത്തിന്റെ നീർച്ചാലിങ്ങോട്ട് ഒഴുകുന്നെന്നാ പറയുന്നത്. പ്രസാദപരത്തിന്റെ നീർച്ചാല് ഒഴുകുന്നത്. 4 സ്നേഹങ്ങളാണ് കുർബാനയിലൂടെ ഒഴുകി വരുന്നത്. 4 സ്നേഹങ്ങൾ. നിങ്ങളിത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ വേറെ സ്നേഹത്തിന്റെ പുറകെ ഒന്നും പോവുകയാണ്. പലപ്പോഴും നമ്മൾ ഇതൊന്നും മനസ്സിലാക്കാതെ ഏതോ ഒരു മാനുഷിക പ്രവൃത്തി ചെയ്യുന്നത് പോലെയാണ് കുർബാനയ്ക്ക് വന്നത്. കുർബാനയിലൂടെ ഒഴുകി വരുന്ന 4 സ്നേഹപ്രവാഹങ്ങൾ അതൊക്കെയാണത്. അതിനെ 4 വെളിപാടിന്റെ പുസ്തകത്തിൽ 22-ാം അധ്യായം 1 വാക്യവും 17-ാമത്തെ വാക്യമൊക്കെ എടുത്ത് നോക്കിയാൽ അവിടുന്ന് ഒഴുകി വരുന്ന സ്നേഹത്തെ കുറിച്ച് പറയുന്ന കാണാൻ സാധിക്കും. ഒഴുകി വരുന്ന സ്നേഹം. അതായത് ഒന്നാമത്തെ സ്നേഹത്തിന്റെ സ്നേഹമാണ് പിതാവായ ദൈവത്തിന്റെ സ്നേഹമാണ്. നമ്മുടെ കുർബാനയുടെ തുടക്കം തന്നെ ഞാൻ പറഞ്ഞില്ലേ, ആ പ്രൊസഷനിൽ എന്താണ് അനുഭവിക്കേണ്ടത്? പിതാവിന്റെ സ്നേഹം. ഇത് മാത്രമുണ്ട് ആ സ്നേഹം. ഏകജാതനെ നൽകാൻ തക്കമാണ്. നമ്മെ സ്നേഹിക്കുന്ന ഒരപ്പൻ നമുക്കുണ്ട്. എന്ന് ചോദിക്കട്ടെ, ഈ അപ്പന്റെ സ്നേഹം എപ്പോഴെങ്കിലും നമുക്ക് നഷ്ടപ്പെടുമോ? പിതാവായ ദൈവത്തിന്റെ സ്നേഹം എപ്പോഴെങ്കിലും നമുക്ക് നഷ്ടപ്പെടുമോ? വഴക്കുണ്ടാക്കിയാൽ നഷ്ടപ്പെടുവോ? മുടിയനായ പുത്രന്റെ എക്സാമിൽ നിങ്ങൾ നോക്കിയേ, ആ ചെറുക്കന് അവന്റെ സ്വാതന്ത്ര്യം, മകനെന്ന സ്വാതന്ത്ര്യം മനസ്സിലാക്കി അപ്പൻ അവന്റെ എല്ലാം കൊടുത്തു വിട്ടു. അപ്പനിൽ നിന്ന് അകലും തോറും ഈ ചെറുക്കൻ എന്തൊക്കെ നഷ്ടപ്പെട്ടു? അവന്റെ ആരോഗ്യം പോയി, അവന്റെ കൂട്ടുകാർ പോയി, അവന്റെ പണം തീർന്നു. അവൻ അവസാനം ഒരു പന്നിക്കൂട്ടി ചെന്ന് കിടക്കുകയാണ്. അവിടെ പന്നിക്ക് കൊടുക്കേണ്ടത് അവിടെ പോലും കിട്ടാതെ വന്നപ്പോഴും ആ ചെറുക്കന് നഷ്ടപ്പെടാതിരുന്ന ഒന്നുണ്ട്. ആ ചരടെ പിടിച്ച് അവൻ കയറി വന്ന് ആ ചരടെന്താ? അപ്പന്റെ സ്നേഹം. അവൻ പറഞ്ഞു, എന്റെ പിതാവിന്റെ ഭവനത്തിൽ മാത്രം സ്നേഹം. പ്രിയപ്പെട്ടവരെ ഓർക്കുക, നമ്മളെ എത്ര മാത്രം അകന്നു പോയാലും നമ്മളെ കാത്തിരിക്കുന്ന ഒരു അപ്പൻ നമുക്കുണ്ടെന്ന് ഓർക്കണം. അതാ സ്വർഗ്ഗസ്ഥനായ പിതാവിന്റെ സ്നേഹം. ഈശോ പഠിപ്പിക്കുന്ന ആ സ്നേഹം ഒരിക്കലും നമുക്ക് നഷ്ടപ്പെടുകയില്ല. നമുക്ക് അനുഭവിക്കാൻ പറ്റാതെ വരും നമ്മൾ പാപം ചെയ്യുമ്പോൾ. മനസ്സിലായല്ലേ? പാപം ചെയ്യുമ്പോൾ ഈ സ്നേഹം നമുക്ക് മനസ്സിലാക്കാനും പറ്റിയില്ല, ഗ്രഹിക്കാനും പറ്റിയില്ല. അതിൻ്റെതായ തിക്താനുഭവങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടിയും വരും. പക്ഷെ അത് പിതാവിന്റെ കുഴപ്പമാണോ? പിതാവ് കാത്തിരിക്കുക, എപ്പോഴാണ് ഇവൻ വരുന്നത്, കൂട്ടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് വീണ്ടും അവനെ ആഘോഷിക്കാൻ, ഇല്ലെന്ന് ഒരിക്കലും ആഘോഷിക്കാൻ കാത്തിരിക്കുന്ന ഒരു അപ്പൻ നമുക്കുണ്ട്. അപ്പൊ ഒന്നാമത്തെ സ്നേഹം പിതാവിന്റെ സ്നേഹമാണ്. രണ്ടാമത്തെ സ്നേഹം ആരുടെ സ്നേഹം? കുർബാനയിലൂടെ ഒഴുകി വരുന്ന പുത്രനായ ഈശോയുടെ സ്നേഹം. അപ്പൊ ഞാൻ 6:51, 56, റോമ 8, 38, 39 ഈ സ്നേഹത്തിന്റെ വിവരണം നമുക്ക് കാണാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, മൂന്നാമത്തെ സ്നേഹം പരിശുദ്ധാത്മാവിന്റെ സ്നേഹം. 1 Corinthians 3:16, 6:19, യോഹന്നാൻ 14:26 ഒക്കെ ഈ ആത്മാവിന്റെ, നമ്മുടെ ശരീരത്തിന്റെ ഭാഗമായി നമ്മളെ സ്നേഹിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സ്നേഹം. നാലാമത്തെ സ്നേഹം ആരുടെ സ്നേഹം? അമ്മയുടെ സ്നേഹം. അവരാകുന്ന അമ്മയുടെ സ്നേഹം, സഭയുടെ സ്നേഹം. വാസ്തവത്തിൽ ഈ 4 സ്നേഹങ്ങളാണ് നമ്മൾ വിശ്വാസ പ്രമാണത്തിൽ ഏറ്റുപറയുന്നത്. 4 പേര് വിശ്വസിക്കുന്നതല്ല നമ്മൾ ഏറ്റുപറയുന്നത്. പിതാവിനുള്ള വിശ്വാസം, പുത്രനുള്ള വിശ്വാസം, പരിശുദ്ധാത്മാവിലുള്ള വിശ്വാസം, സഭയാകുന്ന അമ്മയിലുള്ള വിശ്വാസം. അതാണ് ഈ 4 സ്നേഹങ്ങളാണ് നമ്മളിലേക്ക് ഒഴുകുക. അതാണ് ഞാൻ നിങ്ങൾ ചിന്തിച്ചിരിക്കും. ഇന്നും കുർബാനയിൽ പോയതാ ഈ 4 സ്നേഹങ്ങൾ ഒഴുകി വന്നിട്ട് നിങ്ങൾക്ക് അപ്പൊ സംതൃപ്തികളെല്ലാം നിറഞ്ഞു? അല്ലെ എന്തെങ്കിലും മാറ്റം വന്നോ? നേരത്തെ കഴിഞ്ഞു എന്തെങ്കിലും മാറ്റം ഇന്നത്തെ കുർബാനയ്ക്ക് ശേഷം വന്നോ? ഇല്ല. എന്തുകൊണ്ട് നമ്മൾ വിശുദ്ധ കുർബാനയെ ശക്തരാക്കപ്പെടുന്നില്ല? എന്തുകൊണ്ടായിരിക്കും? കാരണം പ്രിയപ്പെട്ടവരെ, നമ്മിൽ പലർക്കും ഈ സ്നേഹങ്ങൾ സ്വീകരിക്കാനോ ഉൾക്കൊള്ളാനോ കഴിയാതെ പോകുന്നത് നാം കൊണ്ടുവരുന്ന പാത്രത്തിന്റെ ശുദ്ധിയില്ലായ്മയും ഓട്ടകളും മൂലമാണ്. ഏത് പാത്രമാണ് കൊണ്ടുവരണ്ടേ? ഹൃദയവും മനസ്സും. ഹൃദയവും മനസ്സുമായി സ്നേഹം സ്വീകരിക്കാൻ കൊണ്ടുവരണ്ട. അല്ലാതെ അണിഞ്ഞൊരുങ്ങി പൗഡറും ഒക്കെ ഇട്ട് കൊണ്ടുവരുന്ന ഒരു ശരീരം മതിയോ? ഈ സ്നേഹം ഉൾക്കൊള്ളണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, ശുദ്ധമായ ഒരു ഹൃദയവും കഴുകി വെടിപ്പാക്കപ്പെട്ട ഒരു മനസ്സാക്ഷിയുമാണ് വേണ്ടത്. അതുകൊണ്ട് നമ്മള് കൊണ്ടുവരേണ്ട പാത്രം കഴുകി ശുദ്ധമാക്കപ്പെട്ട ഹൃദയവും വെടിപ്പാക്കണം. കുർബാന ക്രമം പേജ് 64 വിശ്വാസ പ്രമാണം തൊട്ട് മുമ്പുള്ള പ്രാർത്ഥനയിൽ അത് കൊടുത്തിട്ടുണ്ട്.
കഴുകി ശുദ്ധമാക്കപ്പെട്ട ഹൃദയത്തോടും വെടിപ്പാക്കപ്പെട്ട മനസ്സാക്ഷിയോടും കൂടെ അങ്ങയുടെ മുമ്പിൽ വ്യാപരിക്കാൻ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമ്മുടെ ഹൃദയം നമ്മെ കൊണ്ട് തന്നെ നിറഞ്ഞതാണ്. നമ്മളെ കൊണ്ട് തന്നെ നിറഞ്ഞു. അപ്പൊ അങ്ങനെ നിറച്ച ഒരു പാത്രത്തിലേക്ക് പിന്നീട് എന്തെങ്കിലും സ്വീകരിക്കാൻ പറ്റുമോ? പലപ്പോഴും എന്തുകൊണ്ടാണ് ആ പ്രീശന് കർത്താവെ ഒഴുകിയ സ്നേഹം ഉൾക്കൊള്ളാൻ പറ്റാതെ പോയത്? പ്രീശനെ പറഞ്ഞാൽ പിടികിട്ടിയോ? ചുങ്കകാരനും പ്രീശനും പള്ളിയിൽ പോയി ആ പ്രീശനിന്റെ അങ്ങോട്ട് ഹൃദയത്തിലേക്ക് ഒന്നും കടന്നില്ല. കാരണം എന്നാ? അവന്റെ ഹൃദയം കൊള്ളാം. നിങ്ങൾ അവന്റെ വാക്കെടുത്ത് നോക്കിയാൽ ഞാൻ 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 ആരാ നിറഞ്ഞിരിക്കുന്നത്? അവൻ തന്നെ. ഇടയുണ്ടോ? ഇല്ല. നമ്മൾ പള്ളിയിൽ ചെല്ലുമ്പോ നമ്മുടെ ഹൃദയത്തിൽ ആരാ നിറഞ്ഞിരിക്കുന്നത്? നമ്മളെ കൊണ്ട് തന്നെ പലപ്പോഴും നിറച്ചു വെച്ചിരിക്കുന്നത്. നമ്മുടെ വാക്കും പ്രവൃത്തിയും ശ്രദ്ധിച്ചാൽ പിടികിട്ടും. നമ്മൾ ചെയ്ത കാര്യങ്ങളും അതും ഇതും എന്റെ കർത്താവ് ഞാൻ ഇന്ന് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു ഇങ്ങനെ കൊണ്ട് നമ്മൾ നിറച്ചു വെച്ചുകൊണ്ട് ചെല്ലുക. ഇടയുണ്ടോ? അവിടെയാണ് പറ്റുന്നത് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഹൃദയവും മനസ്സും ഒരുക്കി കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കണം. വെറുപ്പും വിദ്വേഷവും മൂലം ഓർമ്മയുള്ള ഹൃദയവുമായിട്ട് ചിലർ വരും. ഞാൻ കണ്ടു ഓർക്കുന്നുണ്ട് പണ്ടൊരു ജേടുതി. അതുകൊണ്ട് നല്ല ജേടുതിയായിരുന്നു. പള്ളി വന്ന് നന്നായിട്ട് ഉറക്കൊക്കെ ചെല്ലും. പക്ഷെ പുതിയൊരു മരുമകൾ വന്നു. മരുമകളെ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുകൊണ്ട് മരുമകളുമായിട്ട് വഴക്കൊക്കെ ഉണ്ടാക്കും. എന്നാലും രാവിലെ ഏറ്റിട്ട് പറയും, ഞാൻ ഇപ്പം നിന്നോടൊന്നും പറയുന്നില്ല, ഞാൻ തിരിച്ചു വരുമ്പോ പറയാം. എന്നിട്ട് ഇവര് വന്ന് കുർബാന സ്വീകരിക്കും. കുർബാന സ്വീകരിക്കുമ്പോ ആരായിരിക്കും ഇവരിലേക്ക് കയറുന്നത്? പിശാച്. കാരണം വീണ്ടും ആ വീടിന്റെ വാതിൽ എത്തുമ്പോൾ ഇവരുടെ ഹൃദയം ശൂന്യമായി പിശാച് കയറി അതിന്. അപ്പൊ പിന്നെ ഭദ്രകാളിയാക്കിയല്ലേ മരുമകളെ അടിച്ചിരുത്ത പിടികിട്ടിയോ? നമ്മളിൽ പലരും അങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ ചെയ്യുന്നത്. അതുകൊണ്ട് വെറുപ്പും വിദ്വേഷവും മൂലം ഓട്ടയുള്ള ഹൃദയമായി എത്തുന്നവരും ഇല്ലാതില്ല. ദേവാലയത്തിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴേ അവരുടെ ഹൃദയം ശൂന്യമായി തീരും. ഈ സ്നേഹം പങ്കുവെക്കേണ്ടത് എങ്ങനെയാണെന്നറിയോ? കോരി കൊടുത്താലേ കുറെ കഴിയുമ്പോൾ എന്ത് പറ്റും? എന്റെ ഹൃദയത്തില് കുറേയേറെ സ്നേഹമുണ്ട്, ഞാനത് ഓരോരുത്തർക്കും കണ്ടോർക്കൊക്കെ ഇച്ചിരി കോരി കൊടുത്തു. അവസാനം എനിക്ക് തന്നെ പറ്റും, ശൂന്യായി പോകും. അതുകൊണ്ട് കോരി കൊടുക്കേണ്ടതല്ല, പിന്നെ എങ്ങനെയാ കൊടുക്കണ്ടേ? ഈ സ്നേഹം കൊടുക്കേണ്ടത് എങ്ങനെയാ? ഹൃദയം കവിഞ്ഞ ഒഴുക. എപ്പോഴും നമ്മുടെ ഹൃദയം എങ്ങനെ ഇരിക്കണം? പൂർണ്ണ സ്നേഹവുമായിട്ട് നിറഞ്ഞിരിക്കണം. അതുകൊണ്ട് തന്നെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഹൃദയം കവിഞ്ഞാണ് സ്നേഹം നമ്മിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പ്രവഹിക്കേണ്ടത്. മനസ്സിലായില്ലേ? ഹൃദയം കവിഞ്ഞ ഒഴുകണം. ഈശോയുടെ ഹൃദയം അങ്ങനെയായിരുന്നു, കവിഞ്ഞ ഒഴുകുന്നത്. അതുപോലെ കവിഞ്ഞൊഴുകും. അപ്പൊ അതുകൊണ്ട് നമ്മുടെ സജീവ ഭാഗത്തിന് ഹൃദയവും മനസ്സ് എങ്ങനെ ഒരുക്കണമെന്ന് പിതാക്കന്മാരെ നമ്മളെ പഠിപ്പിക്കുന്നതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ കൊണ്ടുവരിക. നമ്മുടെ കുർബാന ആരംഭിക്കുമ്പോൾ നമ്മൾ പറഞ്ഞ പ്രദർശനത്തിന് ശേഷം പിന്നീട് എന്ത് പറഞ്ഞാ തുടങ്ങുന്നത്? പ്രാർത്ഥന എന്ത് പറഞ്ഞ? അന്നാ പെസക. അതിന് നിങ്ങൾ പറയുന്ന ഉത്തരം എന്താ? അനുരഞ്ജിതരായി തീർന്നില്ല. അനുരഞ്ജിതം. അപ്പൊ ഹൃദയം ഒരുക്കേണ്ടത് എങ്ങനെയാണ്? അനുരഞ്ജനത്താൽ ഒരുക്കണം. എത്ര തരത്തിലുള്ള അനുരഞ്ജനം ആവശ്യമാണെന്നറിയാവോ? 6 തരത്തിലുള്ള അനുരഞ്ജനം ആവശ്യം. 6 തരത്തിലുള്ള അനുരഞ്ജനം. ഞാൻ അവിടെ എന്റെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കുക. 1 ദൈവത്തോടുള്ള അനുരഞ്ജനം, 2 സഹോദരങ്ങളോടുള്ള അനുരഞ്ജനം, 3 നമ്മോട് തന്നെയുള്ള അനുരഞ്ജനം, 4 പ്രപഞ്ചത്തോടുള്ള അനുരഞ്ജനം, 5 സഭയോടുള്ള അനുരഞ്ജനം, 6 ജീവിത സാഹചര്യങ്ങളോടുള്ള അനുരഞ്ജനം. ഒരുപക്ഷെ 5 നിങ്ങൾക്ക് പിടികിട്ടും, 6ാമത്തത് പലപ്പോഴും പിടികിട്ടിയെന്ന് വരികയല്ല. അല്ല, ഈ ജീവിത സാഹചര്യങ്ങളോടുള്ള അനുരഞ്ജനം. അതല്ല. ഇപ്പൊ എനിക്ക് തലവേദന ഉണ്ടെന്ന് വിചാരിച്ചു. ഞാൻ തലവേദനയായിട്ട് ബലിക്ക് പോയിരുന്നാൽ എങ്ങനെയായിരിക്കും സംഭവിക്കുക? ഇങ്ങനെ നമ്മൾ വെച്ചോണ്ടിരിക്കും. ഈ തലവേദനയായിട്ട് അനുരഞ്ജനപ്പെട്ടു പോയാലോ? എങ്ങനെയാ തലവേദനയായിട്ട് അനുരഞ്ജനപ്പെടുന്നത്? കാഴ്ചവെക്കുക മാത്രമല്ല, നമ്മൾ പോസിറ്റീവായിട്ട് ഹൃദയത്തിൽ നിന്ന് ചില ചിന്തകൾ വരേണ്ടതുണ്ട്. ഈ തലവേദന ഇപ്പൊ ഉണ്ടാകാൻ കാരണം എന്നാ? എന്റെ കർത്താവ് അത് ആഗ്രഹിക്കും. കർത്താവ് അറിയാതെ എന്തെങ്കിലും പറ്റുമോ? ഇല്ല. കർത്താവ് നിനക്ക് സ്തുതി, എനിക്ക് തലവേദന ഉണ്ട് കേട്ടോ, നീ തന്നതുകൊണ്ടല്ലേ തലവേദന. അപ്പൊ തന്നെ ഈ തലവേദന നമുക്ക് എന്തായിട്ട് തോന്നും? ലഘുവായിട്ട് തോന്നും, മധുരമുള്ളതായിട്ട് തോന്നും. മനസ്സിലാക്കുന്നുണ്ടോ? എന്റെ 2 കിഡ്നിയിലും കല്ലുകളുണ്ടാകുന്നു. ഈ കഴിഞ്ഞിടയിൽ ഞാനതൊന്ന് ഇറക്കിയത്. ഈ 2 കല്ലുകളിലും വേദന വന്നാലും ഒരു മധുരിക്കുന്ന അനുഭവം തരുവായിരുന്നു. കാരണം കർത്താവിന്റെ ഹിതമാണ്
എന്നുള്ള അങ്ങ് അക്സെപ്റ്റ് ചെയ്യണം. ഈ 6 അനുരഞ്ജനത പിന്നെ ഒറ്റ മാനദണ്ഡം. ആ മാനദണ്ഡം എന്താന്ന് പറയാം? ഈ 6 കാര്യത്തിലും ദൈവത്തോടുള്ള അനുരഞ്ജനം, സഹോദരങ്ങളുടെ അനുരഞ്ജനം, തന്നോടുള്ള അനുരഞ്ജനം, പ്രപഞ്ചത്തോടുള്ള അനുരഞ്ജനം, സഭയോടുള്ള അനുരഞ്ജനം, സാഹചര്യങ്ങളോ ഒറ്റ മാനദണ്ഡമാണ്. പിതാവിന്റെ ഹിതം, പിതാവിന്റെ ഹിതം, എല്ലാം പിതാവിന്റെ ഹിതം പ്രാവർത്തികമാക്കുമ്പോഴാണ് ഈ അനുജനം. ദൈവത്തോടെ ഹിതം നമ്മൾ എങ്ങനെയായിട്ട് അവിടുത്തെ മുമ്പിൽ നിൽക്കണമെന്നാണ്? വേലക്കാരനായിട്ടാണോ മക്കളായിട്ടാണോ? അപ്പൊ ദൈവത്തോടുള്ള അനുജനം എങ്ങനെ സാധ്യമാകുന്നത്? മക്കളായിട്ട് നിൽക്കണം. ഓക്കെ. സഹോദരങ്ങളുള്ള അനുജനം എങ്ങനെയാണ്? സഹോദരങ്ങളെ ആരായിട്ട് കാണണം നമ്മള്? ഇതിനെ പോലെ തന്നെ കാണണം. നമ്മളെ എങ്ങനെ പിടിക്കാൻ ഈശോ പഠിപ്പിച്ച സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ്. അപ്പം ബാക്കിയുള്ളവരാരും സഹോദരങ്ങൾ. അതാണ് സഹോദരങ്ങൾ. ദൈവഹിതം ഇവിടെ പ്രാവർത്തികമാക്കുക. ഇനി നമ്മോട് തന്നെയുള്ള അനുജനം, നമ്മൾ ആരാണെന്നുള്ളതാണ് ദൈവങ്ങളോട് പറയുന്നത്. ദൈവത്തിന്റെ മകനും മകൻ, നീ എന്റേതാണ്, നീ എന്റേതാണ്. അപ്പൊ ആ ഒരു ഇതിനോട് നമ്മൾ ഐക്യപ്പെട്ട് നിൽക്കണം. ദൈവത്തിന്റെ മകന് ചേർന്ന രീതിയിൽ സംസാരിക്കണം. തെറി പറഞ്ഞിട്ട് ഞാൻ ദൈവത്തിന്റെ മകനാണെന്ന് ചേർന്നെന്ന് നമ്മളോട് അനുചരപ്പെടുവോ? ഇല്ല. ദൈവത്തിന്റെ മകന് ചീത്ത പറയാൻ പറ്റുമോ? സംശയമാണോ? ശ്രദ്ധിക്കണം. നമ്മോട് തന്നെയുള്ള അനുരഞ്ജനം, ദൈവത്തിന്റെ ഹിതം. ഇനി പ്രപഞ്ചത്തോടുള്ള അനുരഞ്ജനം എന്താ? പ്രപഞ്ചം നമുക്ക് തോന്നിയാസം ചെയ്യാനുള്ളതാണ്. പ്രപഞ്ചം എങ്ങനെ കാണണമെന്നാ കർത്താവ് പറയുന്നത്? പ്രപഞ്ചം ദൈവത്തിന്റെ ഒരുക്കുന്ന സ്നേഹമാണ് ഈ പ്രപഞ്ചത്തിലുള്ളത്. പ്രപഞ്ചം പ്രാർത്ഥനാ പുസ്തകമാണ്. പ്രപഞ്ചം മുഴുവൻ ഒരു പ്രാർത്ഥനാ പുസ്തകമാണ്. ഒത്തിരി വിശദീകരിക്കാൻ നമുക്ക് സമയമില്ലാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ ജ്ഞാനത്തിന്റെ പുസ്തകം 16-ാമത്തെ അധ്യായത്തില് 24-25 വാക്യങ്ങളൊക്കെ പിന്നീട് നിങ്ങൾ വായിച്ചു നോക്ക്. ഇതെല്ലാം പ്രപഞ്ചത്തിൽ ദൈവത്തിന്റെ ആ പ്രവർത്തനം നമുക്ക് കപ്പത്തോട്ടത്തിലൂടെ പോകുമ്പോൾ കപ്പക്കോല് നട്ട് നമ്മള് കപ്പയായിട്ട് വന്നിരിക്കുന്ന വചനത്തെ കാണണമെന്നാണ് ജ്ഞാനത്തിന്റെ പുസ്തകത്തിലൂടെ പറയും. അപ്പൊ പ്രപഞ്ചം മുഴുവൻ ദൈവത്തിന്റെ സ്നേഹം നിറഞ്ഞു നിൽക്കുന്നു. പ്രപഞ്ചത്തെ നമ്മളെ കീഴടക്കി ഭരിക്കണം, പ്രപഞ്ചം നമ്മളെ ഭരിക്കണം. ദൈവത്തിന്റെ ഹിതം എന്താണ്? കീഴടക്കി ഭരിക്കണം, അല്ലേ? ഇപ്പൊ ദിവസത്തിൽ നമ്മൾ കാണുന്നു. പക്ഷെ ഇത് നമ്മളെ ഭരിക്കുന്നത് എന്താണ്? പ്രപഞ്ചത്തിൽ തന്നെ ചില ഏക ഭരിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അയൽവക്കക്കാരുടെ വീട്ടിലെ മരത്തിന്റെ മുറ്റത്ത് നിൽക്കുന്ന മരം സ്വന്തം മുറ്റത്തേക്ക് വീണെന്നും പറഞ്ഞ് അവരുമായിട്ട് വഴക്കുണ്ടാക്കുന്ന മനുഷ്യരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ആ മനുഷ്യരെ ഭരിക്കുന്ന എന്താണ്? അയലയല്ലേ? ആണോ? ഇത് സത്യം പറഞ്ഞേ, ആണോ? നേരെ മറിച്ച് ഈ പ്രപഞ്ചത്തെ മുഴുവൻ ചവിട്ടി നിന്നും ഭരിക്കേണ്ടവനെ ഇല പോലും കണ്ടല്ലോ, സൂചി ഭരിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. വിശദ പറഞ്ഞ സമയമില്ലാത്ത പിന്നീട് പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മളെയൊക്കെ ഭരിക്കുന്നത് എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കണം. പലപ്പോഴും വേറെ നിർത്തനമായ വസ്തുക്കൾ നമ്മളെ ഭരിക്കുന്നത് കാണാൻ സാധിക്കും. അതുകൊണ്ട് നമ്മളോടുള്ള അനുജനം, സഭയോടുള്ള അനുജനം. സഭ ആരാ? നമ്മുടെ അമ്മ. സഭ നമ്മുടെ അമ്മയാണ്. എല്ലാ കുറവുണ്ടെങ്കിലും ശരി, നമ്മുടെ അമ്മയാണ്. അപ്പൊ ആ ഒരു മനോഭാവം നമുക്കുണ്ടാകും. ജീവിത സാഹചര്യങ്ങള് ദൈവം നമുക്ക് ഒരുക്കി തന്നതാണ്. ഞാൻ ആ സാഹചര്യങ്ങളോടൊക്കെ പറയുമ്പോൾ ഞാൻ ചില ഉദാഹരണങ്ങൾ പറയാറുണ്ട്. പക്ഷെ ഇപ്പൊ നമുക്ക് പറയാനായിട്ട് സമയം കിട്ടുന്നില്ല തന്നെയാണ്. അതുകൊണ്ട് ഞാൻ അതിൽ പറയുന്നില്ല. ഏത് സാഹചര്യം ഉണ്ടായാലും അതിന്റെ പിന്നിൽ ദൈവത്തിന്റെ ഹിതം കാണും, ദൈവത്തിന്റെ ഹിതം കാണാനായിട്ട് ശ്രദ്ധിക്കും. അപ്പൊ ദൈവഹിതം അറിഞ്ഞു നിർവഹിക്കുകയാണ് ഈ 6 അനുരഞ്ജനത്തിനുള്ള മാനദണ്ഡം. സകർസന്ധം 48 പറയുന്നത് പോലെ പ്രാർത്ഥനകളുടെയും കർമ്മങ്ങളുടെയും അർത്ഥം ഗ്രഹിച്ച് ഞങ്ങൾ ചെയ്യുന്നത് എന്താണെന്നുള്ള ബോധത്തോടും ഭക്തിയോടും സഹകരണത്തോടും കൂടി വേണം നാം വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ. ഞാനതുകൊണ്ട് വിശുദ്ധ കുർബാനയിൽ ഓരോ പ്രാർത്ഥനയുടെ സമയത്തും പുലർത്തേണ്ട മനോഭാവങ്ങൾ ഓടിച്ചു പറയുകയാണ്. നിങ്ങൾ ആ സമയത്ത് ഇനി മുതൽ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ അത് ശ്രദ്ധിക്കും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിശുദ്ധ കുർബാന ആരംഭിക്കുമ്പോൾ എന്ത് മനോഭാവമാണ്? നമ്മളൊരു പ്രദർശനം കാണും. അപ്പൊ ഉണ്ടാകുന്ന മനോഭാവം എന്താണ്? യോഹന്നാൻ 3:16. എന്താണ് യോഹന്നാൻ 3:16? ആ പിതാവിന്റെ സ്നേഹം ഈ സമയത്ത് നമ്മൾ ദർശിക്കണം. അപ്പന്റെ സ്നേഹം നമ്മൾ കാണണം. സ്വന്തം പുത്രനെ പോലും നൽകുന്ന അപ്പന്റെ സ്നേഹം. അന്നാമത്തെ സഭ പാടുമ്പോൾ എന്താ ചെയ്യേണ്ടത്? യാർ അനുരഞ്ജനവും നമ്മളില് സാധ്യമായോ എന്ന് പരിശോധിക്കാം. 6 തരത്തിലുള്ള അനുരഞ്ജന ഹൃദയമാകുന്ന പീഠം നവ്യമായി ഒരുക്കണം. ഓരോ ദിവസവും യഥാർത്ഥത്തില് ബലിപീഠം നമ്മുടെ ശരീരം തന്നെ ഒരു ദേവാലയമാണ്. നമ്മുടെ ശരീരത്തിലെ ബലിപീഠം ഏതാണെന്ന് അറിയാവോ? ശരീരമാകുന്ന ദേവാലയത്തിലെ ബലിപീഠം ഏതാണ്? ഹൃദയം.
അപ്പൊ ഹൃദയത്തെ ഒരുക്കണ്ട. നമ്മൾ എല്ലാ ദിവസവും ഒരേ കുർബാന തന്നെയല്ലേ അർപ്പിക്കുന്നത്. പിന്നെ കുർബാനയിലെ നവ്യത എന്താ അടങ്ങിയിരിക്കുന്നത്? നിങ്ങൾ ആ പ്രാർത്ഥന ശ്രദ്ധിച്ചാൽ നവ്യത എന്തിൽ അടങ്ങിയിരിക്കുന്നത്? അനുരഞ്ജരായി തീർന്നിട നവമൊരു. അപ്പൊ എന്തിനാ നവ്യത അടങ്ങിയിരിക്കുന്നത്? പീഠം ഒരുക്കുന്നതിനാ. പീഠം, മനസ്സിലായില്ലേ? അപ്പൊ ഇന്ന് കഴിഞ്ഞ നാളെ ഞാൻ ബലിയർപ്പിക്കാൻ പോകുമ്പം ഇന്നത്തെ അതേ അനുഭവം തന്നെയാണോ നാളെ? ഇന്ന് കിട്ടിയ നിങ്ങൾ ചിലപ്പോ പ്രശംസിച്ചേക്കാം, ചിലപ്പം കുറ്റം പറഞ്ഞേക്കാം. ഇതെല്ലാം എന്റെ ഹൃദയത്തിലുണ്ട് അല്ലേ? അപ്പൊ അതുമൊക്കെ കൊണ്ട് വേണം ഞാൻ ചെല്ലാൻ. അപ്പൊ പുതിയ പീഠം, ആ പീഠം ഒരുക്കുന്നതിലാണ് കുർബാനയുടെ നവ്യത അടങ്ങിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കും. ഓക്കെ, പിന്നീട് നമ്മള് അത്യുന്നതങ്ങൾ ദൈവത്തിന്റെ സ്തുതി. നമ്മൾ നേരത്തെ ഞാൻ അതിന്റെ ഉദാഹരണം പറഞ്ഞു. ഈശോയുടെ മനുഷ്യാവതാരം മനസ്സിൽ കണ്ട് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും കൃതയും ആരാധനയും സമർപ്പിക്കുന്ന മനോഭാവം. രക്ഷകനെ കാണണം. ആ സമയത്ത് രക്ഷകനെ കണ്ട് ആനന്ദിക്കണം. കുർബാന പുസ്തകം നിങ്ങളുടെ സ്വന്തമാണെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് അവിടെയൊക്കെ ഒന്ന് സൂചിപ്പിച്ചാൽ രക്ഷകനെ കാണുക. അപ്പൊ അവിടെ നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് ഈ രക്ഷകനിലേക്ക് പോകാനായിട്ടുണ്ട്. രക്ഷകനെ കണ്ട് ആനന്ദിക്കണം. ഇനി അടുത്തത് സ്വർഗസ്നായ പിതാവേ. സ്വർഗസ്നായ പിതാവേ ചെല്ലുമ്പോൾ, സ്വർഗസ്നായ പിതാവേ നമ്മുടെ കുർബാനയിലെ 3 പ്രാവശ്യമുണ്ട്. ആദ്യത്തെ പ്രാവശ്യം നമ്മൾ ചെല്ലുമ്പോൾ ഇവിടെ മനസ്സിലുണ്ടാകേണ്ട മനോഭാവം എന്താണ്? പിതാവിന് സ്തുതി പറയുന്ന മനോഭാവം. പിതാവിന് സ്തുതി. കാരണം ഇത് പുത്രനെ അയച്ചതാരാ? പിതാവ്. ഈ പിതാവിന് സ്തുതി പറയുക. പിതാവിന് സ്തുതി പറയാനായിട്ട് നമ്മൾ ആരെയൊക്കെയാ കൂട്ടുപിടിക്കുന്നത്? ഒന്നാമത് പിതാവിനെ വെളിപ്പെടുത്തിയത് ആരാ? പുത്രൻ. പുത്രൻ വന്നിട്ടല്ലേ നമ്മളെ അപ്പനെ ആബാ പിതാവേ എന്ന് വിളിക്കാൻ പഠിപ്പിച്ചത്, ഇല്ലേ? ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയല്ലേ സ്വർഗസ്നായ പിതാവേ. പിന്നെ അതിന്റെ അകത്ത് എന്തിനാ നമ്മൾ കുറെ ചേർത്തതാണ്? ഞാൻ ഇതിനു മുമ്പുള്ള ക്ലാസ്സുകളിൽ ഇതൊക്കെ പറഞ്ഞു പോയിട്ടുള്ള നിങ്ങളത് മനസ്സിലേക്ക് കൊണ്ടുവരാനിട്ടാണ്. വാസ്തവത്തിലെ കുർബാനയിൽ നമ്മൾ തന്നെയാണോ ഭൂവാസികളും സ്വർഗവാസികളും? സ്വർഗവാസികൾ ആരാ? മാലാഖമാരും വിശ്വസരും. അവരെന്ത് ചെയ്തുകൊണ്ടിരിക്കുക? പരിശുദ്ധൻ 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 എന്നൊക്കെ നമ്മളിവിടെ എന്താ കൂട്ടിച്ചേർത്ത്? അവരുടെ കീർത്തനം. എന്തിനു വേണ്ടിയിട്ടാ? നമ്മൾ അവരോട് കൂടി ചേർന്ന് കേട്ടോ. അപ്പൊ ഈ ആദ്യത്തെ സ്വർഗസ്നായ പിതാവ് എന്ന് ചെല്ലുമ്പോൾ നമ്മുടെ മനോഭാവം എന്താ? മറ്റു വാക്കിൽ പറഞ്ഞാൽ ഈശോയോടും പരിശുദ്ധാത്മാവിനോടും സകല സ്വർഗവാസികളോടും ഒരു കൂട്ടരോട് കൂടെ ചേർന്ന് ഭൂവാസികളോടും ചേർന്ന് പിതാവിന് സ്തുതി പറയുന്ന മനോഭാവം. മനസ്സിലായോ? വിശുദ്ധാത്മാവിൽ ഈശോയോടും സകല സ്വർഗവാസികളോടും ഭൂവാസികളോടും ചേർന്ന് പിതാവായ ദൈവത്തെ സ്തുതിക്കുന്ന മനോഭാവമാണ് ഒന്നാമത്തെ സ്വർഗസ്നായ പിതാവിന്റെ സമയത്ത് ഉണ്ടാകും. ഓക്കെ, അടുത്തത് നമുക്ക് പെട്ടെന്ന് പറയുകയാണ്. അവസാന അരമണിക്കൂറിനുള്ളിൽ ചോദ്യങ്ങൾ ചോദിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ പോകുന്നത്. ഓക്കെ, അപ്പൊ സങ്കീർത്തനം തുടർന്ന് വരുന്ന എന്താ? സങ്കീർത്തന വേളയിൽ എന്താ നമ്മുടെ മനസ്സിൽ കൊണ്ടുവരേണ്ടത്? നിങ്ങളുടെ മനസ്സിൽ ഇപ്പൊ സങ്കീർത്തന സമയത്ത് നിങ്ങൾ എന്താ കൊണ്ടുവരുന്നത്? ഈശോയുടെ പ്രാർത്ഥനയാണ്. ഈശോ പ്രാർത്ഥിച്ചതാണ്. പക്ഷേ ഈശോ 30 വർഷം രഹസ്യ ജീവിതം നടത്തി, അല്ലേ? ഈ രഹസ്യ ജീവിത കാലത്ത് കുർബാനയിൽ ഏത് സമയത്താ? സങ്കീർത്തനത്തിന്റെ സമയത്താണ്. സങ്കീർത്തനത്തിന് കാരണം ഇത് പഴയ നിയമത്തിലേതാണ്. ഈശോയ്ക്ക് വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ രചിക്കപ്പെട്ടതാണ്. ഈശോയുടെ രഹസ്യ ജീവിത കാലത്ത് ഈശോ ഉപയോഗിച്ച പ്രാർത്ഥനയാണ്. അപ്പൊ ആ സങ്കീർത്തനങ്ങള് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മള് പഴയ നിയമ കാലഘട്ടം, ആ പഴയ നിയമ കാലഘട്ടം കൊണ്ടുവന്നാൽ മാത്രം പോരാ. ഈശോയുടെ ഒരു വചനം ഓർക്കണം. മത്തായി 13, 16, 17. ഇതാ മത്തായി 13, 16, 17. നിങ്ങളുടെ കണ്ണുകൾ ഭാഗ്യമുള്ളവർ. എന്തോ കാരണം? ഭാഗ്യത്തിന് കാരണം എന്നാ? അനേകം പ്രവാചകന്മാരും രാജാക്കന്മാരും കാണാൻ ആഗ്രഹിച്ചിട്ടും കാണാൻ പറ്റിയില്ല. അറിയാ? രക്ഷകനെ നമ്മൾ കണ്ടോ? അത്യുന്നത ദൈവത്തിന് സ്തുതിയിൽ കണ്ടവർക്ക് അത് അനുഭവപ്പെടും, കാണാതെ നിൽക്കുന്നവർക്ക് കിട്ടിയല്ലേ. അതാ പറഞ്ഞ നമ്മള് ശരിക്കും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്റെ കണ്ണുകളെ നീ എത്ര ഭാഗ്യമുള്ളതാ, എന്റെ ചെവികളെ നീ എത്ര ഭാഗ്യമുള്ളതാ കേട്ടോ. ഈശോയുടെ രഹസ്യ ജീവിതം, ഈശോയുടെ 30 വർഷത്തെ രഹസ്യ ജീവിതം നമ്മുടെ മനസ്സിൽ കൊണ്ടുവരാൻ സങ്കീർത്തനം. അപ്പോ 3 കാര്യങ്ങളാണ് സങ്കീർത്തനം സഹായിക്കുന്ന. ഒന്ന്, പഴയ നിയമ കാലഘട്ടം മുഴുവൻ മനസ്സിൽ കൊണ്ടുവരാൻ സഹായിക്കും.
ഈശോയുടെ 30 വർഷത്തെ രഹസ്യ ജീവിതം ഓർക്കാൻ സഹായിക്കും. പിന്നെ ഓരോ കാലത്തിന്റെയും ചൈതന്യം ഉൾക്കൊള്ളാൻ നമ്മളെ സഹായിക്കും. ഇപ്പൊ ഏത് കാലം? സ്ത്രീകാലം. ഈ കാലത്തിന്റെ ചൈതന്യം എന്താ? വിധിക്കാനായിട്ട് വരുന്ന മന്മന്ത്രമല്ല. അപ്പൊ അതിന് ആ ചൈതന്യം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാനായിട്ട് സഹായിക്കും. അതാണ് സങ്കീർത്തന വേണം. അതിനുശേഷം വരുന്ന ഉത്ഥാനഗീതം. ഉത്ഥാനഗീതത്തിന്റെ സമയത്ത് എന്താണ് നമ്മുടെ മനസ്സിൽ കൊണ്ടുവരേണ്ടത്? ഈശോയുടെ മാമോദീസ. ഈശോയുടെ മാമോദീസ വേള. ആ സമയത്ത് നടക്കുന്ന കർമ്മങ്ങളൊക്കെ നിങ്ങളൊന്ന് മനസ്സിൽ കണ്ടേ. ഇതൊക്കെ ആ സമയത്ത് നടക്കുന്ന ഇപ്പൊ ജനത്തെ അവുമായിട്ട് നിൽക്കുന്ന കാർമ്മികനും ഒക്കെ ആ സമയത്ത് എങ്ങോട്ട് നോക്കും? ആൾത്താരയിലേക്ക് നോക്കും. ആൾത്താരയിലേക്ക് നോക്കി വരുമ്പോ ആൾത്താരയിൽ എന്തൊക്കെയാ സംഭവിക്കുക? വിരിമാറും. പിന്നെ പ്രകാശപൂരിതമാണ് അല്ലെ? ലൈറ്റല്ലായിട്ട് പ്രകാശപൂരിതം. എന്താണ് ആവിഷ്കരിക്കുന്നത്? അവിരി മാറ്റതും ഈ പ്രകാശപൂരിതമാക്കുന്നതും ഒക്കെ ഒരു വലിയ ദൈവാനുഭവം തരാനായിട്ടുള്ള കർമ്മങ്ങളാണ്. എന്താ കർമ്മം? എന്താ ദൈവാനുഭവം? ഈശോയുടെ മാമോദീസായി സംഭവിച്ച കാര്യങ്ങൾ നിങ്ങൾ നോക്കിയാൽ മതി. ആ സ്വർഗം തുറക്കപ്പെട്ടു. ഈശോയുടെ മാമോദീസ വേളയിൽ സ്വർഗം തുറക്കപ്പെട്ടില്ലേ? അത് കാണാൻ വേണ്ടിയിട്ടാ ഇവിടെ സ്വർഗത്തിന്റെ പ്രതീകമായിട്ട് ആവിഷ്കരിക്കുന്നത് എന്താ? മധുബഹ. മധുബഹ. അവിടുത്തെ വിരി ആ സമയത്ത് മാറ്റുക, അല്ലെ? പ്രകാശപൂരിതമാക്കുക. അപ്പൊ സ്വർഗീയ മഹത്വം ദർശിക്കാൻ നമുക്ക് കഴിയുകയാണ്. ഈശോയുടെ മാമോദീസ അനുസ്മരിക്കുന്നതോടൊപ്പം ഈശോയുടെ മാമോദീസയിലെ 3 കാര്യങ്ങൾ സംഭവിച്ചു. എന്തൊക്കെയാണ്? സ്വർഗം തുറക്കപ്പെട്ടു, പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ വന്നു, പിതാവിന്റെ സ്വരം ഉണ്ടായി, ഇവനെന്റെ പ്രിയപുത്രൻ. ഒന്നാമത് പാടുമ്പോൾ ഈശോയുടെ മാമോദീസ മനസ്സിൽ കാണും. രണ്ടാമത് പാടുമ്പോ എന്താ ചെയ്യട്ടെ? നമ്മളൊക്കെ ഞാൻ 8-ാം ദിവസം മാമോദീസ സ്വീകരിച്ച ഞാൻ പണ്ടൊക്കെ എങ്ങനെയായിരുന്നു? 8-ാം ദിവസം. ഇപ്പോഴാണ് നമ്മുടെ സൗകര്യത്തിനനുസരിച്ചൊക്കെ മാർക്കൊക്കെ പ്രപ്പോസ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മാമോദീസയിൽ എന്തൊക്കെയാ സംഭവിച്ചത്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങളുടെ മാമോദീസയിൽ എന്തൊക്കെയാ സംഭവിച്ചെന്ന്? ഈശോയുടെ മാമോദീസയിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ് സ്വർഗം തുറക്കപ്പെട്ടോ അല്ലേ? സ്വർഗം തുറക്കപ്പെട്ടു. അത് ഇനി മുതൽ നിങ്ങൾ ഈ സർവാധീനം പാടുമ്പോ ഇത് അനുഭവിക്കണം. ചുമ്മാ നിന്നാ പോരാ. നിങ്ങളുടെ അന്ന് നിങ്ങൾ കുഞ്ഞുങ്ങളായതുകൊണ്ട് പറ്റിയില്ല. ഇപ്പൊ ദൈവം നിങ്ങൾക്ക് ബോധം തന്നില്ലേ? ഇനി സഹകരിക്കണം. എങ്ങനെ സഹകരിക്കണം? ഈ സമയത്ത് സ്വർഗം തുറക്കപ്പെട്ടത് നിങ്ങൾ കാണണം. രണ്ടാമത് പാടുമ്പോ, രണ്ടാമത് കാർമികനല്ലേ പാടുന്നത്? നിങ്ങൾക്ക് സമയം കിട്ടിയല്ലേ? അപ്പൊ നിങ്ങള് സ്വർഗം നിങ്ങളുടെ മാമോദീസ വേളയിൽ തുറക്കപ്പെട്ടിട്ട് അവിടെ ഒരു സ്വരം ഉണ്ടായി. എന്താ സ്വരം ഉണ്ടായേ? നിങ്ങള് ഇവനെന്റെ എന്നാണ് പറഞ്ഞു. ഇപ്പൊ എന്നെ ആണെങ്കിൽ ജോസഫ് എന്റെ പ്രിയപുത്രൻ എന്നോട് പറഞ്ഞു. നിങ്ങളോടോ? അങ്ങനെ തന്നെയാ. പോൾ. കണ്ടോ? ആ പേരിനൊരു സവിശേഷതയുണ്ടേ. എന്നാ പേരിന്റെ സവിശേഷത? ജോസഫ് എന്ന പേരിന്റെ സവിശേഷത എന്താ? ഈ പേര് കേട്ട ഏതൊരുത്തിനും അറിയാം ഇത് ഞാൻ ഏത് കുടുംബത്തിൽപ്പെട്ടതാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വയ കുടുംബത്തിൽപ്പെട്ടതാണെന്ന് ജോസഫ് എന്ന പേര് കേൾക്കുമ്പോൾ എല്ലാവർക്കും അറിയാം. അറിയോ? നേരെ മറിച്ച് സജി അല്ലെങ്കിൽ ബിജു എന്നൊക്കെ പേര് പറഞ്ഞുകൊണ്ട് ചെന്നാലോ അറിയാം. ഇന്നത്തെ തലമുറ വാസുദ്ധി നമ്മുടെ പേരിന്റെ സവിശേഷത മാറുന്നിട്ടാണ്. എനിക്ക് ഒത്തിരി സങ്കടം തോന്നിയിട്ടുണ്ട്. ഒരുപാട്ടിലെ ലീഗന്മാര് അവരെ പരിചയപ്പെടുത്താൻ പറഞ്ഞപ്പോ അവരെല്ലാം പറഞ്ഞ പേര് ഇങ്ങനെ ബിജു, അജി, ഇങ്ങനെയൊക്കെ ആന്തരം പേര് അവർക്കുണ്ട്. ജോസഫ്, തോമസ്, ഡൊമിനിക്ക്, ഇങ്ങനെയുള്ള നല്ല പേരുകളുണ്ട്. ആ പേരിന്റെ സവിശേഷത എന്നാ? ആ പേര് കേൾക്കുമ്പോ അറിയാം ഇങ്ങനെ കുടുംബത്തിൽപ്പെട്ടു. എവിടെ വരെയാ നമ്മുടെ മാമോദീസ പേരിന്റെ സവിശേഷത? നമ്മുടെ ഏത് പൗരത്വം സ്വീകരിച്ചവരാണെന്ന് നമ്മളെ വ്യക്തം. സ്വർഗീയ പൗരനാണെന്ന് തെളിയിക്കുന്നതാണ് നമ്മുടെ മാമോദീസ പേര്. അഭിമാനിക്കണം ആ പേരില്. അപ്പൊ നമ്മൾക്ക് ഒരു പേര് തന്നില്ലേ? അന്ന് കിട്ടിയ പേരല്ലേ? ആ പേരന്ന് ദൈവം പറഞ്ഞു, ഇവനെന്റെ പ്രിയപുത്രൻ. നമുക്കൊരു 3 കാര്യങ്ങളാണ് മാമോദീസ സംഭവിച്ചാൽ. ഒന്ന്, നമ്മള് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും സ്വന്തമാണ്. അവരുടെ പേരിലല്ലേ നമ്മുടെ മാമോദീസ മുക്കപ്പെട്ടെ. അപ്പൊ നമ്മൾ അവരുടെ സ്വന്തമാണ്. അവരെ സ്വന്തമായപ്പോ നമ്മള് ലോകത്തിൽ എന്ത് ചെയ്യപ്പെട്ടു? വേർതിരിക്കപ്പെട്ടു. വേർതിരിക്കുക. ഞാൻ അവരും അവരും പറഞ്ഞ് നമുക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല.
നമ്മുടെ സവിശേഷത. നമ്മൾ പ്രത്യേകം ദൈവം തെരഞ്ഞെടുത്ത് അനുഗ്രഹമാക്കിയിരിക്കുന്ന, ബാക്കിയുള്ളവർക്ക് അനുഗ്രഹമാകാൻ നമ്മുടെ പേരുകൊണ്ട് പോലും അതിന് ദൈവം മറ്റുള്ളവരോട് വിളിച്ചു പറയുന്നു, ഇവൻ എന്റേതാ എന്നുള്ള പ്രിയപ്പെട്ടവരെ അഭിമാനിക്കാൻ നമുക്ക് കഴിയണം. അപ്പൊ രണ്ടാമത് നമ്മുടെ മാമോദിസയെ കുറിച്ച് ചിന്തിക്കണം. മാമോദിസ അനുഭവത്തിൽ, മാമോദിസ അപബോധത്തിൽ ആഴപ്പെടണം. എന്താ മാമോദിസ അപബോധം എന്ന് പറഞ്ഞാൽ അറിയോ? മാമോദിസ അപബോധം എന്ന് പറഞ്ഞാൽ ഇതാണ്: ഒന്ന്, ഞാൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ സ്വന്തമാണെന്നുള്ള ചിന്ത വേണം. രണ്ട്, ഞാൻ ഈ ലോകത്തിൽ നിന്ന് വേർതിരിക്കപ്പെട്ടവനാണെന്നുള്ള ചിന്ത വേണം. മൂന്ന്, ഞാൻ സ്വർഗത്തിൻ്റെതാണ്, നമ്മുടെ പേര് കൊണ്ട് പോലും ഞാൻ സ്വർഗത്തിൻ്റെതാണ് എന്നുള്ള അപബോധം. സ്വർഗത്തിൻ്റെതാണെന്ന് പറഞ്ഞാൽ പോരാ, നമ്മുടെ പ്രവൃത്തിയും അങ്ങനെ ആയിരിക്കണം. മനസ്സിലായോ? ഇപ്പൊ എന്തുകൊണ്ടാണ് ഒരാൾ നമ്മളെ പട്ടീന്ന് വിളിച്ചാൽ നമ്മളെ ഏശാൻ കാരണം? ഇപ്പൊ നമ്മളെ പട്ടീന്ന് വിളിച്ചാൽ നമുക്ക് യേശുവില്ല, യേശുയല്ലേ? നിങ്ങളെ പട്ടീന്ന് വിളിച്ചാൽ നിങ്ങൾക്ക് ഒരു യേശു കേൾക്കുമ്പോ എന്നാ തോന്നും? ഞാനല്ല, നീയാണാ പട്ടീന്ന് പറ. ഞാനൊന്നും പട്ടി മോശമൊന്നുമല്ല, പട്ടിയാണ് മൃഗങ്ങളുടെ വിശ്വസ്തത. അതിനെക്കുറിച്ചൊക്കെ ഒത്തിരി കഥ പറയാനുണ്ട്, പക്ഷെ ഞാനതൊക്കെ മാറ്റി വെക്കുക. പട്ടിയെടുത്തോളം വിശ്വസ്തതയുള്ളത് അപ്പൊ നേരെ മറിച്ച് ഈ പട്ടീനെ വിളിക്കുമ്പോ പട്ടിയുടെ ആ വിളിച്ചവന്റെ ലെവലിനേക്കാൾ താഴ്ന്നു കിടക്കുന്നത് കൊണ്ടാണ് ഞാനില്ല, നീയാണ് പട്ടി. നേരെ മറിച്ച് ഈ പട്ടീനെ വിളിച്ചാൽ എനിക്ക് ദേശീയത. കാരണം ഞാൻ സ്വർഗത്തിന്റെ തലത്തിൽ പെട്ടതാണ്. ഈ ഇവിടുത്തെ നിന്ന് കല്ലെടുത്തെറിഞ്ഞാൽ എന്തായാലും അറിയാൻ പറ്റുമായിരിക്കും, ഒരു പരിധി വരെയല്ലോ. ആ പരിധിക്ക് മുകളിലാണ് ഞാന്. കാരണം ഞാൻ ആരുടേതാണ്? പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും സ്വന്തം. ഈ അപബോധമുള്ളവന് ഈ പലപ്പോഴും പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഇതൊക്കെ ആഴമേറിയ അനുഭവത്തിന്റെ നിമിഷങ്ങളാണ്. നിങ്ങള് പ്രാർത്ഥിച്ച് കാത്തിരുന്ന ആത്മാവിന്റെ കൂടെ നടന്ന് വേണം ഇതൊക്കെ സ്വന്തമാക്കാൻ. അല്ലാതെ മനുഷ്യ ബുദ്ധി കൊണ്ട് മാത്രമൊന്നും ഇത് ഗ്രഹിക്കാൻ പറ്റില്ല. അവിടെ മൂന്നാമത്തെ പ്രാവശ്യം പാടുമ്പോൾ എന്ത് ചെയ്യണം? മൂന്നാമത്തെ പ്രാവശ്യം ആ വാക്കിന്റെ അർത്ഥം നമ്മൾ അവിടെ എന്താ പറയുന്നത്? അങ്ങ് നിങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും. ശരീരത്തിന്റെ ഉയർപ്പും ആത്മാവിന്റെ രക്ഷയും പരസ്യമാക്കുവാൻ വരുന്ന ഈശോയുടെ രണ്ടാമത്തെ വരവ് മനസ്സിലാണ്. എല്ലാ കുർബാനയിലും ഈശോയുടെ രണ്ടാമത്തെ വരവ് സഭയാകുന്ന അമ്മ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. അതാണ് ഈ ഉദ്ധാന ഗീതം മൂന്നാമത് പ്രാവശ്യം പാടുമ്പോൾ ചെയ്യണം. ഈശോയുടെ രണ്ടാമത്തെ വരവ് നിങ്ങൾ മനസ്സിൽ കാണുക. വലതുഭാഗത്ത് നിൽക്കാനായിട്ട് ഉള്ള യോഗ്യത ഉണ്ടോ എന്ന് പരിശോധിക്കുക. ഇല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത്? കാണുകയാണ്, അപേക്ഷിക്കുക. കർത്താവിനോട് ഇപ്പോഴേ അപേക്ഷിക്കാൻ പറ്റുള്ളൂ, മരിച്ചു കഴിഞ്ഞാൽ പറ്റുമോ? പറ്റിയ. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിക്കണം. ഒരു ചോദ്യം ചിലപ്പോൾ നിങ്ങൾ ചോദിച്ചാൽ, ഞങ്ങളുടെയൊക്കെ അവിടെ ഒരു പ്രാവശ്യത്തെ പാടുന്ന വെച്ചാൽ ഞങ്ങൾ എന്നാ ചെയ്യും? ഒരു പ്രാവശ്യം പാടുന്നുള്ളെങ്കിൽ എന്നാ ചെയ്യണ്ടേ? പാടാത്തവരെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കാതെ ആ സമയത്ത് പ്രിയപ്പെട്ടവരെ, ആ പാടുന്ന സമയത്ത് പരിശുദ്ധാത്മാവിന്റെ കയ്യിൽ കൊടുത്ത ഈ 3 അനുഭവങ്ങളും നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ പരിശുദ്ധാത്മാവ് സഹായിക്കും. ബോധം വന്നാൽ മതി. നമുക്ക് ബോധം ഉണ്ടെങ്കിൽ കിട്ടുന്ന സാഹചര്യത്തിനനുസരിച്ച് കർത്താവ് വേണ്ടത് ചെയ്തോളും. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് പ്രകാരം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ പരിശുദ്ധ കീർത്തന വേളയിൽ, അതാ പരിശുദ്ധ കീർത്തന വേള എന്ന് പറഞ്ഞ പരിശുദ്ധൻ പരിശുദ്ധ കീർത്തനം. ആ സമയത്ത് എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഇത് മനോഭാവ കേൾക്കാൻ പോകുന്ന, കാരണം വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുക. അപ്പൊ വചന ശുശ്രൂഷയില് ആരാ സംസാരിക്കാൻ പോകുന്നത്? എങ്ങനെയുള്ള ഈശോയാ? പണ്ട് ജീവിച്ചിരുന്ന കർത്താവിന്റെ വാക്ക് ബൈബിളിൽ നിന്ന് എടുത്ത് വായിക്കാൻ പോകുന്നതാണോ? പിന്നെ ഇപ്പൊ സജീവനായിരിക്കുന്ന ഈശോ, ഈ സമയത്ത് എന്നോട് സംസാരിക്കുന്ന ഈശോ, ആ ഈശോയാണ് എന്നോട് സംസാരിക്കാൻ പോകുന്നത്. അപ്പൊ അതിന് നമ്മളെ ഒരുക്കുക. കേൾക്കാൻ പോകുന്ന വചനത്തിലൂടെ നമ്മളോട് സംസാരിക്കാൻ പോകുന്ന സജീവനായ ഈ നിമിഷത്തിൽ നമ്മുടെ മുമ്പിൽ സന്നിഹിതനായിരിക്കുന്ന കർത്താവിനെ കാണും. അപ്പൊ അതുകൊണ്ട് വചനം ശ്രവിക്കുമ്പോൾ നമുക്കുണ്ടായിരിക്കേണ്ട മനോഭാവം, എന്റെ കർത്താവ് ഈ സമയം എന്നോട് സംസാരിക്കുന്നു എന്ന മനോഭാവത്തോടെ അത് ശ്രദ്ധിക്കുക. അതാണ് വചന ശ്രവണ വേളയിൽ ഞാൻ എഴുതി വെച്ചിരിക്കുന്നത്. എന്റെ കർത്താവ് എന്റെ ദൈവമായ എന്നോട് സംസാരിക്കുന്നു എന്ന മനോഭാവത്തോടെ വചനം ശ്രവിക്കുവാനും പ്രധാന സന്ദേശമെങ്കിലും മനസ്സിൽ ഉരുവിട്ട് ഹൃദയത്തിൽ സംഗ്രഹിക്കാനും സാധിക്കും. ഉദാഹരണത്തിന് ഇന്ന് വായിച്ച 4 വായന ഉണ്ടായിരുന്നു. അത് സുവിശേഷം എന്താണെന്ന് ആരെങ്കിലും പെട്ടെന്ന് പറയാമോ? ഇന്നത്തെ സുവിശേഷം എന്തായിരുന്നു ആശയം? പറഞ്ഞ പ്രധാന ആശയെങ്കിലും
ലഘുവാണ്. അധ്വാനിക്കുന്ന ഒരു ഭാരം വഹിക്കുന്നതിന് എന്റെ അടുത്ത് ഒരു ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അപ്പൊ ഇന്ന് മുതൽ ഈ ദിവസം മുഴുവൻ ഇത് മനസ്സിൽ കിടക്കുന്നുണ്ടെങ്കിൽ എന്തൊരു ഭാരം വന്നാൽ ഉടനെ നമ്മൾ എന്നെ എടുക്കും, തമ്പുരാനെ കൊടുക്കും. തമ്പുരാൻ നമ്മളെ ആശ്വസിപ്പിക്കാതിരിക്കുവോ? വചനം ഭക്ഷണമാക്കി മാറ്റം. ഓക്കെ, നമ്മൾ തുടർന്ന് സുവിശേഷ പ്രഘോഷണ വേളയിൽ എന്താ ചെയ്യേണ്ടത്? വായിച്ചു കേട്ട വചനം പ്രായോഗിക ജീവിതത്തിൽ എങ്ങനെ ഫലപ്രദമാക്കാം എന്ന് മനസ്സിലാക്കുക. നമ്മള് നീ കാർമികം പറയുന്നില്ലെന്ന് വിചാരിച്ചു പിന്നെ ചെയ്യേണ്ടത്? ചില അച്ഛന്മാർ ചിലപ്പോൾ സമയമില്ലെന്ന് പറഞ്ഞ് ചിലപ്പോൾ പറഞ്ഞെന്ന് വരികയല്ലേ, ചിലപ്പോൾ ഇട ദിവസങ്ങളിൽ, ഞായറാഴ്ച പറയുമായിരിക്കും, ഇട ദിവസങ്ങളിലെങ്കിലും 3 മിനിറ്റെങ്കിലും പറയുന്നത് നല്ലതാണ്. ഇനി ആരും പറഞ്ഞില്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മളെ സഹായിക്കുന്ന ഒരാളെ നമുക്ക് തന്നിട്ടുണ്ടെന്നേ, ആ ആളോടൊന്ന് പറഞ്ഞാൽ മതി. ആരാ? പരിശുദ്ധാത്മാവ് ഈ വചനത്തിലൂടെ ഞാൻ എന്താ മനസ്സിലാക്കേണ്ടത് ഒന്നൊന്ന് ചോദിക്കാൻ പറ്റില്ല നിങ്ങൾക്ക്? അല്ലേ? അങ്ങനെ ചോദിക്കുകയാണ് തീർച്ചയായിട്ടും പറ്റിയ ഒരു പരിശുദ്ധാത്മാവ് മനസ്സിൽ തരികയല്ലേ? തരും. നിങ്ങൾ കേൾക്കാത്തില്ല. അതുകൊണ്ട് അവിടെ ആരുള്ളവരെ കുറ്റം പറയേണ്ട കാര്യമൊന്നുമില്ല. പരിശുദ്ധാത്മാവിനെ നമുക്ക് സഹായത്തിന് തന്നിട്ടുണ്ട്. വിളിച്ചൊന്ന് ചോദിക്കണം, പരിശുദ്ധാത്മാവേ ഈ വചനത്തിലൂടെ ഇന്ന് എന്താണ് എന്നോട് പറയുന്നത്? ശ്രദ്ധിക്കാം കേട്ടോ. നാളെ മുതല് പ്രസംഗം അച്ഛൻ പറഞ്ഞില്ലെന്ന് പറഞ്ഞ് ഇറങ്ങി പോരരുത്. വചനം വായിക്കൂലേ ഇല്ലേ? പിന്നെ കാർലസുവേളയിൽ എന്താ ചെയ്യേണ്ടത്? വചനത്തിലൂടെ അനാവൃതമായ ദൈവസ്നേഹവും പരിപാലനയും ലോകം മുഴുവൻ അനുഭവ്യമാകാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ആവശ്യമായ സഹായങ്ങൾ, പ്രത്യേകിച്ച് ആത്മീയ അനുഗ്രഹങ്ങൾ ലഭ്യമാകുവാൻ മക്കളുടെ സ്വാതന്ത്ര്യത്തോടെ ചോദിക്കണം. മക്കളുടെ സ്വാതന്ത്ര്യത്തോടെ എല്ലാവരെയും ദൈവം നൽകിയതാണെന്ന ബോധ്യം ഉൾക്കൊണ്ടുകൊണ്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് ജീവിത പങ്കാളിയെയും മക്കളെയും മറ്റു കുടുംബാംഗങ്ങളെയും നമ്മുടെ വസ്തുവകകളെയും അവയിലുള്ള സമസ്ത ജീവജാലങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. നിങ്ങൾ പള്ളി വരുമ്പോ നിങ്ങളുടെ വീട്ടിലെ പട്ടിയും പൂച്ചയും അവർക്ക് വേണ്ടി ആരാ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്? പൊളിയായിട്ടും പ്രാർത്ഥിക്കാറുണ്ടോ? ഇല്ല. കണ്ണാടിക്കടയിലെ കണ്ണാടിയും അവിടെ ഇരിക്കുന്ന ഒക്കെ ഉണ്ടല്ലോ, അതുമൊക്കെ ആരാ അവർക്ക് വേണ്ടി നന്ദി പറയണ്ടേ? വിൽക്കണം എന്ന് പ്രാർത്ഥിക്കും. അതുകൊണ്ട് ഇവയെല്ലാം സമർപ്പിച്ച് മനസ്സിലായില്ലേ? പറമ്പില് ആ തേങ്ങായോ അല്ലെങ്കിൽ ആ ഇതും എല്ലാത്തിനും എല്ലാം ദൈവത്തിന്റെ സൃഷ്ടിയല്ലേ? ഒക്കെ നന്ദി പറയണ്ടേ? വേണോ? ആരെയാ മകുടമായിട്ട് വെച്ച്? മനുഷ്യൻ, നമ്മൾ. അപ്പൊ മനുഷ്യൻ വന്ന് നിൽക്കേണ്ട അങ്ങനെയാണ്. നമുക്ക് പറഞ്ഞ് പഠിപ്പിക്കാൻ സമയമില്ലാത്തതുകൊണ്ടല്ല. ബേമയുടെ ഒക്കെ പ്രതീകം പറയുമ്പോൾ അതൊക്കെ ഉള്ളതാണ്. നേരെ പിന്നീട് എന്റെ ഒരു പുസ്തകം ഉള്ളത് നിങ്ങൾ പിന്നീട് ഈ സാറിന്റെ ഇരിപ്പുണ്ട്, ഇങ്ങനെ കുർബാനയുടെ ആഴങ്ങളിലേക്ക് ഇതിനകത്തെല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട്. വായിക്കാൻ പറ്റുന്ന ഒരു വായിക്കുക. പ്രിയപ്പെട്ട സഹോദരനെ, അതുകൊണ്ട് എല്ലാവരെയും സമർപ്പിക്കാൻ ശ്രദ്ധിക്കും. നിങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ അയൽവക്കക്കാരായിട്ടുള്ളവരെയും കൊണ്ടുവരണം, ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒക്കെ. കാരണം ദൈവം നമ്മളെ വിളിച്ചത് എന്തിനാ? അവർക്കും അനുഗ്രഹമാകാൻ ആണോ? അവർക്ക് എങ്ങനെയാ അനുഗ്രഹമാകുന്നത്? അവരെ ബലിയിൽ കൊണ്ടുപോയി സമർപ്പിച്ച് അവരിലേക്ക് കൃപ വാങ്ങിക്കൊടുക്കാൻ കഴിയും. അങ്ങനെയൊന്നും ചെയ്യുന്ന കുടുംബങ്ങൾ കുറവാണ് കൊടുക്കാം. ഓക്കെ, ഒരുക്ക ശുശ്രൂഷ വേളയിൽ ഭൗതിക ഒരുക്കത്തിന്റെ സമയത്ത് അപ്പവും വീഞ്ഞും ഒരുക്കുന്നതും അവ ബലിപീഠത്തിലേക്ക് സംഭവിക്കുന്നതും ബലിപീഠത്തിൽ സ്ഥാപിക്കുന്നതുമായ സമയത്ത് ഈശോയുടെ പീഡാസഹനവും കാൽവരി യാത്രയും മനസ്സിൽ കൊണ്ടുവന്ന് ആദ്യത്തെ കാൽവരി യാത്രയിൽ പങ്കുചേർന്ന പരിശുദ്ധയോടും യോഹന്നാൻ ശ്രീകായോടും മറ്റു ഭക്തസ്ത്രീകളോടും ചേർന്ന് അവരുടെ മനോഭാവങ്ങൾ ഉൾക്കൊള്ളാൻ ശ്രമിക്കണം. ഇന്ന് പലപ്പോഴും പലരും ആദ്യം പങ്കെടുത്ത ഏറ്റവും കൂടുതൽ ആൾക്കാർ പങ്കെടുത്തത് എങ്ങനെയാണ്? ആദ്യത്തെ കുരിശ് യാത്രയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പങ്കെടുത്തത് എങ്ങനെയാന്ന് പറയാം? കാഴ്ചക്കാരായി വഴിയിൽ നോക്കി, അല്ലെ? നിങ്ങളുടെ ഈശോയുടെ കുരിശ് യാത്ര എന്ന് ശ്രദ്ധിച്ചു നോക്കി. ഏറ്റവും കൂടുതൽ ആൾക്കാർ വഴിയിൽ നോക്കി കാഴ്ചക്കാരാ നിൽക്കുക. ഇന്നും നോക്കി ഈ ഈശോയുടെ ഈ സമർപ്പണ സമയത്ത് പള്ളിയിൽ നിൽക്കുന്ന പലരും നിൽക്കുന്നത് എങ്ങനെയാണ്? കാഴ്ചക്കാരാണ്. പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കും. ആ സമയത്ത് നമുക്ക് ഉണ്ടായിരിക്കേണ്ടത് അന്ന് ആ കാൽവരി യാത്രയിൽ പങ്കെടുത്ത പരിശുദ്ധ അമ്മയുടെ മനസ്സും ഹൃദയം എങ്ങനെയായിരുന്നു അല്ലേ? ഊഹിക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അന്ന് അമ്മയോടുകൂടി ഒരു യോഹന്നാൻ ഉണ്ടായിരുന്നു നമ്മൾ കാണുന്നുണ്ട്, അല്ലെ? അല്ലെങ്കിൽ ചെറിയം അല്ലെങ്കിൽ ഭക്ത സ്ത്രീകള്, അങ്ങനെ അവരോടൊക്കെ ചേർന്ന് അവരുടെ മനസ്സ് ഉൾക്കൊള്ളാനായിട്ട് ബോധപൂർവ്വം ശ്രദ്ധിക്കണം.
ആത്മീയ ഒരുക്കത്തിന്റെ സമയത്ത് അയോഗ്യരെ പറഞ്ഞേക്ക് സാഷ്ടാംഗ പ്രണാമം കൈകൾ കഴിഞ്ഞ സമയത്ത് നമുക്ക് ഈ ബലിയിൽ പങ്കെടുക്കാനുള്ള യോഗ്യതയുണ്ടോ എന്ന് പരിശോധിക്കണം. നിർജീവ അവസ്ഥയിലായ നമ്മുടെ ആത്മാവിനെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിനായി വിട്ടുകൊടുത്ത് പാപക്കറകൾ കഴുകി നമ്മെ ശുദ്ധിയാക്കുന്ന വലിയ ദൈവസ്നേഹം അനുഭവിക്കാൻ. അതാണ് ആ സാഷ്ടാംഗ പ്രണാമത്തിലൊക്കെ നടക്കുന്നത്. നാല് ഭാഗത്തേക്കും കാർമികൻ തിരിഞ്ഞിട്ട് പരിശുദ്ധാത്മാവിനെ വിളിച്ചു വരുത്തുന്നതാണ് സാഷ്ടാംഗ പ്രണാമത്തില് വിശദീകരിക്കാൻ അറിയില്ല. ഞാൻ ചുരുക്കി ആ സമയത്ത് ഉണ്ടാകേണ്ട അനുഭവം അത് എന്താണെന്ന് മാത്രമേ അവിടെ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. വിശ്വാസ പ്രഭാതങ്ങളിൽ എന്താ ചെയ്യുന്നത്? കുർബാനയിൽ നമ്മളിലേക്ക് ഒഴുകി വരുന്ന 4 സ്നേഹപ്രവാഹങ്ങളുടെ ഉറവിടങ്ങളായ പിതാവായ ദൈവത്തിലും പുത്രനായ ഈശോയിലും സത്യാത്മാവും ജീവിതാത്മാവുമായ പരിശുദ്ധാത്മാവിലും നമ്മുടെ ആത്മീയ അമ്മയായ സഭയിലുള്ള വിശ്വാസം ബോധപൂർവ്വം ഏറ്റു പറയണം. അങ്ങനെ ചെയ്യേണ്ടത് നമ്മുടെ ശരീരത്തിന്റെ ഭാഗമായ പരിശുദ്ധാത്മാവിനെ കാണുകയും അനുഭവിക്കുകയും ചെയ്യുമ്പോൾ മനസ്സിൽ പുത്രന്റെ മനോഭാവം വന്നെന്ന് പറയും. അപ്പൊ ശരീരത്തിൽ പരിശുദ്ധാത്മാവും മനസ്സിൽ പുത്രനും നിറഞ്ഞു കഴിയുമ്പോൾ ഹൃദയത്തിൽ എന്ത് അനുഭവപ്പെടുന്നു പറയാമോ? പിതാവിന്റെ സ്നേഹം. അങ്ങനെയാണ് വിശ്വാസ പ്രമാണം ചെല്ലേണ്ടത്. പ്രാക്ടീസ് ചെയ്യിപ്പിക്കാൻ എനിക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അത് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നില്ല. നിങ്ങൾ ഒരു പ്രാക്ടീസിങ്ങിലൂടെ നമുക്ക് നോക്കാം. നമ്മൾ ജ്ഞാനാപരയിലേക്ക് കയറുമ്പോൾ ഒന്നാമത്തെ കേൾക്കുന്ന പ്രണാമജപ വേളയില് പരിശുദ്ധ ഇതുവരെ നമ്മുടെ ജീവിതത്തിലേക്ക് ചൊല്ലിയിട്ടുള്ള അനുഗ്രഹങ്ങൾ മനസ്സിൽ കൊണ്ടുവരാൻ. നിങ്ങൾ ആ പ്രണാമജപമായ ദൈവം എന്ന് പറഞ്ഞ അങ്ങനെ ഞങ്ങൾക്ക് വർഷിച്ച അനുഗ്രഹങ്ങൾ ഓർന്ന് പറയുന്ന ഇതുവരെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന അനുഗ്രഹങ്ങൾ മനസ്സിൽ കൊണ്ടുവന്ന് ഹൃദയത്തിൽ ഉയരുന്ന കൃതജ്ഞത ദൈവത്തിന് സമർപ്പിക്കുക. അതാണ് ഒന്നാമത്തെ കേൾക്കുന്ന. അതിനുശേഷം സമാധാനാശംസ വേള. സമാധാനാശംസ ചെയ്യുമ്പോൾ ഈശോയുടെ കുരിശിലൂടെ സംലഭ്യമായ സമാധാനം വൈദികൻ കുരിശടയാളത്തിലൂടെ ആശംസിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താ? സ്വയം കുരിശു വരച്ച് ആ സമാധാനം നമ്മൾ സ്വീകരിക്കണം. സ്വയം ഇങ്ങനെ അത് നമ്മുടെ പാരമ്പര്യം അനുസരിച്ച് പിടിക്കേണ്ടത് ഈയൊക്കെ അറിയാമെന്ന് വിചാരിക്കുക. ഇതാ നമ്മുടെ പാരമ്പര്യത്തിലെ കുറിച്ച് ഇങ്ങനത്തെ നമ്മൾ പിന്നീട് നമുക്ക് രാത്രിയിൽ നിന്ന് കിട്ടുന്നതാണ്. ഇത് 3 പേരുടെ ഇങ്ങനെ പിടിക്കും. ഇത് സ്ത്രീത്വത്തിന്റെ സൂചനയാണ്. പിതാവുന്ന പരിശുദ്ധാത്മാവ് സ്ത്രീത്വ. ഈ 2 പേരുടെ ഇങ്ങനെ വെച്ചിരിക്കുന്നത് ഈശോയുടെ 2 മനുഷ്യ സ്വഭാവമാണ്. വിശ്വാസത്തിന്റെ ഇത് വെച്ച് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഇങ്ങനെ നമ്മളെ കുറിച്ചടയാളം വരച്ച് നമ്മളെ തന്നെ വിശുദ്ധീകരിക്കാൻ അല്ലെങ്കിൽ ഈ സമാധാനം ഏറ്റുവാങ്ങാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ അടുത്ത് നിൽക്കുന്ന സഹോദരന് അത് നൽകുകയും ചെയ്യും. അടുത്ത് നിൽക്കുന്ന നൽകേണ്ടത് എങ്ങനെയാണ്? ഇങ്ങനെ കൊണ്ട് കുത്തും. എങ്ങനെയാ കൊടുക്കേണ്ടത്? കൊടുക്കുന്നയാള് കൂക്കുകയോടെ കൊടുക്കണം. ഇത് നമ്മുടെ ഹൃദയത്തിന്റെ പ്രതീക. ഞാൻ എന്നെ മുഴുവനായും തരുന്നു എന്നുള്ളതാണ്. സ്വീകരിക്കുന്നയാള് കൈ തുറന്ന് സ്വീകരിക്കണം. എന്താ അതിന്റെ അർത്ഥം? നീ എങ്ങനെ എനിക്ക് ഭാരം വെക്കുന്നവനാണേലും ശരി, ഞാൻ നിന്നെ സ്വീകരിക്കും. കർത്താവ് ആവശ്യപ്പെടും എന്ന് പറഞ്ഞ അങ്ങനെയുള്ള ഒരു മനോഭാവം. ഇങ്ങനെയാണ് നമ്മുടെ യഥാർത്ഥ സമാധാനം അവിടെ നടക്കുക. ഓക്കെ, അടുത്തത് ഭാഷണകാരനായാല് അവിടെ ഒന്നും പറയേണ്ടത് നമ്മുടെ മനോഭാവം, ഹൃദയം പറയേണ്ട ആവശ്യം വരുന്നത് നമ്മുടെ ഉയർപ്പിന്റെ ശേഷം നമ്മൾ നടത്തുമ്പോഴത്തേക്ക് മാത്രം വിശുക ഉയർത്തിരിക്കുന്നു എന്ന് പറയുന്ന ആശംസ പറയാനായിട്ട് ഇതൊക്കെ പറഞ്ഞ പലരായ അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണം. നമ്മള് പറഞ്ഞുതരാന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെ നമ്മൾ പറഞ്ഞ പ്രാർത്ഥനയുടെ കർത്തനുകളുടെ ഞങ്ങളുടെ പറവുകൾ കാണാം. പക്ഷെ ഞങ്ങൾ പറയാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ ഒത്തിരിയായി. അത് മേടിച്ച് പ്രാർത്ഥിക്കാൻ ഇതുപോലെ എനിക്ക് ഒത്തിരി പുസ്തകങ്ങളുണ്ട്. ഈ പുസ്തകം ഇത് 8ാമത്തെ എഡീഷനാണ്. 8ാമത്തെ എഡീഷൻ എല്ലാം മേടിച്ച് ഇത് ആൾക്കാർ വായിച്ചിട്ട് അവര് പിന്നീട് മക്കൾക്കും മക്കളുടെ മക്കൾക്കും കുടുംബത്തിലും എല്ലാം കൊടുക്കുകയാണ്. കാരണം ഇത് ഈ മനോഭാവങ്ങൾ കൃത്യമായിട്ട് ഇല്ലാന്ന് പറഞ്ഞിട്ട് ഇത് ഒത്തിരി വർഷമായ ഒത്തിരി സ്ഥലത്ത് ഒത്തിരി പേര് വായിക്കുന്നുണ്ട്. പക്ഷെ അതങ്ങനെ കുർബാനയെ പഠിക്കാൻ ആഗ്രഹിക്കണമാണ്. അപ്പൊ നിങ്ങൾ ആഗ്രഹിച്ചു ഇവിടെ വരാൻ കർത്താവ് അവസരം കിട്ടും. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് ലാസ്റ്റ് ചെയ്തൊന്ന് തീർത്തിട്ട് നമുക്ക് പറയാം. അല്ലെങ്കിൽ സമയമായില്ലേ? അപ്പൊ ബാക്കി നിങ്ങൾ അങ്ങനെയാണെങ്കിൽ പുസ്തകത്തിൽ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഓരോ ഭാഗത്തും ഉണ്ടാകേണ്ട മനോഭാവങ്ങള് നിങ്ങൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്തെങ്കിലും കൂടുതൽ വിഷയം നിങ്ങൾ വായിച്ചൊരുങ്ങി വന്നതിന്റെ വെളിച്ചത്തിൽ ചോദിക്കാനായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാനായിട്ടുള്ള അവസരം കിട്ടും. അവസാനം ഞാൻ ഈ ബലിയർപ്പത്തിന് ശേഷമുള്ള ജീവിതത്തിൽ പുലർത്തേണ്ട ഒരു മനോഭാവത്തെ കുറിച്ച് അവിടുത്തെ എന്ത് മനോഭാവം ആയിരിക്കണം ബലിയർപ്പത്തിന് ശേഷം ഇറങ്ങി പോകുമ്പോൾ ഉണ്ടാകേണ്ടെന്നറിയാമോ? കുർബാനയിൽ 4 അനുഭവങ്ങളാണ് നമുക്ക് തരുന്നത്. ഒന്ന് മാലാഖമാരുടെ ദൈവത്തെ ശ്രദ്ധിക്കുന്ന അനുഭവം,
2 ദിവ്യരഹസ്യ ജീവദായകവും ദൈവികവുമായ വചനങ്ങളുടെ മാധുര്യം ആസ്വദിക്കാനുള്ള അനുഭവം. 3 ദിവ്യരഹസ്യങ്ങൾ പങ്കെടുക്കുന്ന വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ. 4ാമത്തെ അനുഭവം സ്തുതിയുടെയും കൃതജ്ഞതയുടെയും കീർത്തനങ്ങൾ ഇടവിടാതെ ആരംഭിക്കുന്ന അനുഭവം. ഈ 4ാമത്തെ അനുഭവമാണ് കുർബാന കഴിഞ്ഞ് ഇറങ്ങിപ്പോകുമ്പോഴുണ്ടാകുന്നത്. കുർബാന കഴിഞ്ഞ് എന്ത് കിട്ടിയാലും ശരി നമ്മൾ എന്ത് ചെയ്യണം? സ്തുതിയും കൃതജ്ഞതയും ആരാധനയെ ദൈവത്തിന് സമർപ്പിക്കണം. നമ്മൾ പള്ളിയിൽ നിന്ന് ഇറങ്ങി കഴിയുമ്പോൾ ആദ്യം കാണുന്നത് എന്തായിരിക്കും? നമ്മൾ എന്തന്വേഷിക്കും? നമ്മുടെ ചെരുപ്പ് നോക്കും. ചെരുപ്പ് എന്തെങ്കിലും നമ്മളോട് സംസാരിക്കുന്നുണ്ടോ? ചെരുപ്പ് സംസാരിക്കുന്നുണ്ട്, നിങ്ങൾ കേൾക്കണം. ചെരുപ്പ് എന്റെ ചെരുപ്പ് എന്നോട് പറയുന്ന, മോനെ നിന്റെ കാലിൽ മുള്ളു പോലും കൊള്ളാതിരിക്കാൻ നിന്റെ അപ്പന്റെ എന്നെ സൃഷ്ടിച്ച് ഇവിടെ ഇട്ടിരിക്കുക, ഇട്ടാലും. അപ്പൊ ഞാൻ ഈ ചെരുപ്പ് കാലിലിട്ട് വരുമ്പോ പിതാവിന്റെ സ്നേഹം ഉടനെ ഉള്ളിൽ പിതാവേ കാണുന്നതും കേൾക്കുന്നതും എല്ലാം സമയമില്ലാത്തതുകൊണ്ട് നിർത്തുക, അല്ലെങ്കിൽ അത് ഒത്തിരി അതിനെക്കുറിച്ച് പ്രാക്ടിക്കലായിട്ട് സംസാരിക്കാൻ. അതായത് നിങ്ങളുടെ കയ്യിൽ നോട്ടുണ്ട്, നോട്ടില് ജാതി കൊടുത്തിട്ടുണ്ട്, വായിച്ചതിന് പഠിച്ചത് പിന്നീട് ചോദിക്കാനായിട്ട്. ഇന്ന് ബഹുമാനപ്പെട്ട ചാലശ്ശേരി അച്ഛൻ കുർബാനയിലെ മനോഭാവങ്ങളെ കുറിച്ച് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയായിരുന്നു. അച്ഛൻ വെറും മനോഭാവങ്ങളെ കുറിച്ച് മാത്രമല്ല, വിശുദ്ധ കുർബാനയിലെ ഓരോ ഘടനകളും വിശദീകരിച്ച് ആ ഘടനകളുടെ ഉള്ളിലുള്ള മനോഭാവങ്ങളെ കുറിച്ചുമൊക്കെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയായിരുന്നു. അച്ഛന് ഏറെ സ്നേഹത്തോടുകൂടി ആയിരിക്കുന്നതിന് നന്ദി അറിയിച്ചുകൊള്ളുന്നു. തുടർന്ന് നമുക്ക് ചോദ്യോത്തര വേളകളാണ്. അതേപോലെ തന്നെ നമ്മുടെ ചോദ്യങ്ങൾ ചോദിക്കാം. ഓൺലൈനിലുള്ളവർ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾ ഇതിന് ഓൺലൈൻ ചോദ്യങ്ങളുള്ളത്. നമ്മുടെ ഇപ്പോഴത്തെ കുർബാനയില് പലപ്പോഴും വൈദികന്റെയും അതുപോലെ ഗായക സംഘത്തിന്റെയും ഇടപാടായി മാറിയിരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ പള്ളിയിൽ ചെന്നപ്പോൾ അവിടെ മൊബൈൽ പുസ്തകം എല്ലാവർക്കും വെച്ചിട്ടുണ്ട്. കുർബാന പുസ്തകമായ പുസ്തകം വെച്ചിട്ടുണ്ട്. വേറൊരു പള്ളിയിൽ 1000 പേരുള്ള എന്നവരാണ് 45 പുസ്തകം. അപ്പൊ ഞാൻ പറയുന്നത്, നമ്മൾ ഈ പർവ്വചാര ആത്മാകാരെ കൊണ്ടാകാനുള്ള കൊണ്ടെടുക്കുന്നവർക്ക് ഒരു പ്രധാനപ്പെട്ട കാരണം പുസ്തകം ഉപയോഗിച്ചൊരു വായ്പകൾ കുർബാനയിൽ പങ്കെടുക്കുന്നില്ല, അർത്ഥം ഗ്രഹിക്കുന്നില്ല, ഒരു പുസ്തകമില്ല. അതുകൊണ്ട് ഒന്ന്, ഈ പുസ്തകം എല്ലാവർക്കും നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കുകയും അത് ഉപയോഗിക്കുമെന്ന വഴിയിൽ മതങ്ങൾ ചെയ്തിട്ട് അനുയോജ്യമല്ല. ഒന്ന് ഒരു പുസ്തകം. രണ്ടാമത്തേത് ഉള്ളത്, അച്ഛന് പറഞ്ഞു, നിങ്ങൾ ബലിയർപ്പിക്കാൻ പോകുമ്പോൾ ആർക്കെങ്കിലും നിങ്ങൾ വിരോധം തോന്നിയാൽ അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ശരിയാണ്. ആ കൂടെ തന്നെ അവരോട് പോയി ഒന്ന് സംസാരിച്ചും കൂടെ തീർക്കുന്നത് ഉചിതമല്ലേ എന്നാണ് രണ്ടാമത്തെ ചോദ്യം. മരിച്ചത് നമ്മുടെ പുസ്തകം വേണം. നമ്മള് അതിപ്പോ എല്ലാ പള്ളികളിലും ഇപ്പൊ നിങ്ങളൊക്കെ സജീവ ഭാഗവാക്കപ്പെട്ട ഇടവയിലെ അവിടെ പറയാം, പുസ്തകം കുറവാണെങ്കിൽ ഓരോരുത്തരും അവരുടെ പള്ളിയിലെ കാര്യം അല്ലേ. നമ്മള് ഇനി പള്ളിയിൽ മേടിക്കാൻ പൈസ ഇല്ലെങ്കിൽ നമുക്ക് തന്നെ വേണമെങ്കിൽ നമുക്ക് നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്നു ഒത്തിരി സ്വർഗത്തിൽ സമ്പാദിക്കാൻ സാധിക്കും. അതുവഴി ആ രീതിയിലൊക്കെ നമുക്ക് ചെയ്യാവുന്നത് എന്ത്? നമുക്ക് ഇങ്ങനെ കുറവുണ്ട് മനസ്സിലാക്കാം, കുറവിനെ എങ്ങനെയൊക്കെ നമുക്ക് ഒന്നുചേർന്ന് പരിഹരിക്കാം എന്ന് ശ്രദ്ധിച്ച് നമ്മൾ സഹകരിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ ചോദ്യം പറഞ്ഞത്, നമുക്ക് ഞാൻ ഈ ബലിയർപ്പിക്കാൻ വരുമ്പം ഞാൻ എന്റെ ഒരു അനുഭവത്തിന് വിളിച്ചതാണ്. ഞാൻ ബലിയർപ്പിക്കാൻ ചെന്നപ്പോൾ ഒരാൾ എന്നോട് പറയുന്നത്, അച്ഛന് കുഞ്ഞാള് ഇതിനോട് വിരോധം, നമുക്ക് ഉടനെ അവിടെ വെച്ചിട്ട് പോയി എഴുതിപ്പെട്ട് വരാൻ പറ്റിയല്ല. അപ്പൊ നമുക്ക് ചെയ്യാവുന്ന പ്രായോഗിക ഇത് അവനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പക്ഷെ അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് പിന്നെ ഞാൻ പുറത്തേക്ക് ചെല്ലുമ്പോ അവനെ കാണുമ്പോ ഞാൻ മുഖം തിരിക്കും. ശരിക്കും പ്രാർത്ഥിച്ച് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചതാണെങ്കിൽ അവന്റെ കാണുമ്പോ ഞാൻ മുഖം തിരിക്കുകയല്ല. മാത്രമല്ല, അവിടെ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചിരിക്കും. ആ വ്യക്തിക്ക് നമ്മളോടുള്ള സ്നേഹം, ആ വിരോധം എടുത്ത് പലപ്പോഴും മാറ്റപ്പെട്ടു. അതാണ് എന്റെ അനുഭവം പലപ്പോഴും കാണുന്നത്. കൂടുതൽ വഷളായിരുന്നത് ചിലപ്പോ കൂടുതൽ വഷളായിട്ട് വരുമ്പോഴത്തേക്ക് അതിനുള്ള വേറെ മാർഗങ്ങളുണ്ട്. അത് യൂദാസിനോട് കർത്താവ് കാണിച്ച സമീപനമാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? വഷളാകുമ്പോ കർത്താവിന്റെ അടുത്ത്, കർത്താവ് ഞാൻ ചെയ്തത് വഷളായി, അതിന്റെ കർത്താവ് എന്താ കാണിച്ചത്? യൂദാസിനോട് അടുത്ത് ആദ്യം സ്നേഹിത എന്നൊക്കെ വിളിച്ചു മാറ്റമുണ്ടായില്ല. കർത്താവിനെ അവന്റെ കാൽപാദത്തോളം താന്നു അല്ലെ, കാല് കഴിയില്ലേ. അപ്പൊ രണ്ടാമത് നമ്മൾ ചെയ്യേണ്ടത് ഈ അവന്റെ മുമ്പിൽ എളിമപ്പെടണം. വഷളായത് നിന്നെ എന്നിട്ടും ചിലപ്പോൾ രക്ഷപ്പെടുകയല്ല. ഈശോവിനെ എന്താ ചെയ്തത്? കാൽവരിയിലേക്ക് പോയി കുരിശിൽ അവന് വേണ്ടി കൂടെ മരിച്ചു. അപ്പൊ ഈ നമ്മളോട് വിരോധമുള്ളവന് വേണ്ടി സാറപ്പ് എന്ത് ചെയ്യണമെന്നറിയോ? കൈവിരിച്ചു പിടിച്ചെന്ന് സ്വർഗസ്ഥാനാവെങ്കിലും അവന് വേണ്ടി ചെല്ലാനായിട്ടുള്ള മനസ്സാണ്. ദൈവമാണ് പ്രവർത്തിക്കുന്നത്, നമ്മളല്ല പ്രവർത്തിക്കുന്നത്. അതായത്
നമ്മൾ അതിന് പകരം ആദ്യം ഞാൻ ചെന്നപ്പോ എനിക്ക് വീട്ടിൽ ഇരുത്താറുണ്ടല്ലോ, അങ്ങനെ അവിടത്തേക്ക് അവിടെ നിർത്താൻ കർത്താവ് പറയുന്നില്ല. ഓക്കെ, അടുത്ത ചോദ്യം. പ്രാവർത്തികമാക്കാൻ ആർക്കും പറ്റുന്നുള്ളത് സംശയം. പ്രാവർത്തികമാക്കാനായിട്ട് നമുക്ക് അറിയില്ലാതിട്ട് വരുന്നതാണ്. സാധാരണ ആൾക്കാർ പറയുന്നത് ഒത്തിരി പ്രായോഗിക, ഇപ്പം എന്നും ബലിക്ക് പോകണമെന്ന് പറഞ്ഞാൽ പറ്റിയല്ലെന്ന് പറയും. എന്നും ബലിക്ക് ശരീരം കൊണ്ട് പോകാൻ പറ്റിയല്ലായിരിക്കും, മനസ്സും ഹൃദയം കൊണ്ട് പോകാൻ പറ്റുമോ? ഈ ഉദാശാപചരങ്ങളില് ഇത് പാപമോചനത്തിനായി എന്നുള്ള ഭാഗം 3 ശ്രദ്ധിക്കുക. ഒറ്റ സുശേഷിച്ച ഇത് പാപമോചനത്തിനായി നമ്മുടെ ശ്രുതി കഴിഞ്ഞ ദിവസത്തെ ക്ലാസ് മാസത്തിൽ പാപമോചനത്തെ കുറിച്ച് തന്നെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. വചനത്തിൻ്റെത് 4 സുവിശേഷത്തിൽ 4 ഇതുണ്ടല്ലേ. അതാ പറഞ്ഞേ, ഓരോ 3 കൊടുക്കുന്നത്. എല്ലാത്തിനും പാപമോചനം നമ്മൾ വരുന്നില്ല. പക്ഷെ കുർബാനയുടെ ഒരു ഫലം, 4 ഫലങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ പ്രത്യേകിച്ച് കടങ്ങളുടെ വൃത്തി, പാപങ്ങളുടെ മോചനം, അതൊക്കെ എടുത്ത് വിശദീകരിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാനിത് ഈ പുസ്തകത്തിലുണ്ട്, അതൊക്കെ കാണുന്നത്. അതെന്താണ് കടങ്ങളുടെ വൃത്തി എന്നൊക്കെ ഉള്ളത് കുറെ കൂടി ആഴത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. കടങ്ങളുടെ വൃത്തി നമ്മുടെ റോമ 13:7 എടുത്ത് നോക്കിയാൽ കാണാൻ സാധിക്കും. കടങ്ങൾ എന്താണെന്നുള്ളത് ഓരോരുത്തർക്കും കൊടുക്കണം. ഞാൻ ഇങ്ങോട്ട് പോകുന്ന വഴിക്ക് എന്നോട് ധർമ്മക്കാരൻ എന്നെ കണ്ടു. ഞാൻ അവനെ അവഗണിച്ച പോകുന്നത് എനിക്ക് കടമായിട്ട് കിടത്തും. അവന് കൊടുക്കേണ്ട ബഹുമാനം, ആദരവ്, പരിഗണന ഞാൻ കൊടുത്തിട്ടില്ലെങ്കിൽ കടമായിട്ട് കിടക്കും. ഇങ്ങനെയുള്ള ഒത്തിരി കടങ്ങളുണ്ട്, നമ്മൾ അറിയാതെ തന്നെ ഒത്തിരി കടങ്ങളുണ്ട്. അച്ഛാ, എനിക്കൊരു സംശയം. അച്ഛാ, ഒരു ദിവസം ഞാൻ 2 പരിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ചാല്, ബലി അർപ്പിക്കണതിൽ കൂടിയാല് എനിക്ക് 2 പ്രാവശ്യം കുർബാന കൈക്കൊള്ളാൻ പറ്റുമോ? കുർബാന കൈക്കൊള്ളാൻ തിയോളജിക്കലായിട്ട് കുഴപ്പമില്ല. പക്ഷെ അതൊരു ഭക്തകൃത്യമായിട്ട് ഓടി നടന്ന് എല്ലായിടത്തും കുർബാന സ്വീകരിക്കാൻ വേണ്ടി ഓടി നടക്കരുത് എന്നുള്ളതാണ്. മനസ്സിലായോ? ഓടി നടക്കില്ല, ഒരു പള്ളിയിൽ തന്നെ അനുവദിക്കുന്നുണ്ട് ചില അവസരത്തിൽ, വിവാഹത്തിന്റെ അവസരത്തിൽ. കാർമികര് എത്ര കുർബാന ചെയ്യാനും കുർബാന സ്വീകരിക്കുന്നില്ല. അതുകൊണ്ട് കുർബാന സ്വീകരിക്കുന്നതിന് തിയോളജിക്കലായിട്ട് ഇതില്ല. അതിനെ ഇങ്ങനെ ഒരു മിസ്യൂസ് ചെയ്യരുത് എന്ന് സഭ ആഗ്രഹിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് കഴിഞ്ഞാൽ അടുത്തടുത്ത് ചെന്ന് അവിടുന്ന് സ്വീകരിച്ച് ചിലർ അതിനു വേണ്ടി തന്നെ അങ്ങനെ നമ്മൾ അതിനെ പരിഗണിക്കരുത്. നമ്മൾ ആദ്യം സ്വീകരിച്ച ഈശോ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ട് എന്നുള്ള അവബോധം നമുക്കുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് അതിനു വേണ്ടിയിട്ട് ഓക്കെ, താങ്ക് യു അച്ഛാ. കൂടുതൽ പഠിക്കുന്നതും കുർബാനയിൽ പങ്കെടുക്കാനൊരു ഭയം വരെയാണ്. ഭയം തന്നെ അങ്ങോട്ട് കൊടുക്കണം ഈശോയ്ക്ക്. ഭയം തന്നെ കർത്താവിന് കൊടുത്താൽ മതി. എന്റെ കർത്താവ് എനിക്ക് ഭയം ഉണ്ട് കേട്ടോ. ചോദിച്ചോട്ടോ. ഈശോയെ സ്തുതിയായിരിക്കട്ടെ. ചാലശ്ശേരി ഒത്തിരി വർഷം കൂടി അന്ന് കാണാൻ പറ്റിയ ഒത്തിരി സന്തോഷം. 10-21 വർഷത്തിന് ശേഷമാണ് കാണുന്നത്. ചങ്ങനാശ്ശേരിന്ന് പോന്ന പിന്നെ കണ്ടിട്ടില്ല. അച്ഛന്റെ ക്ലാസ് ഒത്തിരി നന്നായിരുന്നു. അച്ഛൻ പറയാൻ ഉദ്ദേശിച്ചതിന്റെ 10% പോലും പറഞ്ഞിട്ടില്ല എന്ന് എനിക്കറിയാം. എന്നാലും വളരെ നല്ല ക്ലാസ് ആയിരുന്നു. അച്ഛൻ, ഞാൻ ഇപ്പൊ ചോദിക്കാൻ, നമ്മുടെ ഈ കുരിശ് വരച്ച് ആശീർവാദം കുരിശ് വരച്ച് സ്വീകരിക്കുന്നതിനെ കുറിച്ച് അച്ഛൻ പറഞ്ഞായിരുന്നു. നമ്മുടെ പുതിയ ടെസ്റ്റിനകത്ത് അത് കൊടുത്തിട്ടില്ല. പഴയ ടെസ്റ്റിനകത്ത് ഒക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ ലാനത്തോട്ടത്തിലൊക്കെ ഞങ്ങളെ വഴക്ക് പിടിച്ച് തല്ലി തന്നും ഒക്കെ കുരിശ് വരച്ച് ആശീർവാദം സ്വീകരിപ്പിച്ചിട്ടുള്ളതാണ്, അങ്ങനെ ശീലിച്ചതാണ്. പക്ഷെ ഇപ്പോഴത്തെ പുതിയ ടെസ്റ്റിനകത്ത് കാണുന്നില്ല. പുതിയ ടെസ്റ്റിൽ വന്നിട്ടില്ല. പക്ഷെ ഇതിന്റെ ഓർത്തോ എന്ന് പറഞ്ഞാൽ ഒന്ന് വരും. ഓർത്തോ എന്ന് പറഞ്ഞാൽ കർമ്മവിധികൾ കൃത്യമായിട്ട് അതെല്ലാം പ്രിപ്പയർ ചെയ്ത് കർത്താന്മാരുടെ സിനഡിൽ അത് അംഗീകരിക്കപ്പെടുത്ത് സമർപ്പിച്ച് അംഗീകരിക്കപ്പെട്ടു വരേണ്ടതുണ്ട്. ഓർത്തോ എന്ന് പറയും. അതിൻ്റെ അകത്ത് ഇതെല്ലാം വിശദമായിട്ട് ഇപ്പൊ നമ്മളിങ്ങനെ മനസ്സിലാക്കി എല്ലാം ഈ പുതിയ ടെസ്റ്റ് എല്ലാം അതിൻ്റെ അകത്തുണ്ട് എന്ന് നിങ്ങൾ വിചാരിക്കുക. പിന്നെ അച്ഛൻ, രണ്ടാമത് വേറൊരു കാര്യം, നമ്മുടെ ഈ 3 പ്രാവശ്യം നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ചെല്ലുന്ന പ്രാർത്ഥനകള്. അപ്പൊ അച്ഛൻ പറഞ്ഞു ഇപ്പം ഓരോന്ന് ചെല്ലുന്നിടത്ത് ഇതെല്ലാം കൂടെ ഒന്നിച്ചങ്ങ് പറഞ്ഞ് പ്രാർത്ഥിക്കുക എന്ന് പറയപ്പെടും. നമ്മളിപ്പോ ഒരു പുതിയതായിട്ട് ഒരിടത്ത് കുർബാനയ്ക്ക് ചെല്ലുമ്പോഴത്തേന് ഇതിപ്പം
സർവാധിപനമൊക്കെ 3 പ്രാവശ്യം പാടുന്നുണ്ടല്ലോ നമുക്കറിയാം. ഇത് മുൻകൂട്ടി കണ്ട് നേരത്തെ തന്നെ പറഞ്ഞ് പ്രാർത്ഥിക്കേണ്ട അവസ്ഥ വരുന്ന ഒരവസ്ഥയാണ്. എല്ലായിടത്തും ഒരുപോലെ ഏകീകരണം വന്നില്ലെന്നുണ്ടെങ്കിൽ വീണ്ടും വലിയ പ്രശ്നമാവും. പിന്നെ വേറൊരു കാര്യം ഒരു നമ്മുടെ വ്യാകുലങ്ങളുടെ രൂപത എന്ന് പറയാമെന്ന് അറിയത്തില്ല. അവിടുത്തെ ഒരു വികാരിച്ചിന്റെ കഴിഞ്ഞ ദിവസത്തെ ഒരു കത്ത് കണ്ട്. അപ്പൊ അച്ഛൻ പറഞ്ഞ എനിക്കിഷ്ടമില്ലെങ്കിലും ഇന്ന കാര്യത്തിന് വേണ്ടി ഞാൻ ഈ കുർബാന ചെല്ലിയത്, ഇനി അത് ഞാൻ അങ്ങനെ ചെല്ലുന്നില്ല എന്നും പറഞ്ഞ് അച്ഛന്റെ ഒരു സർക്കുലർ ഇടവക്കാർക്ക് കൊടുത്ത് ഞാൻ കണ്ടു. അപ്പം അച്ഛൻ താല്പര്യമില്ലാണ്ട് ഒരു കുർബാന ചെല്ലുന്നുണ്ടെങ്കിൽ ആ അച്ഛന് കുർബാന ചെല്ലാനുള്ള യോഗ്യത ഉണ്ടോ അച്ഛൻ? ഈ ഒരു സംശയം കൊണ്ട് ചോദിച്ചതാണ്. അച്ഛന് യോഗ്യത ഉണ്ടല്ലോ എന്ന് നമ്മൾ നോക്കേണ്ടതില്ല. അച്ഛന് നമ്മൾ ആ ബലിയിൽ പങ്കെടുത്താൽ സഭയാണ് നമുക്ക് അത് അതിന്റെ ഫലദായകത്വം ഉറപ്പ് നൽകുന്നത്. അച്ഛന്റെ മനോഭാവം അത് അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ട് ഗുണകരമാകൂ ദോഷമാകൂ എന്നുള്ളത് ദൈവത്തിന്റെ സന്നിധിയിലാണ്. നമ്മൾ അച്ഛനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. അത് നമ്മൾ മറക്കരുത്. നമ്മൾ പലപ്പോഴും കുറ്റം പറഞ്ഞിട്ട് പോരുകയാണ്. കുറ്റം പറഞ്ഞിട്ട് പോരാതെ ഹൃദയപൂർവ്വം നമ്മൾ അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങള് കുർബാന ടെസ്റ്റിൽ 3 പ്രാവശ്യം കാർമ്മികര് നിങ്ങളുടെ ഇടയ്ക്ക് തിരിഞ്ഞ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പറയുന്നു. ചിലർക്ക് ഉപേക്ഷിക്കപ്പെട്ട് പോകുന്നുണ്ടെങ്കിലും ടെസ്റ്റിൽ കിടപ്പുണ്ട്. ഇതിന്റെ അർത്ഥം ഞങ്ങൾ പാപികളാണ്, ബലഹീനരാണ്, നിങ്ങളുടെ പ്രാർത്ഥനയാൽ ശക്തരാക്കപ്പെടേണ്ടതാണ് എന്നുണ്ടാവും. അത് നിങ്ങൾ ഗ്രഹിക്കുന്നവർ അതനുസരിച്ച് പ്രാർത്ഥിക്കാൻ ശ്രമിക്കുക. അല്ല, ഓക്കെ, അതല്ല അപ്പൊ അച്ഛന് കുർബാന ചെല്ലുന്നതിന് മുമ്പേ പറഞ്ഞു ചെല്ലുകയാണ് എനിക്കിഷ്ടമില്ല ചെല്ലാനായിട്ട്, എന്നാട്ട് ചെല്ലുക എന്ന് പറഞ്ഞെങ്കിൽ ചെല്ലുമ്പോഴേക്ക് ആ അച്ഛൻ ചോദിക്കുന്ന യാചനയ്ക്കും അർത്ഥമില്ലാണ്ട് പോകല്ലേ? തീർച്ചയായിട്ടും നിങ്ങളെ സംബന്ധിച്ച് അർത്ഥം ഇല്ലാതാവുന്നില്ല. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ചെയ്യേണ്ടത് ആ വ്യക്തിയിൽ ഈശോയെ കാണുക എന്നുള്ളതാണ്. ഈശോയാണ് സമയത്ത് നമുക്ക് അനുഗ്രഹങ്ങൾ തരുന്നത്. വ്യക്തിയെ ഈശോ തരുന്നത് ഓരോരുത്തരുടെയും മനസ്സിന്റെയും ഹൃദയത്തിന്റെയും ഭാവങ്ങൾ. അതാണ് നമ്മൾ അനുഗുണമായ മനോഭാവത്തിൽ കണ്ടത്. അനുഗുണമായ മനോഭാവത്തോടെ വരുന്ന ഒരു വ്യക്തിക്ക് ദൈവത്തിന്റെ കൃപകളുടെ ഒരു കുറവും സംഭവിക്കുന്നത്. ഒത്തിരി നന്ദി അച്ഛാ, നേരിൽ കാണാമെന്നുള്ള പ്രതീക്ഷ. ഈ ക്ലാസ് മുഴുവൻ പൂർത്തിയാക്കാൻ പറ്റിയില്ലേലും ഞാൻ ആ ടെസ്റ്റിന് നിങ്ങൾക്ക് തന്നിരിക്കുന്നതിനുള്ള ബാക്കിയുണ്ട് കേട്ടോ. അതിനകത്ത് ബാക്കി വായിച്ചാൽ ഇതിനകത്തെല്ലാം വളരെ നിങ്ങൾക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ ഞാൻ ലഘൂകരിച്ചാണ് അത് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ ബാക്കിയുള്ളവരെ ഒക്കെ ഇതൊന്ന് 8 പേരേ ഉള്ളൂ, അതൊന്ന് കൊടുത്ത് ഇതാണ് മക്കളെ കുർബാന, ഇതൊന്ന് അനുഭവിക്കണം എന്നൊന്ന് പറഞ്ഞു കൊടുക്കാൻ ശ്രദ്ധിക്കണമെന്ന് ഞാൻ താഴ്മയായിട്ട് അപേക്ഷിക്കുകയാണ്. വിശ്വാസപ്രമാണം പൂർവ്വം ചെല്ലുന്നത് എങ്ങനെയാന്ന് അച്ഛൻ പറഞ്ഞായിരുന്നു, ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുവോ? വിശ്വാസപ്രമാണം ചെല്ലുന്നത്, വിശ്വാസപ്രമാണം ചെല്ലുമ്പോൾ ഒന്നാമതായിട്ട് ചെയ്യിപ്പിക്കാൻ നമുക്ക് നേരെയില്ല. നിങ്ങളുടെ വലത്ത് കൈ ഒന്ന് നോക്കി, നിങ്ങൾ കണ്ടേ വലത്ത് കൈ നോക്കിയിട്ട് നിങ്ങൾക്ക് എന്താണ് വലത്ത് കൈ നോക്കി വലത്ത് കൈ ഉണ്ടോ എന്ന് ഓർത്ത് നിങ്ങൾ ദൈവത്തിന് നന്ദി പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഇത് നിങ്ങൾ ജനിച്ചപ്പോൾ മുതൽ വലത്ത് കൈ കൂടെ ഇല്ലേ? ഉണ്ട്. അപ്പൊ ബോധപൂർവം എന്ന് പറഞ്ഞ മാതിരി ബോധപൂർവം പരിശുദ്ധാത്മാവ് നമ്മുടെ ശരീരത്തിന്റെ ഭാഗമാണെന്ന് ചിന്തിക്കണം. വിശ്വാസ പ്രമാണം ചെല്ലുമ്പോൾ ബോധപൂർവം നമ്മുടെ മാമോദീസ മുതൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ശരീരത്തിന്റെ ഭാഗം ചിന്തിക്കാമല്ലോ. അങ്ങനെ പരിശുദ്ധാത്മാവ് ശരീരത്തിന്റെ ഭാഗമാണെന്ന് ചിന്തിക്കുന്ന ഒരാളുടെ മനസ്സില് ആരുടെ ചിന്തയായിരിക്കും? പുത്രന്റെ ചിന്തയായിരിക്കും. പുത്രന്റെ ചിന്ത. മനസ്സിലായോ? അപ്പൊ ശരീരത്തിൽ പരിശുദ്ധാത്മാവും മനസ്സിൽ പുത്രനും നിറഞ്ഞു നിൽക്കുമ്പോൾ ഹൃദയത്തിൽ ആരുടെ സ്നേഹം ഒഴുകി വരും? പിതാവിന്റെ സ്നേഹം അനുഭവിക്കും. അങ്ങനെയാണ് വിശ്വാസ പ്രമാണം ചെല്ലുന്നത്. അതായത് ഉമ്മ കഥ പറയുന്ന പോവാണ്. ആ സമയത്തൊന്നും ബോധപൂർവ്വം പരിശുദ്ധാത്മാവിന്റെ ശരീരത്തിന്റെ ഭാഗമാണെന്നൊന്ന് ചിന്തിക്കുക. അപ്പൊ മനസ്സിലെ പുത്രന്റെ ചിന്ത തന്നെയെ കടന്നു വരും. പിതാവിന്റെ സ്നേഹം ഹൃദയത്തിലും തോന്നും. അപ്പാ ഓക്കെ ചോദ്യം ചോദിക്കുന്നുണ്ട്. ഇവിടെ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അത് ഉയർന്ന സ്വരത്തിൽ ചെല്ലുന്ന പ്രാർത്ഥന കരുണാനിധിയായ കർത്താവേ, ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് ഞങ്ങളെ അങ്ങുമായി രമ്യതപ്പെടുത്തുന്ന നീതിയുടെ പ്രവൃത്തികളാണ്. ഈ നീതിയുടെ പ്രവൃത്തികളാൽ എന്നുള്ളത് എന്താണ്? നീതിയുടെ പ്രവൃത്തികളാൽ എന്നുള്ളത് വാസ്തവത്തില് ദൈവത്തിന്റെ ഹിതമനുസരിച്ചുള്ള പ്രവൃത്തിയാണെന്ന് ഓർക്കുന്നു. ഓരോരുത്തർക്കും കൊടുക്കേണ്ടത് കൊടുക്കുന്നതാണ് നീതി.
ദൈവത്തിന് കൊടുക്കേണ്ടത് ദൈവത്തിന് കൊടുക്കണം, അല്ലെ? സഹോദരങ്ങൾക്ക് കൊടുക്കേണ്ടത് അപ്പൊ ഓരോരുത്തർക്കും കൊടുക്കേണ്ടത് പോലെ കൊടുക്കുന്നതാണ് നീതി. അപ്പൊ ദൈവഹിതം, ഓരോ സമയത്തിലുള്ള ദൈവഹിതം അനുസരിച്ച് ദൈവത്തെ പ്രീതിപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ എന്താ വാസ്തവത്തിൽ? ദൈവത്തെ, ഈശോയുടെ പ്രാർത്ഥന ഈശോ പറഞ്ഞു, ഞാൻ പിതാവെ നിന്നെ മഹത്വപ്പെടുത്തി. എന്ത് ചെയ്ത് മഹത്വപ്പെടുത്തിയെന്ന്? നീ എന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കിക്കൊണ്ട് ഞാൻ നിന്നെ മഹത്വപ്പെടുത്തി. ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ജോലി ഉണ്ടല്ലേ, അത് നമ്മൾ ശരിയായി ചെയ്യുന്നത് നീതിയായിട്ട്. ശംശേഖരിക്കട്ടെ. ഈ കുർബാനയിൽ നമ്മൾ, പ്രത്യേകിച്ച് സീറോ മലബാർ കുർബാനയിൽ നമ്മൾ കർത്താവിന്റെ മാമോദീസായും രഹസ്യ ജീവിതവും മനുഷ്യാവതാരം എല്ലാം ഓർമ്മിക്കുന്നുണ്ടല്ലോ. അപ്പം സംശയമുള്ളതെന്ന് വെച്ചാൽ, കർത്താവ് സ്ഥാപക വചനത്തിൽ പറയുമ്പോൾ ഇതെന്റെ നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാണെന്ന് പറയുമ്പോൾ കർത്താവിന്റെ കുരിശുമരണം അതിലൂടെയുള്ള പാപമോചനമല്ലേ ഉദ്ദേശിക്കുന്നത്. അപ്പം കർത്താവ് ഉദ്ദേശിച്ചത് ആ കുരിശുമരണത്തെ അനുസ്മരിക്കുക എന്നുള്ളതല്ലേ? ബാക്കിയുള്ള കാര്യങ്ങൾ തീർച്ചയായും അതെല്ലാം മഹത്തായ കാര്യങ്ങളാണ്. വിശുദ്ധ കുർബാനയിൽ അത് പ്രസക്തമാണോ? കർത്താവ് അത് ഈ വിശുദ്ധ കുർബാനയിലെ കർത്താവ് അനുസ്മരിക്കുന്നല്ലേ കർത്താവ് ഉദ്ദേശിക്കുന്നത്? രഹസ്യങ്ങൾ മുഴുവൻ എന്റെ രണ്ടാമത്തെ വരവ് വരെ നിങ്ങൾ എന്റെ മരണമാണ് ആഘോഷിക്കുന്നത് എന്ന് പറയുമ്പോൾ ഈ ഈശോയുടെ ജീവിതം മുഴുവൻ നമ്മൾ ഓർക്കുകയാണ്. മുഴുവൻ ആദ്യവും മരണവും പിന്നെ ഉത്ഥാനം, രണ്ടാമത്തെ വരവും നമ്മൾ കുർബാനയിൽ നമുക്ക് അനുഭവമാക്കി തരുന്നു. അതെല്ലാം നമ്മള് മനസ്സിലേക്ക്, ഹൃദയത്തിലേക്ക് കൊണ്ടുവരണം. അത് ഏത് സമയത്ത് എങ്ങനെയാണെന്നുള്ളതൊക്കെ ഇതിനകത്ത് തുടർന്നുള്ള പ്രാർത്ഥനകളുണ്ട്. ആയിരിക്കട്ടെ. അച്ഛാ, റൂഹാഷണ പ്രാർത്ഥന ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? റൂഹാഷണ പ്രാർത്ഥനയില് കഴിഞ്ഞ 12 ക്ലാസ്സിൽ അതിനെ കുറിച്ച് പറഞ്ഞാൽ തോന്നുന്നു. എങ്കിലും അത് വാസ്തവത്തില് പരിശുദ്ധാത്മാവിനെ വിളിച്ചിറക്കുക, അല്ലെ? എപ്പിക്ലേസിസ് എന്നാണ്. എപ്പിക്ലേസിസ് എന്ന് പറഞ്ഞാൽ വിളിച്ചപേക്ഷിക്കുക. അത് നിങ്ങളുടെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. ചെറിയ അച്ഛന്മാർ എഴുന്നള്ളി വന്നു പറഞ്ഞത് പ്രാർത്ഥനയാക്കും. അപ്പൊ വാസ്തവത്തിൽ പരിശുദ്ധാത്മാവിനെ വിളിച്ചിറക്കുക പുരോഹിതൻ. ഈ ബലിയിൽ മുഴുവൻ നടക്കുന്നത് വാസ്തവത്തിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമല്ലേ? പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം പരിശുദ്ധ അമ്മയിലും വിശുദ്ധ കുർബാനയിലും നമ്മിലും ഒന്ന് തന്നെയാണ്. വിശുദ്ധ കുർബാനയിൽ എന്തായിരുന്നു പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ച? ഗോതമ്പപ്പവും വീഞ്ഞും എന്താക്കി മാറ്റി? ഈശോയുടെ ശരീരം രക്തമാക്കി മാറ്റി. പരിശുദ്ധ അമ്മയിലെ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചതിന്റെ ഫലം എന്താ? വചനമാംസമായി ഈശോയുടെ മനുഷ്യ ശരീരം രൂപമെടുത്തു. നമ്മളിലെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നതിന്റെ ഫലം എന്താണ്? നമ്മളെ ഈശോയുടെ ശരീരം രക്തമാക്കി, മറ്റൊരു ക്രിസ്തുവാക്കി, ദൈവത്തിന്റെ മക്കളാക്കി. ഒരേ പ്രവർത്തനം തന്നെ. ഇനി നമ്മളില് ഇതെങ്ങനെ സംഭവിക്കും? 3-4 കാര്യങ്ങളിലൂടെയാണ് പരിശുദ്ധാത്മാവ് അത് ചെയ്യുന്നത്. എന്തൊക്കെയാ? ഒന്ന്, കടങ്ങളുടെ പൊറുതി. എഴുന്നള്ളി വന്ന 4 കാര്യങ്ങൾ ചെയ്യാനാണ് പറയുന്നത്. എന്തൊക്കെയാ? കടങ്ങളുടെ പൊറുതി, പാപങ്ങളുടെ മോചനവും മരിച്ചവരുടെ ഉയർത്തിലുള്ള പ്രത്യാശയും. ഇതെന്താണെന്ന് പലർക്കും പിടികിട്ടിയിരിക്കും. വാസ്തവത്തിൽ ഇപ്പൊ നമ്മൾ പറയാം, നാളെ പള്ളി വരുന്നവർക്ക് 2 ലക്ഷം രൂപ കൊടുക്കുമെന്ന് പറഞ്ഞാൽ എത്ര പേര് പള്ളി വരും? എന്നാൽ ഈ കടങ്ങളുടെ പൊറുതിയും പാവങ്ങളുടെ മോചനം മരിച്ചവരുടെ ഉയർത്തിലുള്ള പ്രത്യാശ സ്വർഗത്തിന് 5000 വീളം തരുന്നു പറഞ്ഞിട്ട് മനസ്സിൽ പിടികിട്ടുന്നില്ല. അതുകൊണ്ട് നിങ്ങളൊന്നും മനസ്സിലാക്കുന്നതല്ല. എന്താ ഈ കടങ്ങളുടെ പൊറുതി എന്ന് പറഞ്ഞാല്? വാസ്തവത്തിൽ ഞാൻ പറഞ്ഞില്ല, ഇഷ്ടംപോലെ കടങ്ങൾ, ഭാരം നമ്മുടെ ഫലത്തിലുണ്ട്. കൊടുക്കേണ്ടവർക്ക് കൊടുക്കേണ്ട ബഹുമാനം കൊടുക്കാതെ, മാതാപിതാക്കൾക്ക് കൊടുക്കേണ്ട ബഹുമാനം കൊടുക്കാതെ, മറ്റുള്ളവരെ ഏതൊരു മനുഷ്യനും കൊടുക്കേണ്ടത് ബഹുമാനം കൊടുക്കണ്ടേ, പരിഗണിക്കണ്ടേ? ഇപ്പൊ ലാസർ എന്തുകൊണ്ടാണ് നരകത്തിൽ പോയ? അല്ല, ലാസറെല്ലാം നമ്മുടെ ധനവാൻ പഠിക്ക കിടന്ന ലാസറിനെ അവഗണിച്ചു വന്ന ഒറ്റ കാരണം അതുകൊണ്ട്. നമ്മൾ എത്രയോ പേരെയാണ് ദിവസം ഇനി ഇങ്ങനെ വരുന്നതെല്ലാം കടങ്ങളായിട്ട് കിടക്കുക. കടങ്ങളായിട്ട്. എനിക്കൊരു ഉദാഹരണമായിട്ട് എന്റെ അപ്പന്റെ മരണമൊക്കെ ഞാൻ ഇതിനകത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് പറഞ്ഞിട്ടുള്ളത് വാസ്തവത്തില് ഈ കടങ്ങളുടെ പൊറുതി കിട്ടിക്കഴിഞ്ഞാൽ എന്താ ഗുണമെന്നറിയാമോ? ആരയില്ലാത്തൊരു ജീവിതം നയിക്കണ്ടേ? ആരമില്ലാത്ത അഞ്ഞു പോലെ നമുക്ക് ഇങ്ങനെ പറഞ്ഞാൽ, ഞാൻ അല്പം കൂടെ അത് ആസ്വദിക്കുന്നതുകൊണ്ടാണ് പറയുന്നത്. നമ്മളൊക്കെയും പല ഭാരങ്ങളുമായിട്ട് നടക്കുകയാണ്. ബലിയിൽ സജീവമായിട്ട് പങ്കെടുത്താൽ, ഞാൻ പറഞ്ഞ മനോഭാവങ്ങൾ സ്വന്തമാക്കി പങ്കെടുത്താൽ കിട്ടുന്ന ഒന്നാമത്തെ ഗുണം, എല്ലാ ഭാരങ്ങളും അങ്ങ് മാറ്റിയിട്ട് നമ്മുടെ ഈ പഞ്ഞി പോലെ കടങ്ങളുടെ പൊറുതി കൊണ്ട് കിട്ടുന്നതാണ്. കടങ്ങളുടെ പൊറുതി എന്ന് പറഞ്ഞാൽ ഭാരമില്ലാത്ത ഒരു ജീവിതം. ഭാരമില്ലാത്ത ഒരു ജീവിതം. ഈ പാപങ്ങളുടെ പൊറുതി കൊണ്ട് എന്താ കിട്ടുന്നത്? നമ്മളെ അടിമപ്പെടുത്തുന്നത് എന്താ? പാപങ്ങളുടെ പൊറുതി കൊണ്ട്
ദൈവമക്കളുടെ സ്വാതന്ത്ര്യം തിരികെ കിട്ടുക. മക്കൾക്കടുത്ത സ്വാതന്ത്ര്യമാണ് ഈ പാപങ്ങളുടെ മോചനം കൊണ്ട് കിട്ടുന്നത്. കുർബാനയിലൂടെ കിട്ടുന്ന രണ്ടാമത്തെ ഫലം, ഇത് കാശ് കൊടുത്താൽ കിട്ടുമോ? കിട്ടിയ മൂന്നാമത്തെ ഫലം നിങ്ങൾ ശ്രദ്ധിക്കണം. മൂന്നാമത്തെ ഫലം എന്താ? മരിച്ചതിൽ ഉയർപ്പിലുള്ള പ്രത്യാശ എന്ന് പറഞ്ഞാൽ എന്താ? ഈ മരിച്ചതിൽ ഉയർപ്പിലുള്ള പ്രത്യാശ എന്ന് പറഞ്ഞാൽ എന്താ? അത് മാത്രമല്ല, എന്റെ പൊന്നു സഹോദരങ്ങളെ, അത് കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പൊ ഒരുത്തം വന്നിട്ട് പറയാ സാറിനെ കൊല്ലൂ എന്ന് പറഞ്ഞാൽ സാറെന്നാ എടുക്കുന്നത്? പേടിക്കും. എന്തുകൊണ്ടാ പേടിക്കുന്നത്? നേരെ മറിച്ച് അടുത്ത നിമിഷത്തിൽ കിട്ടാൻ പോകുന്ന സ്വർഗീയ സൗഭാഗ്യം മനസ്സിൽ കണ്ടാൽ എന്ത് ചെയ്യുന്ന അറിയാമോ? ഒരു ഭയം ഉണ്ടാക്കുകയില്ല. നിങ്ങൾ എണ്ണയിൽ പൊളിച്ചു കഴിഞ്ഞപ്പോ ലോറൻസ് എന്താ പറയുന്നത്? ഒരു സൈഡ് കൂലിക്ക് മറിച്ചിടാൻ. അല്ലെങ്കിൽ ഈ സ്മരണയിലെ പോളിക്കാർപ്പ് എന്നും പറഞ്ഞ ഒരു വയസ്സനായ 80 വയസ്സ് കഴിഞ്ഞ ഊന് പിടിച്ചതാ. അഗ്നികുണ്ഡത്തിൽ എറിയാനായിട്ട് കൊണ്ടുപോയി. വടി അഗ്നികുണ്ഡത്തിന്റെ അടുത്ത് ചെന്നപ്പോഴത്തേക്ക് വടി വലിച്ചെറിഞ്ഞിട്ട് പറഞ്ഞു എന്റെ പാദങ്ങളെ കുതിക്കാൻ. എങ്ങോട്ടാ? അഗ്നികുണ്ഡത്തിലേക്ക്. എന്താ ഇത്രയും ആവേശം? അടുത്ത നിമിഷം കിട്ടാൻ പോകുന്ന സ്വർഗീയ ഭാഗ്യം. അതിനെപ്പറ്റി പൗലോസ് എന്താ പറഞ്ഞേ? കണ്ണ് കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും മനുഷ്യ ഹൃദയം ആസ്വദിച്ചിട്ടില്ലാത്തതുമായ അനുഭൂതി വിശേഷം എന്ന്. അതൊരു നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ഒരു ക്രിസ്ത്യാനിയെ പേടിപ്പിക്കാൻ ആർക്കാ പറ്റുക? പറ്റുമോ? മരിച്ചവരുള്ള പ്രത്യാശ കൊണ്ട് കരുതുന്നത് ഭയമില്ലാത്ത ഒരു ജീവിതമാണ്. ഭയരഹിതമായ ജീവിതം, ഭയമില്ലാത്ത ഒരു ജീവിതം. ഒരു ക്രിസ്ത്യാനിയെ ഒന്നും ആർക്കും പേടിപ്പിക്കാൻ പറ്റിയില്ല. യഥാർത്ഥ ക്രിസ്ത്യാനിയുടെ കാര്യം ഞാൻ പറയുന്നത്. കുർബാന അവനെ അത്രമാത്രം ശക്തമാക്കി തീർക്കുന്നത്. കണ്ടുപോകുന്നവർക്കല്ല ഞാൻ പറയുന്നത്. ഞാൻ ഈ പറയുന്ന രീതിയിലൂടെ പങ്കെടുക്കുന്ന ഒരു വ്യക്തിയെ ഈ ലോകത്തിൽ ഒന്നിനും ഭയപ്പെടുത്താൻ പറ്റിയില്ല. അവനെ സംബന്ധിച്ചിടത്തോളം കൂടി വന്നാൽ മരിക്കും. മരണത്തെ ലാഭമാണ്. ഇനി നാലാമത്തത് എന്താണ്? സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതം. ഇതല്ല ഈ സ്വർഗരാജ്യം എന്ന് പറഞ്ഞ അവസാനം മരിച്ച് സ്വർഗത്തിൽ ചെല്ലുമ്പോ കിട്ടാൻ പോകുന്നതാണെന്നാണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത്. സ്വർഗരാജ്യം എന്താന്നാ ബൈബിൾ പറയുന്നത്? റോമ 14:17. ഭക്ഷണപാനീയം അല്ല, നീതി സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള ആനന്ദവും. പരിശുദ്ധാത്മാവിലുള്ള ആനന്ദം ഏത് സമയത്തും പരിശുദ്ധാത്മാവിലാണ്. ഇപ്പൊ എന്റെ ഒരു അപകടത്തിൽ കൈ പോയെന്ന് വിചാരിച്ചു. കൈ പോകുമ്പോഴത്തേക്ക് എന്താണ് പരിശുദ്ധാത്മാവ് തരുന്നത്? ഒരു കയ്യല്ലേ പോയുള്ളൂ, മറ്റേ കൈ ഉണ്ടല്ലോ. കർത്താവേ നിനക്ക് സ്തുതി. മനസ്സിലായില്ലേ? ഇനി ശരിക്കും ആനന്ദിക്കാനായിട്ട് നമുക്ക് തിക്താനുഭവങ്ങൾ നമ്മളെ കുറിച്ച് ഇല്ലാത്ത അവിക്കാതെ പറയുമ്പോൾ എങ്ങനെ ആനന്ദിക്കാൻ പറ്റുന്നത്? ഇല്ലാത്ത ഒരു ആരോപണം എന്നെ കുറിച്ച് പറയുന്നു വിചാരിച്ചു. ശരിക്കും നമ്മൾ ഇത് കുർബാനയെ കൊണ്ടുവന്ന് ആഘോഷിക്കണം. എങ്ങനെയെന്നൊക്കെ ഞാൻ ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ശരിക്കും കൊണ്ടുവന്ന് ആഘോഷിക്കേണ്ടത് എങ്ങനെയെന്നുള്ള രീതി. എങ്ങനെ ആഘോഷിന്റെ ഒരു തിക്താനുഭവം വന്ന മത്തായി 5:11 വന്നിട്ട് വായിച്ചു നോക്കണം. മത്തായി 5:11 എന്താ പറയാ? അവർ നിങ്ങളെ കുറിച്ച് പറയുമ്പോ നിങ്ങൾ ഭാഗ്യവാന്മാർ. നമ്മളിപ്പോ എപ്പോഴാണ് നമ്മൾ ഭാഗ്യവാൻ വിചാരിക്കുന്നത്? ലോട്ടറി അടിക്കുമോ? ആണോ? പക്ഷെ ഇല്ലാത്ത ഒരു കുറ്റം എന്നെ കുറിച്ച് വേറൊരാൾ പറയുമ്പോ ഈശോ പറയുക നീ ഭാഗ്യവാൻ. കാരണം 12ാമത്തെ വാക്യത്തിലുണ്ട്. എന്താ 12ാമത്തെ വാക്യം? സ്വർഗരാജ്യത്തിൽ നിനക്ക് നിക്ഷേപം വർദ്ധിച്ചിരിക്കുന്നു. കേട്ടോ? അപ്പൊ ഒരാൾ എന്നെ ചീത്ത വിളിക്കുന്നു, അതും എന്നൊക്കെ അവിക്കാതെ പറയുന്നു. ഉടനെ പരിശുദ്ധാത്മാവ് എനിക്ക് ഈ സ്വർഗം കാണിച്ചു തരും. മത്തായി 5:12 കാണിച്ചു തരും. സ്വർഗത്തിലേക്ക് നോക്കുമ്പോൾ നിക്ഷേപം ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് സന്തോഷമായിരുന്നു, ആനന്ദം. സന്തോഷം ആനന്ദിച്ചാണ് അതാണ് മരിച്ചു ഈ സ്വർഗരാജ്യത്തിലെ നവമായ ജീവിതം എന്ന് പറയുന്നത്. പരിശുദ്ധാത്മാവ് ഏത് ജീവിതത്തിലെ ഏത് ചിത്താനുഭവങ്ങളുടെ മധ്യത്തിലും ഈ നിക്ഷേപം കാണിച്ചു തരുമ്പോൾ ആനന്ദിച്ച് ആഹ്ലാദിക്കാൻ സഹായിക്കുന്നതാണ് വിശുദ്ധ കുർബാന. നിങ്ങൾക്ക് ഇനി 10 ലക്ഷം വേണം കുർബാനയ്ക്ക് വരുമ്പോ അത് ഈ 4 ഫലങ്ങൾ വേണം. മതിയോ? പലർക്കും പിടികിട്ടിയിട്ടില്ല. ഇതെന്നാണ്? ഇതാണ് ചുമ്മാ എഴുതി വെച്ചിരിക്കുന്നത്. ആഴത്തിൽ അത് മനസ്സിലാക്കണം. കടങ്ങളുടെ വൃത്തി, പാവങ്ങളുടെ മോചനവും, മരിച്ചവരുടെ പ്രത്യാശ, സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതം. ഏതനുഭവത്തിലും ഫിലിപ്പിയർ 4:4 പറയുന്ന പോലെ ഞാൻ വീണ്ടും പറയുന്നത് സന്തോഷിക്കുകയും സന്തോഷിക്കുകയും. മനുഷ്യ ജീവിതം സന്തോഷത്തിന്റെ ജീവിതമാണ്. പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ അതല്ലേ? ഗലാത്യർ 5:22 അല്ലേ? സ്നേഹം, ആനന്ദം,
അതാ സ്വർഗം. എവിടെ ഇത് നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിന്റെ ഭാഗ്യം. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പുസ്തകത്തിലുള്ളത്. എത്ര തന്നെ ഈ ജീവിതം, ഈ ആനന്ദത്തിന്റെ ഈ ജീവിതം, അതും ആസ്വദിക്കാനായിട്ട് നമുക്ക് കഴിയട്ടെ. ഇനി വല്ല ചോദ്യമുണ്ടോ? അത് നമ്മുടെ പാരമ്പര്യം അനുസരിച്ച് പിതാവിൽ നിന്ന് ചെറിയാൽ മതിയാകുന്നതാണ്. പിതാവിൽ നിന്ന് എന്നുള്ളത് ഒത്തിരി കോൺട്രവേഴ്സി ആയിട്ട് നമ്മൾ പറഞ്ഞില്ല. എല്ലാത്തിന്റെ ഉറവിട ആരാ? പിതാവല്ല. അപ്പൊ പിന്നെ അവിടെ നമ്മള് പിതാവിൽ നിന്ന് പുത്രനെ തരുന്നതും പരിശുദ്ധാത്മാവിനെ തരുന്നതും ഒക്കെ പുത്രനെ പിതാവ് പുത്രനിലൂടെ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മുടെ പൂർണ്ണത നമ്മുടെ തന്നെ ആ ചിന്ത പിതാവിലൂടെ. ഒത്തിരി കോൺട്രവേഴ്സി, ഒത്തിരി വഴക്കൊക്കെ ഉണ്ടായ ഒരു പുസ്തകമാണ്. ഏതാ ഈ പുസ്തകം? ചങ്ങനാശ്ശേരി അവിടെ ബുസ്റ്റാളിൽ കിട്ടും, സെന്റ് ജോസഫ് ബുസ്റ്റാളിൽ കിട്ടും. അതുപോലെ തന്നെ അവിടുത്തെ മതബോധന കേന്ദ്രത്തില് അവിടെയും കിട്ടുന്നതാണ്. ഈ പുസ്തകം സെന്റ് ജോസഫ് ബുസ്റ്റാളിൽ ചിലപ്പോൾ തീർന്നു കാണുമായിരിക്കും. അവിടെ ബുക്കിന്റെ പേരൊന്ന് ഗ്രൂപ്പിൽ ഒന്ന് ഇട്ടാൽ നല്ലതായിരുന്നേ. വടവാതൂര കോപ്പിയൊക്കെ തീർന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒരു കുറച്ച് പുസ്തകം മേടിച്ച് വെച്ചാൽ ഇപ്പൊ അവിടെ ഉണ്ടോന്നാണ്. ആർക്കെങ്കിലും ലഘുവിന് കിട്ടുന്നില്ലെങ്കിൽ ഈ പുസ്തകത്തിന്റെ കോപ്പി പറയേണ്ടതുണ്ട്. ഞാൻ നിങ്ങൾ അഡ്രസ് അയച്ചു തന്നാല് ഞാൻ ഫ്രീ ആയിട്ട് അയച്ചു. ഇത് അനുഭവിക്കണം എന്ന് മാത്രമാണ് എന്റെ ആഗ്രഹം. ഫോൺ നമ്പര് 94 95 68 68 49. 94 95 68 68 49 4 95 65 68 94 95 68 68 49. പുസ്തകത്തിലെ അതിന്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. 94 95 68 68 40. അവിടെയുള്ളൊരു കുറെ പേര് എന്റെ ഈ പുസ്തകം മേടിച്ചിട്ട് പോയിട്ടുണ്ട്. അവിടെ നിന്നാണ് പുസ്തകത്തിന്റെ പേരൊന്ന് ഗ്രൂപ്പിൽ ഇട്ടാൽ നല്ലതായിരുന്നേ. അത് കൈകാര്യം ചെയ്യാൻ. ഒന്ന് വിശുദ്ധ കുർബാനയുടെ ആഴങ്ങളിലേക്ക്, മറ്റൊന്ന് എത്ര ധന്യം ഈ ജീവിതം. വിശുദ്ധ കുർബാനയുടെ ആഴങ്ങളിലേക്ക് എത്ര ധന്യം ഈ ജീവിതം. ഞങ്ങള് നമ്മുടെ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. അച്ഛനെ ഒരിക്കൽ കൂടി നന്ദിയോടുകൂടി ഓർക്കുന്നു. വളരെ മനോഹരമായിട്ട് നമ്മുടെ മുമ്പില് അച്ഛനെ നന്ദിയോട് ഓർക്കുന്നു. നമുക്ക് എഴുതിയിരുന്ന ഞങ്ങളുടെ പിതാവേ,